എന്താ റീസെൻ്റ് എന്താ ലൂസേഴ്സ് മീറ്റപ്പ് എന്നുള്ള പരിപാടി എന്നുള്ളത് ഇങ്ങനെ ആരും വെക്കാറില്ലല്ലോ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫ്രട്ടേണിറ്റിയിലുള്ളതല്ല, CSCMലുള്ള പുറത്തുനിന്നുള്ള ആൾക്കാർ. കാരണം അധികവും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതൊക്കെ കാണുന്നത് എന്താ, നമ്മൾ ഈ സക്സസ് മീറ്റപ്പ് അല്ലേ. അപ്പം ഫെയിലിയർ പോയ ആൾക്കാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആരും തിരിഞ്ഞു നോക്കാറില്ലെന്ന് തോന്നുന്നു. ഇവൻ ദോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറ്റം പറയല്ല, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതാ പിന്നെ, കാരണം അത് മാത്രമല്ലടോ ഇപ്രാവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ വാട്സപ്പിലൊന്നും അങ്ങനെ ബിഫോർ സ്റ്റഡി ക്യാബ് എന്നുള്ള പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഈ വാട്സപ്പിലൊന്നും അങ്ങനെ മെസ്സേജസ് ഒന്നും കാര്യമായിട്ട് വരാറൊന്നുമില്ലായിരുന്നു. ഫാമിലി റിലേറ്റീവ്സിൻ്റെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും എന്തെങ്കിലും വരാമെന്നല്ലാതെ വേറെ മെസ്സേജസ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാവാറില്ല. സ്റ്റഡി ക്യാബ് എന്നുള്ള പരിപാടി തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈയിടെ ഇത്രയും 2 വർഷത്തോളം ആവാനായി, ഇത്രയും ഇതിൽ ഏറ്റവും കൂടുതൽ മെസ്സേജസ് വന്നൊരു ടൈം ഇതായിരിക്കും, ഈ ജൂൺ 2024 അറ്റംപ്റ്റ് ആയിരിക്കും. അതിൽ മെജോറിറ്റി വന്ന മെസ്സേജസും ഫെയിലായി ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജസ് ആയിരുന്നു. സത്യം പറയാം, സാധാരണത്തെക്കാളും കൂടുതൽ ഫെയിലായി എന്ന് പറഞ്ഞ് വന്ന മെസ്സേജസ് ഇപ്രാവശ്യമായിരുന്നു. ഞാൻ ഓപ്പണായിട്ട് പറയാം, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് മെസ്സേജസ് എത്തിപ്പെടാൻ പറ്റിയതുമില്ല. സ്റ്റിൽ റിപ്ലൈ കൊടുക്കാൻ പെൻഡിങ് ഉള്ള മെസ്സേജസ് ഉണ്ട്. ഞാൻ അന്ന് തുടങ്ങിയ റിപ്ലൈങ് സ്റ്റിൽ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ആലോചിച്ച്, അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാവർക്കും കൂടിയുള്ള, ഞാൻ ഇപ്പോൾ എല്ലാവരോടും ഒരേ കാര്യം പറയുന്നത്, ചില കാര്യങ്ങൾക്കൊക്കെ സിമിലർ പ്രശ്നമാണ് പല ആൾക്കാർക്കും, ഒരേ കാര്യങ്ങളാണ് എല്ലാവർക്കും പ്രശ്നം. അപ്പോൾ നമുക്കൊരു സിമിലറായിട്ട് എല്ലാവർക്കും തമ്മിലൊരു ഡിസ്കഷൻ ആകുമ്പോൾ കുറച്ചും കൂടി ബെനിഫിറ്റ് ചെയ്യും. കാരണം നിങ്ങൾ വല്ല കാര്യങ്ങൾ എന്നോട് പറയുമ്പോഴും മറ്റുള്ളവർ കേൾക്കും, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. ഞാൻ വല്ല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് അതിലെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഒരു ലൈവായിട്ടുള്ള കാര്യമാകുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാന്ന് തോന്നിയോണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ചെയ്തത്. ഓക്കെ, സോ ഇതാണ് നമ്മളെ ലക്ഷ്യം. ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഞാൻ ജനറലി എനിക്ക് വന്ന മെസ്സേജസ് ഒക്കെ കൂടി വെച്ച് എല്ലാതും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളും നിങ്ങൾ വരുത്തുന്ന കുറച്ച് ടൈപ്പ് ഓഫ് മിസ്റ്റേക്സും എല്ലതും കൂടി പറഞ്ഞ് ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലതും മിക്സ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിനുശേഷം നിങ്ങളെ ഭാഗത്തുനിന്ന് കുറച്ച് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, അതും പറയാം, നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചോദ്യം ചിലപ്പം മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ ആ രീതിക്ക് പോവാന്നുള്ള ഇതിലാണ് ഇന്നത്തെ. ഇത് എത്ര ഹവേഴ്സ് ഉണ്ടാവും, എത്ര സമയം വരെ ഉണ്ടാവും എന്ന് എനിക്കും അറിയില്ല, ഒന്നും പ്ലാൻഡ് അല്ല. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു രീതിക്ക് ജസ്റ്റ് ഒരു ലൈവ് ചാറ്റ് എന്നുള്ള രീതിയിൽ, എൻ്റെ ഒരു ഫ്രണ്ടായിട്ടോ ബ്രദറായിട്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാം. നോ ഇഷ്യൂ. ഒരാൾക്കാർ എന്നെ ഡാന്നും ബ്രോന്നും ഒക്കെയാണ് എന്നെ വിളിക്കാറ്. ഇവൻതോ സാറായിട്ടൊന്നും ആരെങ്ങനെ കാണാറൊന്നുമില്ല. അപ്പം അങ്ങനെ കാണുമെന്ന് ഞാൻ പറയുന്നുമില്ലല്ലോ. ഓക്കെ, നമ്മളെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പാസ്സാവണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, എൻ്റെ പഴയ പോഡ്കാസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ച് ഇനിയിപ്പം ഇതിൽ നിന്ന് ഒരു മാറ്റമില്ല, ഇത് കഴിയാതെ വേറൊരു പരിപാടി ഞാൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും കണ്ടിന്യൂസ്ലി പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു. എൻ്റെ പഴയ പോഡ്കാസ്റ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ ഈ ലക്ഷ്യം നിറവേറ്റിയത് ആക്ച്വലി കഴിഞ്ഞ മെയ് 2024 അറ്റംപ്റ്റിൽ ഞാൻ CA ക്വാളിഫൈഡ് ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഒരുപാട് തവണ തോറ്റിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്ന കാര്യമായിരുന്നു, ഒരുപാട് തവണ തോറ്റിട്ടുണ്ട്. തോറ്റ് തന്നെയാണ് ലാസ്റ്റ് ക്വാളിഫൈഡ് ആയത്. അപ്പോൾ തോൽക്കുമ്പോൾ എങ്ങനെയാണ് മനഃശക്തി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ തവണ തോൽക്കുമ്പോഴും എന്താണ് പ്രശ്നം പറ്റിയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, തിരുത്താൻ പറ്റുമോ നോക്കും. എന്നിട്ടും തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിലാണ് എന്തെങ്കിലും വീണ്ടും ഫെയിൽ ആവുക. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു മൊമെൻ്റ് എത്തുമ്പോൾ തിരുത്തി റെഡി ആവുകയും ചെയ്യും. അങ്ങനെ റെഡിയായി അൾട്ടിമേറ്റ്ലി ഞാനിപ്പോൾ ക്വാളിഫൈഡ് ആയി. ഞാൻ സത്യം പറയാം, ഐ ആം ജസ്റ്റ് ആൻ ആവറേജ് ഓർ ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ്. ഞാൻ വലിയ ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തലയിൽ നിൽക്കുന്ന ഒരാളെ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവൻ ദോ ഞാൻ ഇപ്പോൾ ക്വാളിഫൈഡ് ആയി. സത്യം പറയാം, ഇപ്പോൾ എനിക്ക് കിട്ടുന്നൊരു റെക്കഗ്നീഷൻ ഉണ്ട്. പണ്ട് എനിക്ക് കിട്ടിയിരുന്നൊരു റെക്കഗ്നീഷൻ വേറെ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. സത്യം പറയാൻ ഞാൻ ആസ്വദിക്കുകയാണ്. ഞാൻ എന്നെ പൊക്കി പറയുക, അല്ലെങ്കിൽ ഞാൻ SP അടിച്ച് പറയുകയല്ല. സത്യം പറയാം, അത് ആസ്വദിക്കണം. അത് ആ മൊമെൻറ്റ് നിങ്ങൾക്കും കിട്ടണം. സൗണ്ട് കുറവുണ്ടോ? ഹെഡ്ഫോൺ യൂസ് ചെയ്യണോ? സൗണ്ട് കുറവുണ്ടോ? സിമിലറായിട്ട് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്യാം. ഇല്ല, കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, വേണ്ട, ഓക്കെ ഫൈൻ, ഓക്കെ നോർമൽ, ഓക്കെ. ഓക്കെ, അപ്പോൾ
ഇത് എനിക്ക് മാത്രമല്ല ഉള്ളൂ, എൻ്റെ പാരൻസിന് കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ ഉണ്ട് ഇപ്പോൾ. അതാ പറഞ്ഞേ. അപ്പോൾ അതെല്ലാവർക്കും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു, ഇപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു മോട്ടീവ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇതിലെ മെജോറിറ്റി ആൾക്കാരും ഫെയിൽ ആയ ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ ഗ്രൂപ്പ് 1 കിട്ടി, ഗ്രൂപ്പ് 1 കിട്ടിയിട്ടില്ല, ഗ്രൂപ്പ് 2 കിട്ടിയിട്ടില്ല, അങ്ങനെ പല മിക്സഡ് ഓഫ് ആൾക്കാരും ഉണ്ടാവും. എനിക്ക് എത്ര ഏജ് ആയി അതൊക്കെ ലാസ്റ്റ് ചോദിക്കാം. വിഷ്ണു, നമുക്ക് എൻ്റെ ഏജും കാര്യങ്ങളും നിങ്ങൾക്ക് പേഴ്സണൽ ക്വറീസിൽ നമുക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് എന്തും ചോദിക്കാം. എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു തരും. ഓക്കെ, ഇവൻ ദോ മൈ ഏജ് ഓൾസോ. ഓക്കെ. സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ബി നെഗറ്റീവ്. ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച കാര്യം ഇതായിരുന്നു, എനിക്കിനി മടുത്തു, ഡ്രോപ്പ് ഔട്ട് ചെയ്യാമെന്നുള്ള ചിന്തയിലപ്പം നിൽക്കുന്നത്. കാരണം 3 അറ്റംപ്റ്റ് ആയി, 4 അറ്റംപ്റ്റ് ആയി, എന്താണ് നിങ്ങൾക്ക് തെറ്റെന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റിൽ എനിക്കിനി പറ്റുമെന്ന് അറിയില്ല, എൻ്റെ എല്ലാ കോൺഫിഡൻസ് പോകുന്നു, വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് പ്രഷേഴ്സ് ഒരുപാടുണ്ട്, അതുകൊണ്ട് എനിക്കിനി ഇത് പറ്റണില്ല എന്നുള്ള രീതിയിലാണ് കുറേ ആൾക്കാർ സംസാരിച്ചത്. അത് പേഴ്സണലി വിളിച്ചവരുണ്ട്, മെസ്സേജ് അയച്ചവരുണ്ട്. ഈ പറഞ്ഞ കാര്യം തന്നെ ഈ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. ലൈഫ് ഈസ് നോട്ട് സെയിം ഫോർ എവരി വൺ. എല്ലാവർക്കും ഒരേപോലെ അല്ല ലൈഫ്. അവരുടേതായ സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ട്, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നമ്മൾ ഇതിനോട്ട് ഇറങ്ങി തിരിച്ചതാണ്, അതന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത് നമ്മൾ ഇപ്പം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ സത്യം പറയാം, യു വിൽ ബി ഗിൽറ്റി. കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റ് സർക്കിളിലുള്ള ആൾക്കാരോ ഇത് പാസ്സാവുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തോന്നുന്നൊരു ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റി ഉണ്ട്. ആ മെൻറ്റാലിറ്റിയിലുള്ള ഒരുപാട് ആൾക്കാർ എനിക്കറിയാം, എൻ്റെ കൂടെ പഠിച്ചിരുന്നത്. ഇപ്പോൾ എന്നോട് അല്ലെങ്കിൽ എന്നെ മെസ്സേജ് അയച്ചിട്ട് പറയും, അന്നത് കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരുന്നു, വെറുതെ ചാടിക്കേറി വേറെ ഇതിന് പോയി എന്തെങ്കിലും ഒന്ന് ഇരുന്ന് നോക്കിയാൽ മതിയായിരുന്നു എന്ന രീതിയിൽ സംസാരിച്ചത്. സോ അത് വരും, ഷുവറാണ്. സോ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഡ്രോപ്പ് ഔട്ട് ചെയ്യരുത്. ഓക്കെ. സോ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് നെഗറ്റീവ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ തെറ്റ് മനസ്സിലാക്കിയാൽ മതി. എവിടെയാണ് പ്രശ്നം പറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കത് കയറി പോരാൻ പറ്റും. ഓക്കെ. ഇനി അതെങ്ങനെ മനസ്സിലാക്കുക, തെറ്റെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് നമ്മൾ പറയാം. ഏജ് പോകുന്നത് കൊണ്ട് പഠിക്കാൻ പറ്റണില്ല, സെയിം സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ടോ. ഏജ് ഇപ്പം ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് മാരീഡ്, സ്റ്റിൽ മാരീഡ് അല്ല. അപ്പോൾ ഞാനിതൊരു ഇതായിട്ട് പറയല്ല, സ്റ്റിൽ മാരീഡ് അല്ല. പക്ഷെ എൻ്റെ കൂടെ ഉള്ള പല ആൾക്കാരും മാരീഡാണ്. എൻ്റെ ഇളയ ആൾക്കാർ കുറേ ആൾക്കാർ മാരീഡാണ്, അവർ സെറ്റിൽഡാണ്, എന്താ പറയുക, കുട്ടികളുള്ളവരുണ്ട്. സോ അതെല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഏജ് പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ സ്വപ്നങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് അത് തെറ്റാണ്. മനസ്സിലായോ? ഇതിപ്പം എത്രയും നേരത്തെ ഏജിൽ പാസ് ഔട്ട് ആവുന്ന ആൾക്കാർ വിരലിലുണ്ടാവുന്ന ആൾക്കാരല്ലേ ഉള്ളൂ, വളരെ കുറവാണ് നേരത്തെ പാസ് ഔട്ട് ആവുന്നവർ. എല്ലാവരും അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെയാണ് പാസ്സാവുന്നത്. ഇത്ര വലിയ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര വലിയ സംഭവം സൂപ്പർവായിട്ടുള്ള പഠിക്കുന്ന ആൾക്കാരെ ചിലപ്പം അധികം കുറച്ച് അറ്റംപ്റ്റ് ഫൈനലെങ്കിലും എടുത്തു പോകും, ചിലപ്പോൾ 1 അറ്റംപ്റ്റ് 2 അറ്റംപ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ. സോ അത് അങ്ങനത്തെ ഒരു കോഴ്സാണിത്. അതിന് ആദ്യം അങ്ങനെ ബിലീവ് ചെയ്യണം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോഴ്സ്. അത് അങ്ങനത്തെ ഒരു കോഴ്സാണ്. ചിലപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി പോകും, എല്ലാവർക്കും അതേപോലെ പറ്റണമെന്നില്ല. ചിലപ്പോൾ 1-2 അറ്റംപ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാം. സോ ഇറ്റ് ഹാപ്പൻസ്. സോ ഫെയിൽ ആൻഡ് ഇതൊക്കെ എന്താ പറയുക, ഇതിൽ നോർമലാണ്. ഫെയിലും പാസ്സാവുന്നതും ഇതൊക്കെ ഇതിൽ നോർമലാണ്. പേജ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യണം, പെട്ടെന്ന് പാസ് ഔട്ട് എടുക്കാനുള്ള പണി നമ്മൾ എടുക്കണം. എന്താണ് മിസ്റ്റേക്ക് പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ. ഇതും പല ആൾക്കാർ പറഞ്ഞൊരു പ്രശ്നമായിരുന്നു, ഏജ് പോകുന്നു, എൽഡർ ബോയ് ആണ് അല്ലെങ്കിൽ എൽഡർ ഡോട്ടറാണ്, എൽഡർ സണ്ണാണ് ഒക്കെ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ആൾക്കാർ. അടുത്ത ആൾ ചോദിച്ചത് അറ്റംപ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വാല്യൂ കുറയുക? ഇല്ല, ഒരിക്കലും ഇല്ല. അറ്റംപ്റ്റ് എന്താ പറയുക, ചില കമ്പനീസ് ഞാൻ കണ്ടിട്ടുണ്ട് അറ്റംപ്റ്റ് നോക്കിയിട്ട് എടുക്കുന്ന കണ്ടിട്ടുണ്ട്. സോ ഈവൻ ദോ അറ്റംപ്റ്റിൻ്റെ കാര്യത്തിൽ ഐ തിങ്ക് അവിടെ റെലവൻസ് ഇല്ല, വല്ലാണ്ട് റെലവൻസ് ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ അറ്റംപ്റ്റ് കൂടുന്തോളം ആൾക്കാരുടെ നോളജ് ഭയങ്കരമായിരിക്കും. ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായ ഒരാളും സെക്കൻഡോ തേർഡ് അറ്റംപ്റ്റ് എടുത്ത പാസ്സായ ഒരാളുടെ നോളജ് നോക്കുമ്പം ഏറ്റവും കൂടുതൽ നോളജ് സെക്കൻഡോ തേർഡ് അറ്റംപ്റ്റ് എടുത്ത ആൾക്കായിരിക്കും ഡെഫിനറ്റ്ലി. സോ അറ്റംപ്റ്റ് കൂടുന്തോറും വാല്യൂ കുറയുക ഒരാളും നിങ്ങളോട് ചോദിക്കൂല. നിങ്ങൾ കോർപ്പറേറ്റിലേക്ക് പോകുമ്പോൾ ഒരാളും നിങ്ങളോട് ചോദിക്കൂല നിങ്ങൾ എത്ര അറ്റംപ്റ്റിലാണ് പാസ്സായെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ടീംമേറ്റിലോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും തമ്മിൽ ചോദിക്കൂല നിങ്ങൾ എത്ര പാസ്സായി, എത്ര അറ്റംപ്റ്റിലാണ് പാസ്സായെന്നും ചോദിക്കൂല. യു ആർ എ CMA, ദാറ്റ്സ് ഓൾ. നിങ്ങൾ CMA ആണ്, അയാളും CMA ആണ്, അത്ര നോക്കുള്ളൂ. അതിൽ വേറെ ഇതൊന്നുമില്ല. ഓക്കെ. ദെൻ ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അടുത്ത ചോദ്യം, ഇതിപ്പോൾ ഞാൻ നെഗറ്റീവ് അടിക്കണ്ടെന്ന് ആദ്യം പറഞ്ഞ്, അതിലേക്ക് പ്രത്യേകിച്ച് പറയാനില്ല. നിങ്ങളെ മൈൻഡാണ്. മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നും നടക്കില്ല. സത്യം പറയാം, മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കത് പറ്റൂല, ഞാൻ ഇനി ഇത് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ്, ഏജ് പോകുന്നത്, അതാവുന്നു, ഫാമിലി പ്രഷർ, അത് ഇത്,
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് ഇട്ട് പഠിച്ചാലും അതിനൊന്നും ഒരു പ്രോപ്പർ നമുക്കൊരു റിസൾട്ട് കിട്ടില്ല, അൾട്ടിമേറ്റ് വേസ്റ്റ് ആയി പോകും. സോ മൈൻഡ് ഓക്കെ ആക്കി എടുക്കണം. ഓക്കെ ഓക്കെ. സോ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ട്രോമ പോലെ ഉണ്ടാവും, ജൂൺ കഴിഞ്ഞ് ഡിസംബർ ആവുന്നു, ഡിസംബർ കഴിഞ്ഞ് വീണ്ടും ജൂൺ ആവുന്നു, ഈ ഒരു ഇതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇത് ഓടി ഇങ്ങും എത്തുന്നില്ല എന്നുള്ള രൂപത്തിൽ പോകുന്നു. സോ എന്തുകൊണ്ട് അങ്ങനെ? നിങ്ങൾ പഠിക്കാഞ്ഞിട്ടല്ലല്ലോ, എല്ലാവരും മെനക്കെട്ട് പഠിക്കുന്നുണ്ട്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും, ഈ കോഴ്സിൽ കയറി കഴിഞ്ഞാൽ ആരും പഠിക്കാതിരിക്കണില്ല. ഏത് മടിയനും എന്ത് പഠിച്ചു പോകും, കാരണം അങ്ങനത്തെ ഒരു കോഴ്സാണിത്. അപ്പോൾ പഠിക്കാഞ്ഞിട്ടല്ലാവില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും എഴുതുന്നിടത്തുള്ള പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ കൊണ്ടുപോയിട്ട് പഠിക്കൽ കൊണ്ടുപോയി കലമെടുക്കാന്ന് പറയില്ല, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവസാനത്തെ 10 ദിവസമൊക്കെ കൊണ്ടുപോയിട്ട് വെറുതെ കളയും, അല്ലെങ്കിൽ ആ ടെൻഷൻ അടിച്ചിട്ട് എക്സാം പ്രോപ്പറായിട്ട് എഴുതൂല, ഇപ്പോൾ പഠിച്ചതൊക്കെ വേസ്റ്റ് ആയില്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ലാസ്റ്റ് ഡേ നല്ല ആദ്യത്തെ 3 മാസമൊക്കെ പെർഫെക്റ്റ്ലി പഠിച്ച് സ്കാനറൊക്കെ ചെയ്ത് ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് ഒക്കെ പെർഫെക്റ്റ് ആക്കും. അവസാനത്തെ 10 ദിവസത്തിൽ മൊത്തം കൊണ്ടേ കൊളാക്കി, എക്സാമും 3 മണിക്കൂർ വെറുതെ കൊണ്ടേ കൊളാക്കി, എന്നിട്ട് പറഞ്ഞിരിക്കും എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരില്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും ഞാൻ അങ്ങനെയല്ലേ എന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, പഠിത്തത്തെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാം പ്രോപ്പറായിട്ട് എഴുതുക എന്നുള്ളതാണ്. 3 മണിക്കൂർ ആ എക്സാം പ്രോപ്പറായിട്ട് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് നിങ്ങൾ നന്നായി പഠിച്ച് ആ 3 മണിക്കൂർ നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അൾട്ടിമേറ്റ് വേസ്റ്റാണ്. നിങ്ങൾ അസസ് ചെയ്യുന്നത് ആക്ച്വലി ആ 3 മണിക്കൂറിലാണ്. ആ 3 മണിക്കൂർ നിങ്ങൾ എത്രത്തോളം എഴുതി എന്നുള്ളതാണ് അവിടെ അസസ് ചെയ്യുന്നത്. അതാ നോക്കുന്നത്, നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് അവിടെയാണ് നോക്കുന്നത്. അവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അൾട്ടിമേറ്റ് വേസ്റ്റ് അല്ലടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്, ഒരുപാട്. എസ്പെഷ്യലി ഞാനത് കണ്ടിട്ടുള്ളത് കൂടുതലും ഗേൾസിലാണ്. ഞാനത് കണ്ടത് പേഴ്സണലി എനിക്ക് അയച്ച മെസ്സേജുകളിൽ ഗേൾസിലാണ് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രശ്നം കണ്ടത്. ഈ ടെൻഷൻ അടിച്ചിട്ട് അവസാന മൊമെൻറ്റിൽ കൊണ്ടുപോയി കൊള്ളാക്കുന്നത്. നല്ലോണം പഠിച്ചിട്ടുണ്ടാവും, നല്ല നോളജ് ആയിരിക്കും, പക്ഷേ എക്സാം എഴുതാൻ പറ്റില്ല. പേടി, റിസൾട്ട് അങ്ങനെ ആവും എന്നുള്ള പേടി. ഒരിക്കലും അതും പാടില്ല. ഓക്കെ, അത് ഇനീഷ്യലി ഇതൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എനിക്ക് വന്ന മെസ്സേജസ് ആയിരുന്നു, ടൈപ്പ് ഓഫ് മെസ്സേജസ് ആയിരുന്നു. നെഗറ്റീവ് അടിച്ചിട്ട് അങ്ങനെ പഠിക്കാതെ ഇരിക്കുന്ന, പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ട് അതൊക്കെ കൂടി ഒത്തൊരുമിച്ച് പറഞ്ഞു. ഇനി വന്ന അടുത്തൊരു ചോദ്യമായിരുന്നു, ബോത്ത് എഴുതണോ സിംഗിൾ എഴുതണോ? എന്നോട് ഏകദേശം ഒരു 50-60 ആൾക്കാരെ മുകളിൽ ചോദിച്ചൊരു ചോദ്യമായിരിക്കും, സിമിലറായിട്ട് ചോദിച്ച ചോദ്യമായിരിക്കും, ബോത്ത് എഴുതണോ സിംഗിൾ എഴുതണോ? അവർക്കൊക്കെ തന്ന മറുപടി ഞാൻ ഒരേ മറുപടിയാണ് കൊടുത്തത്, ബോത്ത് എഴുതണോ സിംഗിൾ എഴുതണോ എന്നുള്ളത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. അത് ഞാൻ സജസ്റ്റ് ചെയ്താലും വേറെ ആൾ സജസ്റ്റ് ചെയ്യുന്നത് നന്നാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനും എപ്പോഴും സിംഗിളാണ് തിരഞ്ഞെടുക്കാറ്. ഞാൻ എപ്പോഴും സിംഗിൾ ഗ്രൂപ്പാണ് എഴുതാറ്. ഇപ്പോൾ ബോത്ത് എഴുതാണെങ്കിൽ തന്നെ കോൺസെൻട്രേറ്റഡ് വിൽ ബി ഓൺ സിംഗിൾ ഗ്രൂപ്പ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് അത് താങ്ങൂല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം 8 സബ്ജക്റ്റ് അങ്ങനെ പഠിച്ചു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പോസിബിൾ അല്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എനിക്ക് എല്ലാ 8 സബ്ജക്റ്റ് മാനേജ് ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. അത് മാത്രമല്ല, 8 പേപ്പർ എഴുതുക എന്ന് പറഞ്ഞാലും അതും എനിക്ക് അത്ര മാനേജബിൾ അല്ല. 8 പേപ്പർ എഴുതണ്ടേ, അപ്പോൾ ഞാൻ 4 പേപ്പർ എഴുതിയാൽ തന്നെ ഞാൻ ക്ഷീണിക്കും, ടയർഡാവും, എൻ്റെ മൈൻഡൊക്കെ പോകും. അപ്പോൾ 4ാമത്തെ പേപ്പർക്ക് എനിക്ക് എത്തൂല എന്ന് എനിക്ക് തന്നെ അറിയാം. അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, അവിടെ വെച്ച് ലിമിറ്റ് ചെയ്യും. ഒരു സിംഗിൾ ഗ്രൂപ്പിൽ വെച്ച് ഞാൻ അധികം എല്ലാ അറ്റംപ്റ്റും ഞാൻ അധികം ട്രൈ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് മാത്രം. ബോത്ത് ഗ്രൂപ്പ് ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് മാത്രം ബോത്ത് ഗ്രൂപ്പ് ട്രൈ ചെയ്ത്, പക്ഷേ അതിൽ തന്നെ ഒരു ഗ്രൂപ്പ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, രണ്ടാമത്തെ ഗ്രൂപ്പ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്റർവ്യൂ ഫൈനലൊക്കെ ഒരു ഗ്രൂപ്പ് മാത്രം എഴുതി. ഇനി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ബോത്ത് എഴുതിയവരുണ്ട്, അവർക്കത് പറ്റും, അതിൽ പാസ്സായവരുമുണ്ട്. ഇനി ഏറ്റവും നല്ലത് ഏതാ, ബോത്ത് എഴുതുന്നതാണ് സിംഗിൾ എഴുതണം? ഞാൻ പറയും ബോത്ത് എഴുതുന്നതാണ് നല്ലതെന്ന് പറയും. ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ സൂപ്പർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് എഴുതുന്നതാണ്. ഇനി അതെങ്ങനെ ചൂസ് ചെയ്യാം? ഇപ്പം ഞാൻ എൻ്റെ കാപ്പബിലിറ്റി എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തെന്ന് പറയും. നിങ്ങളതെങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളെ സ്റ്റേജ് ഞാൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നോളജ് വൈസ് ഏകദേശം എല്ലാ സബ്ജക്റ്റും ഓക്കെയാണ്. സബ്ജക്റ്റിൽ ഇനി പുതിയതായിട്ടൊന്നും പുതിയ ക്ലാസ് കേൾക്കാനില്ല. ക്ലാസ് കേൾക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം വേണം, അതിനുള്ള സമയമില്ല. അപ്പോൾ ക്ലാസ് കേൾക്കാനില്ല, അല്ലെങ്കിൽ ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാനില്ല, പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല. പഠിച്ച സാധനം കയ്യിലുണ്ട്, അതൊന്ന് റെഡിയാക്കി എടുക്കണം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യണം, ഒന്ന് ലെവലപ്പ് ആക്കി എടുത്ത് ഈ 3 മാസത്തിൽ റെഡിയാക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ബെറ്റർ ഗോ വിത്ത് ബോത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതല്ല, 1-2 സബ്ജക്റ്റ് വീക്കാണ്, അല്ലെങ്കിൽ ഇനി ആ സബ്ജക്റ്റ് എന്താ വെച്ചാൽ ആ സബ്ജക്റ്റിൽ വളരെ വീക്കാണ്, ക്ലാസ് കേൾക്കണം, ക്ലാസ് കേട്ട് റെഡിയാക്കി കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം എന്തില്ല, നമുക്കിവിടെ ഇല്ലതാണ്. മനസ്സിലായോ? ക്ലാസ് കേട്ട് കൊണ്ടുവരാനുള്ള സമയം ഇനി ഇല്ല. ഓക്കെ, അതിന് 3 മാസമേ ഉള്ളൂ. അതിൽ ക്ലാസ് കേൾക്കണമെങ്കിൽ തന്നെ എങ്ങനെയായാലും മിനിമം ഒരു ക്ലാസ് എന്താ പറയുക,
ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ല, ഞാൻ അത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ റെക്കോർഡഡ് ക്ലാസ്സസിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. റെക്കോർഡ് പർച്ചേസ് ചെയ്ത് കാണാമെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ് അല്ലാതെ റെക്കോർഡ് പർച്ചേസ് ചെയ്ത് കാണാമെന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, സബ്ജക്റ്റ് പെൻഡിങ് ആണ്, നിങ്ങൾ ക്ലാസ് വാങ്ങി കാണാനുള്ള ഒരു പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം ബോത്ത് ഗ്രൂപ്പിനുള്ളതില്ല, സിംഗ് ഗ്രൂപ്പിനുള്ള സമയം തന്നെ ഉള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് എപ്പോഴും കിട്ടിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ബോത്ത് സിംഗിൾ എഴുതണം എന്നുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് പഠിക്കുന്ന പോലെ തന്നെ എക്സാം എഴുതുക എന്നുള്ളത്. എക്സാമിൽ 8 പേപ്പർ നിങ്ങൾ ഒരുമിച്ച് എഴുതണം, അതും ചിന്തിക്കണം. CMA 8 പേപ്പർ ഒരുമിച്ച് എഴുതണം. സോ 8 പേപ്പർ ഒരുമിച്ച് എഴുതുമ്പോൾ ഒരു പേപ്പറിന് അടുത്ത പേപ്പർക്ക് പോകുമ്പോൾ ഒരു ഹാഫ് ഡേ ലീവാണ് നമുക്ക് കിട്ടുന്നത്. സോ ഹാഫ് ഡേ ടൈമാണ് നമുക്ക് റിവിഷൻ ഉള്ളത്. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ നിന്ന് അടുത്ത സബ്ജക്റ്റ് സ്വിച്ച് ചെയ്യുമ്പം ആ ഹാഫ് ഡേ എനിക്ക് യൂട്ടിലൈസ് ചെയ്ത് ആ ഹാഫ് ഡേ കൊണ്ട് തന്നെ പഠിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് അടുത്ത സബ്ജക്റ്റ് എഴുതാൻ പറ്റണം എന്നുള്ളൊരു കോൺഫിഡൻസും അവിടെ വേണം. അതും ഞാൻ പറയാം, അതും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 മാസം പഠിക്കുന്നത് മാത്രമല്ല, ആ 8 പേപ്പർ ഒരുമിച്ച് എഴുതുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടുമായിരുന്നു എനിക്ക് വീക്ക്. കാരണം 8 സബ്ജക്റ്റ് എനിക്ക് ഒതുങ്ങൂല, 8 പേപ്പർ ഒരുമിച്ച് എഴുതാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഞാൻ എപ്പോഴും തിരഞ്ഞെടുത്തത് സിംഗിളായിരുന്നു. ഇനി അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബോത്ത് ചൂസ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ്. ഡിസിഷൻ എടുത്ത പോലെ ആയിരിക്കണം. ബോത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചേഞ്ച് ഇല്ല. ഈ ഡിസംബർ 1-ാം തീയതി കൊണ്ടുപോയിക്കാണ്ട് ചേഞ്ച് ചെയ്യും, എന്ത് ഇനി മതി, ഇനിയിപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ തന്നെ പോകാമെന്നുള്ളത് പാടില്ല. നിങ്ങളിപ്പോൾ ഒരു സാധനം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സംഭവം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിലായിരിക്കണം പിന്നെ അതിന് മുന്നോട്ട് പോകേണ്ടത്. പല ആൾക്കാരും അവിടെ വെച്ച് മാറും. അവസാനം എത്തുമ്പോൾ നവംബർ അല്ലെങ്കിൽ ആ സമയമൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും, മാറിക്കാണ്ട് ഓക്കെ ഇനി സിംഗിൾ നോക്കാമെന്ന് പറഞ്ഞ് പോകും. അപ്പോൾ അങ്ങോട്ടും ഇല്ലാത്ത ലെവലാവും. ഒരിക്കലും അതും ചെയ്യരുത്, അതൊക്കെ വലിയ മിസ്റ്റേക്കാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം റെക്കോർഡ് ക്ലാസ് കണ്ടു പഠിക്കണം രീതി എന്ന് പറയുമ്പോൾ സിംഗിൾ ഗ്രൂപ്പ് ആകുമ്പോൾ. ഓക്കെ, അത് ഞാൻ പറയാം, ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി, ഇതൊന്ന് പറഞ്ഞിട്ട് പറയാം. റെക്കോർഡ് ക്ലാസ് ഒരുപാട് ആൾക്കാർ റെക്കോർഡ് വാങ്ങിയിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം, റെക്കോർഡ് വാങ്ങി പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം എക്സാം ഞാൻ പറഞ്ഞു ബോത്തോ സിംഗിൾ എന്നുള്ളത് പക്ക പേഴ്സണൽ ചോയ്സ് ആണ്. അത് വേറെ ആൾക്ക് അഡ്വൈസ് തരാൻ പറ്റില്ല. പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കാപ്പബിലിറ്റി ആണ്, പഠിക്കുന്ന രീതിയും സിറ്റുവേഷനും ഒക്കെ വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യും എനിക്കൊരിക്കലും അത് നിങ്ങൾ ബോത്ത് ചെയ്ത് അല്ലെങ്കിൽ സിംഗിൾ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും ബെറ്റർ ബോത്ത് ചെയ്തുക എന്നുള്ളതാണ്. പക്ഷേ ചൂസ് വൈസ്ലി. അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നിങ്ങൾ നോക്കേണ്ടത്. സബ്ജക്റ്റ് വൈസ് നോളജ് നോക്കണം, ഉള്ള സമയം നോക്കണം, ദെൻ അതുപോലെ തന്നെ 8 പേപ്പർ ഒരുമിച്ച് എഴുതാനുള്ള കാര്യം നോക്കണം, ലാസ്റ്റ് ഡേ റിവിഷൻസിനുള്ള ടൈം ഒതുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ ആ ഡിസിഷൻ എടുക്കേണ്ടത്. ഞാൻ പറയുന്നത് ഒരുപാട് കുട്ടികൾ ഇപ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സിംഗിൾ എടുത്ത് ഇപ്രാവശ്യം ബോത്ത് എടുത്തിട്ട് സെയിം ഉള്ള മെസ്സേജസ് ഞാൻ അയച്ച മെസ്സേജസിനെ തിരിച്ചയച്ചിട്ട് എനിക്ക് പറഞ്ഞിരുന്നത് അന്ന് ബോത്ത് എടുത്തോണ്ട് ഇപ്പം ഒരാൾക്ക് ഇങ്ങനെ മാർക്ക് കിട്ടിയ 204 ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിൽ 196 വെച്ചിട്ട് 400 കറക്റ്റ് പാസ്സായി. 2 ഗ്രൂപ്പും കിട്ടി ബോത്ത് ഗ്രൂപ്പിൻ്റെ. അതേപോലെ ഒരുപാട് കുട്ടികൾ അങ്ങനെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത ഗ്രൂപ്പ് കയറിയിട്ട് പാസ്സായി ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പറഞ്ഞ് ഇതേപോലെ അവർ അതിനനുസരിച്ച് ചൂസ് ചെയ്തെടുത്തവരായിരുന്നു, അങ്ങനെ പാസ്സായി. ഓക്കെ, അപ്പോൾ ബോത്തോ സിംഗിളോ എന്നുള്ളത് പക്ക യുവർ പേഴ്സണൽ ഡിസിഷൻ. അഗെയിൻ ഞാൻ പറയുന്നത് പക്ക യുവർ പേഴ്സണൽ. പക്ഷേ എടുക്കുകയാണെങ്കിൽ എപ്പോൾ എടുക്കണം ആ ഡിസിഷൻ, ഇനി സമയമില്ല, ഇപ്പോൾ ഡിസിഷൻ എടുക്കണം. ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ബോത്ത് സിംഗിൾ എന്നുള്ളതല്ല, ഇപ്പോൾ ഡിസിഷൻ എടുക്കുക, അതുമായിട്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്നീട് ഒരു ചേഞ്ച് പാടുമില്ല, അതൊക്കെ വലിയ മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു. പിന്നെ ചോദിച്ചൊരു കാര്യമായിരുന്നു, ഞാൻ ഒരു പോഡ്കാസ്റ്റിൽ ഒരു കാര്യം പറഞ്ഞ് ടെസ്റ്റ് സീരീസിനെ കുറിച്ച്. ടെസ്റ്റ് സീരീസ് പിന്നെ എനിക്ക് ഒരുപാട് മെസ്സേജസ് റിലേറ്റഡ് ടു ടെസ്റ്റ് സീരീസ് ആയിരുന്നു. അത് ഞാൻ പറയാം, അതോടെ ഞാൻ നിൽക്കട്ടെ, അത് ഞാൻ പറയാം. ബിഫോർ ദാറ്റ് കുറച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ അതേപോലെ വേറെ ആൾ ചോദിച്ചിരുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് എങ്ങനെ കാണാം എന്നുള്ളതിനെ കുറിച്ച് അതും ഞാൻ പറയാം. ദെൻ ഈ സ്കാനർ ചെയ്യണോ എന്നുള്ളതാണ് അടുത്ത വേറൊരു സംശയം ഉണ്ടായിരുന്നത്. സ്കാനർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ സ്കാനറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. സോ സ്കാനർ കുറേ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ചോദ്യം. സ്കാനർ ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ്. അപ്പോൾ കോസ്റ്റിംഗ് FM പോലത്തെ അക്കൗണ്ട്സ്, അങ്ങനത്തെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് FM പോലത്തെ ഈ പ്രോബ്ലം പേപ്പേഴ്സൊക്കെ അത്യാവശ്യം ഈ പറഞ്ഞ സ്കാനർ ചെയ്ത് പോകുന്നത് നല്ലതെന്ന് തന്നെ പറയും. ഇനി സ്കാനർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എസ്പെഷ്യലി കോസ്റ്റ് FM മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പോലത്തെ സബ്ജക്റ്റിൽ വെറുതെ സ്കാനർ നോക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാതെ കൺസെപ്ച്വലി നോളജ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ സ്കാനർ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ കാര്യമില്ല. സോ കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചൊരു കാര്യമായിരുന്നു, സാറ് സ്കാനർ മൊത്തം ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടും കോസ്റ്റിലൊന്നും മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റിലൊക്കെ ഒരേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഒന്നാമത് കോസ്റ്റ് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റാണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓൾസോ.
സോ അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് പോലത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ വരാമെന്നുള്ളത് ആൻസർ സിമിലർ ആയിരിക്കും. ആൻസർ ചിലപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ മുമ്പ് ഏതോ ചെയ്ത പോലത്തെ ഒരു ആൻസർ ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കത്തൂല. അതാണ് പല ആൾക്കാരുടെയും പ്രശ്നം. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കത്തൂല. അതെന്താണ്, അല്ലെങ്കിൽ എഫ് എം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തൂല. അപ്പോൾ അങ്ങനെ കത്താനുള്ള ഒരു ഇത് നിങ്ങൾ ചെയ്യണം. അത് നിങ്ങളെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യം. അതെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്ച്വലി സ്ട്രോങ് ആണെങ്കിൽ കത്തും, അല്ലെങ്കിൽ കത്തൂല. അതിന് ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ഡാറ്റ വെച്ച് ചെയ്ത് എന്നുള്ളത്. ബേസിക് ഡാറ്റ വർക്കിംഗ് നോട്ട് നമ്പർ 1 ബേസിക് ഡാറ്റ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് താഴെ എഴുതി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ കുറേ കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബെനിഫിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ പറയുന്നത് ഓക്കെ, അടുത്ത ചോദ്യം, ആദ്യം മെറ്റീരിയൽ കംപ്ലീറ്റഡ് ആക്കണോ അതോ സ്കാനർ നോക്കണം? ഞാൻ പറയുന്നത് ആദ്യം മെറ്റീരിയൽ. ഫസ്റ്റ് ICMA സാധനമാണ് ആദ്യം നോക്കേണ്ടത്. ICMA ടെക്സ്റ്റ് ബുക്കിലുള്ള മൊത്തം ക്വസ്റ്റ്യൻസ് അടക്കം MCQ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ. സോ നമ്മളെ മദർ ആക്ച്വലി എന്താ ICMA മെറ്റീരിയലാണ്. അത് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റുള്ളതായിട്ട് പോകരുത്. ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യണം. ആ റിസോഴ്സസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്കാനർ യൂസ് ചെയ്യുക. സ്കാനർ ലേറ്റസ്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് PDF യൂസ് ചെയ്യുന്നതിന് പകരം ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ വല്ല ബുക്കായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ എന്ന് പറയും. കാരണം ഫോൺ നോക്കി ചെയ്യുന്നതിനേക്കാളും എങ്ങനെയായാലും ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പഠിക്കാൻ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി വേറെ എവിടെയെങ്കിലും പോകും. മനസ്സിലായോ? ഒരു സബ്ജക്റ്റ് ഫുൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ടാണ് ശേഷം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ശരിയാണ്. അതിലും ഒരു പ്രശ്നമുണ്ട്. ഒരു സബ്ജക്റ്റ് ഫുള്ള് റെക്കോർഡഡ് കണ്ട് തീർത്തതിന് ശേഷം നമ്മൾ പഠിക്കാനിരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് ബെറ്റർ ആണോ എന്ന് എനിക്ക് സംശയം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ തീരുമ്പോൾ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് തീരുന്നതിനനുസരിച്ച് അപ്പം തന്നെ അതിൻ്റെ റിവിഷനോ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു പോകുന്നതല്ലേ നല്ലത് ക്ലാസ് കാണുമ്പോൾ തന്നെ. മറ്റേത് ക്ലാസ് മൊത്തം കണ്ടു തീർക്കുക എന്നുള്ളൊരു ചടങ്ങ് പോലെ തീർത്തിട്ട് പിന്നെ അത് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് മടുപ്പായിരിക്കും, അല്ലെങ്കിൽ അത് പ്രോപ്പർ ഒരു പ്ലാനിൽ പോകണമെന്നില്ല. ഡിപ്പെൻസ്. ഏറ്റവും ബെറ്റർ ഇപ്പോൾ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ DT യിലെ സാലറിയുടെ മൊത്തം ക്ലാസ് നിങ്ങൾ കണ്ട്, സാലറിയുടെ മൊത്തം പ്രൊവിഷൻസ് നിങ്ങൾ പഠിച്ച്, അതിനുശേഷം സാലറിയുടെ മൊത്തം എന്ത് ചെയ്യുക, മെറ്റീരിയൽ ക്വസ്റ്റ്യൻ മൊത്തം ചെയ്യുക, പ്ലസ് സ്കാനറിൽ മൊത്തം ക്വസ്റ്റ്യൻ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്നത്, ഇമ്പോർട്ടൻ്റ് എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തോന്നുമല്ലോ, ഇത് കുഴപ്പം, ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇമ്പോർട്ടൻ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക. അറിയാത്തത് ഫാക്കൽറ്റീനോട് അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. സാലറി കഴിഞ്ഞ് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രൊവിഷൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വെക്കുക, പ്ലസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തൊന്ന് ചെയ്ത് വെക്കുക. കഴിഞ്ഞ് റിവിഷൻ, രണ്ടാമത്തെ റിവിഷനും കഴിഞ്ഞ്. പിന്നെ മൂന്നാമത്തെ റിവിഷൻ പറ്റുമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ, സാലറി പിന്നെ മറക്കുകയില്ല, സംഭവം കയ്യിലുണ്ടാവും. പിന്നെ റിവിഷൻ പോകേണ്ടത് എവിടെയാണ്, നമ്മൾ എക്സാമിൻ്റെ തൊട്ട് തലേന്ന് നോക്കുമ്പോൾ സിമ്പിളായിട്ട് സാധനം കയ്യിൽ കിട്ടും. പ്ലസ് നമ്മൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക, ബൈ ഹാൻഡ് ചെയ്ത് നോക്കുക, തീർന്നു. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ആ ഫ്ലോ പോകേണ്ടത്. അപ്പം അത്യാവശ്യം റിവിഷൻ കിട്ടും ചെയ്യും, ക്ലാസ്സും ഓട്ടോമാറ്റിക്കലി അവിടെ പിന്നാലെ കണ്ടുപോയിട്ടുണ്ടാവും. ഈ രീതിക്ക് പോവുകയാണെങ്കിൽ ബെറ്ററായിട്ട് നമുക്ക് പോർഷൻസ് തീർക്കാൻ പറ്റും. മറ്റേത് റെക്കോർഡ് മൊത്തം കണ്ടിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ റിവിഷൻ ചെയ്യുക എന്നുള്ള ഇതിലോട്ട് പോകുമ്പം അത് ചിലപ്പം അത്ര വലിയ ബെനിഫിറ്റ് ആവണമെന്നില്ല. ഡിപ്പെൻസ്. ഞാൻ വീണ്ടും പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് അതാണ് സ്യൂട്ടബിൾ ആവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ ചൂസ് ചെയ്യുക. പിന്നെ ഒരു ചോദിച്ച ചോദ്യം എന്തായിരുന്നു, ചോദ്യം കണ്ടില്ല. ഒരു സബ്ജക്റ്റ് ഫുൾ ചാപ്റ്ററും പഠിക്കണോ അതോ സെലക്റ്റീവ് ആയിട്ടാണ്? അത് ഡിപ്പെൻസ്. അത് ഫുൾ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഫുൾ ചാപ്റ്റർ പഠിച്ചിട്ട് ചെയ്തു പോകും, അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആണെങ്കിലും പോകാം. ഏതാണെങ്കിലും അത് ഡിപ്പെൻസ് അപ്പോൺ യു. ഞാൻ അധികവും ചെയ്യാറ്, ഇപ്പോൾ സാലറി ആണെങ്കിൽ ഇറ്റ്സ് മാനേജബിൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി ചാപ്റ്റർ മൊത്തം പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ്, പ്രശ്നമില്ല. പക്ഷേ PGP അങ്ങനെയല്ല. PGP മൊത്തം പഠിച്ചിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തണമെന്നില്ല. അപ്പം ബെറ്റർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറച്ച് ഐഡിയ നോക്കിയിട്ട് അതിന് ശേഷം അതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്ത് ഒന്ന് റെഡി ആക്കിയതിന് ശേഷം അടുത്തയിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ അത് സെൽഫായിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് ഏത് രീതിക്ക് പോകണം എന്നുള്ളത്. ഓക്കെ. പിന്നെ ഒരു സബ്ജക്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വേറെ സബ്ജക്റ്റ് തുടങ്ങുന്നതാണോ നല്ലത് അതോ മിക്സ് ആക്കി പഠിക്കുന്നതാണ് നല്ലത്? ബെറ്റർ മിക്സ് ആക്കി പഠിക്കുന്നത് നല്ലത്. കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ ഒരേ സംഭവം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് മടുപ്പാവും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഡെയിലി പഠിക്കുമ്പോൾ വരെ മിക്സ് ആക്കി പഠിച്ച് നോക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പം പറയാറില്ലേ, അടുത്ത 2-3 ദിവസം ഞാൻ ഓഡിറ്റ് അല്ലെങ്കിൽ ലോ മാത്രം പഠിച്ചു നോക്കട്ടെ, ലോ മൊത്തം തീർക്കാന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബേർഡനായി തോന്നും, നമുക്ക് തന്നെ പഠിക്കുന്നത് മടുപ്പായി തോന്നും. ആക്ച്വലി പഠിക്കുന്നത് എന്തല്ല വലിയ രസമുള്ള കാര്യമില്ല. നമുക്ക് സിനിമ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ നമ്മൾ അടുപ്പിച്ചിരുന്ന് കാണും, നമുക്കൊരു പ്രശ്നമില്ല. ഇവൻ്റെ ബ്രേക്ക് ഇല്ലെങ്കിലും ഇൻ്റർവെൽ ഇല്ലെങ്കിലും നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണും. പക്ഷേ പഠിക്കാമെന്ന് പറയുമ്പോൾ 2-3 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് ഒരേ സാധനം തന്നെ പഠിച്ചു നോക്കി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു വിജയുടെ സിനിമ 3 മണിക്കൂറാണെങ്കിലും സിനിമ കൊള്ളില്ലെങ്കിലും നമ്മൾ ഇത് എന്ത് ചെയ്യും, ഇരുന്ന് കാണും, നമ്മളിരുന്ന് കണ്ടുപോകും, നമുക്കത് മടുപ്പായി തോന്നില്ല. ഓക്കെ. അപ്പം നേരെ മറിച്ച് നമ്മളൊരു സബ്ജക്റ്റ്, ലോ പോലുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിച്ച് മുന്നോട്ട് ഇരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര 3 hours അല്ലെങ്കിൽ അത്രയും ഒരു ഡേ മൊത്തം ഒരേ സബ്ജക്റ്റ് തന്നെ നോക്കുമ്പോൾ നമുക്കത് അത്ര സുഖകരമായി തോന്നണമെന്നില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞ മിക്സ് ചെയ്ത് പഠിക്കുക, കുറച്ച് ഓരോ നിങ്ങൾ തോന്നുന്നതനുസരിച്ച് പഠിക്കുക എന്ന് പറഞ്ഞത്.
അടുത്തെന്താ വെച്ചേ, റിവിഷൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ എഫക്റ്റീവ് ആവും. ഓക്കെ, റിവിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ ഈ CA CMA പോലത്തെ, അത് ഞാൻ പറയാം, ആർട്ടിക്കിൾഷിപ്പിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കേസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം ഈ റിവിഷൻ ഇപ്പോൾ ചില ആൾക്കാർ, അത് ഡിപ്പെൻഡ്സ് അപ്പോൾ ആൾക്കാരാട്ടോ ഈ റിവിഷൻ്റെ കേസ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവിഷൻ കൂടുന്നതിനനുസരിച്ച് സബ്ജക്റ്റിൽ കോൺഫിഡൻസ് കൂടും. സത്യം പറയാം, അതെനിക്ക് നല്ലോണം മനസ്സിലായത് എൻ്റെ ഫൈനലിലാണ്. സബ്ജക്റ്റ് കോൺഫിഡൻസ് നല്ല കൂടും എന്നുള്ളത് എനിക്ക് സത്യത്തിൽ മനസ്സിലായത് എൻ്റെ ഫൈനലിലാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫൈനലിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട് FR, നിങ്ങൾക്ക് അത് CFR എന്ന് പറയും. സംഭവം അത് ഭയങ്കര വാസ്റ്റാണ്. ഇൻഡേഴ്സ് കുറേ പഠിക്കണം, AS ഒക്കെ പോലത്തെ ഇൻഡേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ CFR ഭയങ്കര വാസ്റ്റാണ്, അത് എത്തൂല. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് ഈ FR. അപ്പോൾ അക്കൗണ്ട്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ സബ്ജക്റ്റ് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ആ സബ്ജക്റ്റ് എന്താ പറയുക, ഡിസംബർ അറ്റംപ്റ്റ് ഭാഗമാണ് പറയാം. അപ്പോൾ എനിക്ക് ആ സബ്ജക്റ്റ് ശരിക്കും കയ്യിൽ ഒതുങ്ങിയത് നമ്പർ ഓഫ് റിവിഷൻസ് കൂട്ടിയതിന് ശേഷം മാത്രമേ. ഞാൻ നല്ലോണം റിവൈസ് ചെയ്ത സബ്ജക്റ്റ്, മറ്റ് സബ്ജക്റ്റിനേക്കാളും കൂടുതൽ റിവൈസ് ചെയ്ത് ഞാൻ ആ സബ്ജക്റ്റിൻ്റെ എക്സാമിന് പോകുമ്പോൾ എനിക്കുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അപാര കോൺഫിഡൻസ് ആയിരുന്നു. ലാസ്റ്റ് അറ്റംപ്റ്റ് പോകുമ്പോൾ FR എന്ത് വന്നാലും ഞാൻ തൂക്കിയിരിക്കും തന്നെ ആയിരുന്നു. എന്ത് വന്നാലും അതിൽ ഞാൻ നല്ലോണം എഴുതിയിരിക്കും തന്നെയായിരുന്നു. 100 മാർക്കിന് നന്നായിട്ട് എഴുതി. പക്ഷേ അൾട്ടിമേറ്റ്ലി മാർക്ക് അത് ഞാൻ പ്രതീക്ഷിച്ച അത്ര വന്നില്ല. അത് വേറൊരു കാര്യം. മാർക്ക് ഞാൻ പ്രതീക്ഷിച്ച അത്ര വന്നില്ല, പ്രതീക്ഷിക്കാത്തതിനാണ് മാർക്ക് കൂടുതൽ വന്നത്. അത് വേറൊരു കാര്യം കേട്ടോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വരെ മാർക്ക് വരണമെന്ന് വാശി പിടിക്കരുത്. അപ്പം അതാണ് നമ്പർ ഓഫ് റിവിഷൻസ് കൂട്ടുമ്പോൾ സബ്ജക്റ്റിൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അപാരമായിരിക്കും. ഇനി റിവിഷൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആഴ്ചയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം മനുഷ്യരല്ലടാ, എങ്ങനെയാലും നമ്മൾ പഠിച്ചൊക്കെ മറക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫൊർഗോട്ടൺ അല്ല, അങ്ങനല്ല. ചെറിയ കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കാര്യം ഓർമ്മ. അപ്പോൾ ഓർമ്മ പുതുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓർമ്മ പുതുക്കണം, അതെങ്ങനെയും പുതുക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നൊരു മണ്ടത്തരാണ്. റിവിഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് മുതൽ വീണ്ടും ഇരുന്ന് പഠിക്കാൻ തുടങ്ങും. കണ്ടിന്യൂസ് ആയിട്ട് ഇതേ ലൂപ്പിൽ പഠിച്ച് തന്നെ വീണ്ടും ഇങ്ങനെ നോക്കുന്നത്, ടൈം എടുത്ത് പഠിക്കുന്നത്. അത്ര ടൈം എടുക്കരുത്. റിവിഷൻ എന്ന് പറയുമ്പോൾ ടൈം എടുക്കാൻ പാടില്ല. ടൈം എടുക്കുമ്പോൾ അതൊരു എഫക്റ്റീവ് റിവിഷൻ അല്ല. റിവിഷൻ എന്ന് പറയുമ്പോൾ ടൈം എടുക്കാതെ വേണം ചെയ്യാൻ. പെട്ടെന്ന് ടപ്പ് എന്ന് പറഞ്ഞ സാധനം ചെയ്യണം. അപ്പോൾ സാലറി എന്ന് പറയുന്ന എക്സാമ്പിൾ, വീണ്ടും സാലറി എടുക്കാം. സാലറി എന്ന് പറഞ്ഞ സാധനങ്ങൾ റിവൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ, അത് ആദ്യം നിങ്ങൾ സാലറി പഠിക്കാൻ എടുത്തിരുന്ന അതേ ടൈം തന്നെ വീണ്ടും എടുക്കാമെന്നെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് റിവിഷൻ, അത് റിവിഷൻ അല്ല. സോ ഫസ്റ്റ് ടൈം സ്റ്റഡി ഉഷാറായിട്ട് ചെയ്യണം. ഡെഫിനറ്റ്ലി ഫസ്റ്റ് ടൈം നിങ്ങൾ പഠിക്കുന്നത് ഉഷാറായിട്ട് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് മാർക്കൊക്കെ ചെയ്ത് പറ്റുമെങ്കിൽ ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ പോവുകയാണെങ്കിൽ, പിന്നെ രണ്ടാമത്തെ റിവിഷനിൽ നിങ്ങൾ നോക്കേണ്ടത് ആ മാർക്ക് ചെയ്തതും ആ ഷോർട്ട് നോട്ട്സും പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കണം. വീണ്ടും സെയിം സാധനം റിപ്പീറ്റ് ചെയ്യാനുള്ള നേരമില്ല. ദാറ്റ് ഈസ് നോട്ട് റിവിഷൻ. പിന്നെ തേർഡ് റിവിഷനിലോട്ട് പോകുമ്പോൾ പക്കാ സെലക്റ്റീവ് ആയിരിക്കണം. മനസ്സിലായി? അപ്പോൾ റിവിഷൻ അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ വീണ്ടും ഒരേ ലൂപ്പിൽ തന്നെ അല്ലെങ്കിൽ ഒരേ സംഭവം തന്നെ ചെയ്യുന്നതിൽ അതിന് റിവിഷനായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ. അതാണ് പഠിച്ചിട്ട് തീരുന്നില്ല നിങ്ങൾക്ക് തോന്നാറില്ലേ? അതിന് സംഭവം ഇതാണ്, ഫസ്റ്റ് ടൈം സ്റ്റഡി എഫക്റ്റീവ് സ്റ്റഡി ആയിരിക്കണം. ഞാൻ പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം നിങ്ങൾ പഠിക്കുന്നത് എഫക്റ്റീവ് ആയിരിക്കണം. എന്നാൽ റിവിഷൻ സൂപ്പർ ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്യണം. പ്രോബ്ലം പേപ്പർ റിവൈസ് ചെയ്യുമ്പോൾ എല്ലാ പ്രോബ്ലം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ സമയമില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇയാളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് കൂട്ടിക്കോ. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് നമ്മളെ ഓഫ്ലൈൻ ക്ലാസ് എന്ന് ചെയ്യുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് നിങ്ങൾ അന്ന് തന്നെ ആ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യണം. ഡെഫിനറ്റ്ലി ചെയ്യണം. അപ്പോൾ ചെയ്തിട്ട് അപ്പോൾ ഏകദേശം ഓക്കെ ആയിരിക്കും. ഇനി അതിൽ വല്ല ചെയ്യേണ്ട ഒരു എക്സ്ട്രാ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ വല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ ഇല്ല. ഇപ്പോൾ പ്രോബ്ലം ആകുമ്പോൾ കോസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ FM-ലൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ സ്പെസിഫിക് ആ ക്വസ്റ്റിന് മാത്രമായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു ബുക്കോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു പേപ്പറിലോ നിങ്ങൾ എഴുതിയിടുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ആ ക്വസ്റ്റ്യൻ നോക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ പേപ്പർ നോക്കുമ്പോൾ സെപ്പറേറ്റ്ലി അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഒരു പേപ്പറിൽ എൻ്റെ കയ്യിലുണ്ട്. ആ സാധനം മാത്രം ഞാൻ വെച്ച് എക്സാമിന് നോക്കുമ്പോൾ അതന്നെ വലിയൊരു കോൺഫിഡൻ്റ് അല്ലേ? കാരണം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒറ്റൊരു പേപ്പറിൽ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? സോ പിന്നെ റിവിഷൻ ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനുള്ള സമയമില്ല. പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം, അത്രയും സമയം കയ്യിലുണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. അല്ലാതെ വീണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിവിഷൻ ടൈമിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ആ ലൂപ്പിൽ ഇങ്ങനെ പോകുന്ന പോലെ തന്നെയാവും. സെയിം സാധനം വീണ്ടും നോക്കുന്നത് മാത്രം. അതിനാ പറഞ്ഞ ഫസ്റ്റ് ടൈം സ്റ്റഡി തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ സാധനങ്ങളും എന്ന് വെച്ചാൽ റിവിഷന് വേണ്ട എല്ലാ സംഭവങ്ങളും ഫസ്റ്റ് ടൈം സ്റ്റഡി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം. ഓക്കെ, സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതന്നെയാണ് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പല ആൾക്കാരും നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ പല ആൾക്കാരും അന്നു എടുക്കണം, അന്ന് തന്നെ തീർക്കില്ല, അന്ന് തന്നെ പഠിക്കില്ല, വെറുതെ സ്കൂളിൽ പോകുന്ന പോലെ കോളേജിൽ പോകുന്ന രീതിയിൽ കണ്ടിട്ട് വെറുതെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വീട്ടിൽ വരിക, തീർക്കാൻ പറ്റിയ ദിവസം അങ്ങനെയൊക്കെ പോകുന്ന അങ്ങനെ കാണുന്ന പല ആൾക്കാരുണ്ട്. അതും വലിയ മണ്ടത്തരം. ഇതിലാരെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ദി ബെസ്റ്റ് അറ്റംപ്റ്റ്. അതിനേക്കാൾ നല്ലൊരു അറ്റംപ്റ്റ് ഇനി കിട്ടൂല.
കാരണം ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏറ്റവും നല്ല അറ്റംപ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റാണ്. പല ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഖേദവും തോന്നുന്നുണ്ടാവും, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചിലപ്പോൾ കൊളാക്കിയവരുണ്ടാവും, മനഃപൂർവ്വം കൊളാക്കിയവരൊക്കെ ഉണ്ടാവാം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഏറ്റവും ബെസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ, ദെൻ പിന്നെ ചോദിച്ചാൽ എന്താ പ്രസൻറ്റേഷൻ കുറിച്ച് പറയുമോ സോൾസ് ആൻസർ പേപ്പർ കോപ്പി ഷെയർ ചെയ്യുമോ ഒരു റെഫറൻസിന് വേണ്ടി? ആൻസർ പേപ്പറിൻ്റെ ഒരു നമ്മളെ ICMAയുടെ കോപ്പി ആക്ച്വലി നല്ലതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ പറഞ്ഞ CAയുടെ സർട്ടിഫൈഡ് കോപ്പീസ് കുറച്ച് ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ മാർക്ക് പ്രസൻറ്റേഷൻ എങ്ങനെ നോക്കുക, മാർക്ക് എങ്ങനെ ഇടുന്നു എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെയാണ് നമ്മളുടെ മാർക്കിംഗ് നമ്മളെ ഇൻ കേസ് ഓഫ് ICMA ഓൾസോ. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ആ ഓരോ പേപ്പറും, അത് ഓരോ പേപ്പറിനും ഓരോ ഡിപ്പെൻഡ് ആണ്. ലോ പേപ്പർ വേറെ, ടാക്സ് പേപ്പർ വേറെ, ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടത്. സോ അതിന് ഓരോന്നും ഓരോ രീതി ആയിരിക്കും എന്ന് ഞാൻ പറയുന്നത്. സോ അത് നോക്കുക, സർട്ടിഫൈഡ് കോപ്പി അങ്ങനെ തന്നെ നോക്കുക. പ്രസൻറ്റേഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. റിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രസൻറ്റേഷൻ. എക്സാമ്പിളായിട്ട് ടാക്സേഷൻ പേപ്പറാണെന്നുണ്ടെങ്കിൽ ടാക്സേഷൻ പേപ്പറിൽ ഫൈനൽ ആൻസർ എഴുതാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് IDTയുടെ എക്സംഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് കൂട്ടാം. എക്സംപ്റ്റഡ് ആണോ അല്ലേ എന്നായിരിക്കും ചോദ്യം. നമ്മൾ വെറുതെ എക്സംപ്റ്റഡ് ആണ് എന്ന് മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് തരൂല. എന്തുകൊണ്ട് എക്സംപ്റ്റഡ് ആയി അല്ലെങ്കിൽ എന്തുകൊണ്ട് ടാക്സബിൾ ആയി എന്നുള്ള പ്രോപ്പർ റീസൺ അതാണ് അവർ ചോദിക്കുന്നത്. എക്സംപ്റ്റഡ് ആണോ അല്ലേ എന്നല്ല അവർക്ക് വേണ്ടത്, എന്തുകൊണ്ട് അത് എക്സംപ്റ്റഡ് ആയി, എന്തുകൊണ്ട് അത് ടാക്സബിൾ ആയി എന്നുള്ള റീസൺ ആണ് അവർക്ക് വേണ്ടത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ IDTയിലോ DTയിലോ, ഞാൻ ടാക്സേഷനാണ് പറയുന്നത്, അങ്ങനെ ഏതെങ്കിലും ചോദിക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതങ്ങനെ ആയി, ആ പ്രൊവിഷൻ അടക്കം അവിടെ എഴുതി കൊടുത്താലേ മാർക്ക് തരുള്ളൂ. അതാണ് നോട്ടും അസംഷൻ ഉണ്ടാവില്ല. നോട്ടാണെന്നുണ്ടെങ്കിൽ നോട്ടിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത്. കാരണം അല്ലാതെ മാർക്ക് തരൂല. പിന്നെ ഒരു പേപ്പറിൻ്റെ ഓൾറെഡി നമ്മൾ സർട്ടിഫൈഡ് കോപ്പി യൂട്യൂബിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു IDTയുടെ പേപ്പറിൻ്റെ ഒരു യൂട്യൂബിൽ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സർട്ടിഫൈഡ് കോപ്പി ഒരാളെ മാർക്ക് വന്നത് എങ്ങനെയാണെന്നുള്ളത്, ICMAയുടെ മാർക്ക് വന്നത് എങ്ങനെയാണെന്നുള്ളത്. ദെൻ ഓഡിറ്റ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ പഠിച്ച് എഴുതുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി എഴുതാൻ പറ്റുക? എനിക്ക് വിഷ്ണു ചോദിച്ച ചോദ്യം മനസ്സിലായില്ല. ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ നിർത്തി സാർ, ഇപ്പോൾ സെൽഫ് സ്റ്റഡി ആയി, യൂട്യൂബൊക്കെ കണ്ട് പഠിക്കുകയാണ്. ഓക്കെ, ഓഫ്ലൈൻ ക്ലാസ് നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഓഫ്ലൈൻ ക്ലാസ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നത് നല്ലതല്ലേ, എന്തിനാണ് നിർത്തുന്നത്? ലോ സബ്ജക്റ്റിനും ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരുമോ? ലോ സബ്ജക്റ്റിൻ്റെ ട്രിക്ക് ആൻഡ് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റഡി ടിപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ സബ്ജക്റ്റിന് എങ്ങനെ, തിയറി സബ്ജക്റ്റ് എങ്ങനെ പഠിക്കാം എന്നുള്ളത്. അത് അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളുള്ളത് യു ക്യാൻ വാച്ച് ദാറ്റ് എന്ന് തോന്നുന്നു. ഓക്കെ, ദെൻ ഗ്രൂപ്പ് 2 ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് സാർ. ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലാസ് കേട്ടിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ഇല്ല, അതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. സോ ആ അറ്റംപ്റ്റാണ് ഏറ്റവും ബെസ്റ്റ് അറ്റംപ്റ്റ്. ആ അറ്റംപ്റ്റിനേക്കാളും നല്ലൊരു അറ്റംപ്റ്റ് വേറെ കിട്ടില്ല. ഓക്കെ, ഇതിൽ വിഷ്ണു ചോദിച്ച ചോദ്യം എനിക്ക് വ്യക്തമായില്ല. ഓഡിറ്റ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ പഠിച്ച് എഴുതിയിടത്ത് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ, അഗെയിൻ റിപ്പീറ്റ് ചെയ്യാം. ദെൻ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഫെയിലായ ആൾക്കാർ നിങ്ങൾ എങ്ങനെ ഇനി പഠിച്ചു തുടങ്ങുക? ദാറ്റ് മീൻസ് ഹൗ ഇനി അഗെയിൻ ഇപ്പം നമ്മൾ പഠിക്കാഞ്ഞിട്ടല്ലല്ലോ തോറ്റെ, നമ്മൾ അത്യാവശ്യം നല്ല മെനക്കെട്ട് നല്ലോണം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി മാർക്ക് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷ അത്ര വന്നില്ല, സം അതർ മിസ്റ്റേക്സ് കൊണ്ട് വന്നില്ല. ഇനി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. സോ ഹൗ ടു സ്റ്റാർട്ട്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അടുത്ത ചോദ്യം. ഞാൻ പറയാം, ആർട്ടിക്കിൾ ടൈമിൽ എങ്ങനെ സ്റ്റഡീസ് മാനേജ് ചെയ്യാമെന്ന് പറയാം. ലിസി കുറേ നേരം ചോദിക്കുന്നത് ആർട്ടിക്കിൾ ടൈമിൽ എങ്ങനെ സ്റ്റഡീസ് മാനേജ് ചെയ്യാം, ഞാൻ പറയാം. ഞാൻ ചോദിക്കുന്നത് അത് മാത്രമല്ല, ഞാൻ ഫസ്റ്റ് ഇത് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഇനി സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ഇപ്പോൾ പല ആൾക്കാരുടെയും പ്ലാൻ ബുക്ക് എടുക്കുക, ഫസ്റ്റ് തൊട്ട് വീണ്ടും തുടങ്ങുക എന്നുള്ളതായിരിക്കും. സോ അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും? കാരണം നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടാണല്ലോ കഴിഞ്ഞ എക്സാം എഴുതിയത്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൽ നല്ലപോലെ പഠിക്കാത്ത ഒരാളാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ നമ്മൾ അത്യാവശ്യം ഇപ്പോൾ നോക്കിയിട്ടല്ലേ കഴിഞ്ഞ എക്സാം എഴുതിയത്, അത്യാവശ്യം പഠിച്ച് അത്യാവശ്യം നോക്കിയിട്ടാണ് കഴിഞ്ഞ എക്സാം എഴുതിയത്. സോ അതുകൊണ്ട് തന്നെ വീണ്ടും ഈ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഈ കാര്യങ്ങൾ ബുക്ക് എടുക്കുക, അതേ സെയിം സാധനം റിപ്പീറ്റഡ്ലി ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത്? ഞാൻ പറയും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്നത് നല്ലത്. കാരണം നമ്മൾ പഠിക്കാനിട്ടല്ലേ, നമ്മളടുത്ത് നോളജ് ഉണ്ട്. സോ യു ഷുഡ് റിവൈസ് ഓൺലി. ഈ ഉള്ള ടൈം നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക ചെയ്യേണ്ടത്. ഈ 3 മാസം ഓവറാണ് ശരിക്കും അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ നല്ലോണം പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അടുത്ത അറ്റംപ്റ്റ് ഈ 3 മാസം ഇറ്റ്സ് ഹ്യൂജ്, ആക്ച്വലി ഹ്യൂജ്. വീണ്ടും നിങ്ങൾ കഴിഞ്ഞ അറ്റംപ്റ്റ് എഫക്റ്റീവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നത് എഫക്റ്റീവായിട്ട് നിങ്ങൾ കഴിഞ്ഞ അറ്റംപ്റ്റ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് 3 months ഈസ് ഇനഫ്. ഒരുപാടുണ്ടത്. അപ്പോൾ വീണ്ടും ഈ റിപ്പീറ്റഡ് സ്റ്റഡിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം റിപ്പീറ്റഡ്ലി വീണ്ടും ഒരേ കാര്യങ്ങൾ ഇങ്ങനെ അതേ സാധനം റിപ്പീറ്റഡ്ലി ഇങ്ങനെ പോകുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് ഒന്നും കൂടി നോക്കുന്നതാണ് നല്ലത്. മീൻസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഡൂ സം അതർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യും. മീൻസ് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു സബ്ജക്റ്റ് എടുക്കുന്നു, ആ സബ്ജക്റ്റിൽ ഈ ഒരു കൺസെപ്റ്റ് എടുത്ത് ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വീണ്ടും ആ കൺസെപ്റ്റ് ഇങ്ങനെ പഠിക്കുന്നതിന് പകരം ഡൂ സം ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൺസെപ്റ്റ് ഓക്കെ, ഇനി അറിയാത്ത സാധനമാണെങ്കിൽ അത് പഠിക്കുക. ഇപ്പോൾ കോസ്റ്റിങ്ങിൽ ഒരു സംഭവം അറിയുന്ന സാധനമാണെങ്കിൽ വീണ്ടും ആ സാധനം നോക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഫിക്സ്ഡായി കഴിഞ്ഞ് ആ സാധനം അറിഞ്ഞ്. ഇനി അറിയാത്ത ഒരു ഏരിയ ആണ് അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഏരിയ ആണെങ്കിൽ ആ വീക്കായിട്ട് ഏരിയ പഠിക്കുക.
അതല്ലേ നല്ലത്. ഈ അറിയണ ഏരിയ വീണ്ടും വീണ്ടും പഠിക്കുന്നതിനേക്കാളും അറിയണ ഏരിയ അറിയാം അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് പെർഫെക്റ്റ് ആണ്, അത് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അറിയാത്ത ഏരിയ പഠിക്കുക, ഈ അറിയണ ഏരിയ വീണ്ടും പഠിക്കും, അറിയാത്ത ഏരിയ, അപ്പം ഒരുപാട് ടൈം നമുക്ക് ലാഭം കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷേ അതിൽ മിസ്സൗട്ടാക്കും ചെയ്യരുത്, ഞാൻ പറയുന്നത് മിസ്സൗട്ടാക്കും ചെയ്യരുത്, ഒന്നും മിസ്സൗട്ടാക്കും ചെയ്യരുത്. ഈ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നതിനേക്കാളും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഒരു തവണ ഫെയിലായിട്ട് അടുത്ത തവണ പോകുമ്പോൾ വീണ്ടും വാരിക്കെട്ടി ഇതേപോലെ ഒരേ പാറ്റേണിൽ ഇങ്ങനെ പോകുന്നതിന് പകരം എവിടെയാണ് പ്രശ്നം പറ്റിയത്, ഏത് ഏരിയയിലാണ് വീക്ക്, ആ വീക്കായിട്ടുള്ള ഏരിയ കൂടുതൽ ഒന്നും കൂടി ഫസ്റ്റ് തുടങ്ങുന്ന അവിടെ ആയിരിക്കും, വീക്കായിട്ട് ഏരിയ ഒന്ന് നല്ല സ്ട്രോങ് ആക്കാൻ ശ്രമിക്കും, അങ്ങനെ പോകും. അപ്പം അൾട്ടിമേറ്റ്ലി അടുത്ത അറ്റംപ്റ്റ് ഇങ്ങനെ കയറിടും, എങ്ങനെയായാലും എന്താ പറയുക കയറും. അത് ഞാൻ പറയുന്നത് അത്രയും അഷ്വർ ചെയ്ത് ഞാൻ പറയുന്നത് അതാണ്, കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പം അത് എങ്ങനെയായാലും കയറാൻ പറ്റുമല്ലോ, മനസ്സിലായോ? ദെൻ എക്സാം ഡേയ്സിൽ ഓവർ ടെൻഷൻ എത്ര പഠിച്ചിട്ടും കോൺഫിഡൻസ് പോകുന്നു, എന്താ സൊല്യൂഷൻ? അത് ഞാൻ പറയാം, അതും ഞാൻ പറയാനുണ്ട്. ആർട്ടിക്കിൾസ് ടൈമിലെ സ്റ്റഡീസും പറയാനുണ്ട്, അത് രണ്ടും ഞാൻ പറയാം. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ പറഞ്ഞത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും സ്റ്റഡീസിനോട്ട് പോകുന്നതിനേക്കാളും നല്ലത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നതാണ്. ദാറ്റ്സ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഇത്. കഴിഞ്ഞ അറ്റംപ്റ്റ് ഈ പഠിച്ചത് പോരാ, കൺസെപ്ച്വലി സ്ട്രോങ് അല്ല, ഇനിയും കുറേ കാര്യങ്ങൾ നോക്കാനുണ്ടെങ്കിൽ ബെറ്റർ യു ഗോ വിത്ത് അതേ മോഡിൽ തന്നെ പോയിക്കോട്ടെ. അതല്ല, ഏകദേശം എല്ലതും ഓക്കെയാണ്, വേറെ എന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ബെറ്റർ ഈ എക്സാം ഓറിയൻറ്റഡ് ഒരു വേയിലോട്ട് പോകുന്നതാണ് നല്ലത്, എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, ദെൻ ഇനി പറഞ്ഞൊരു കാര്യമായിരുന്നു, ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാണ്ട് പഠിച്ചു കഴിഞ്ഞു, സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ച് പോത്ത് ഏതാണ്ട് ടൈം ഉണ്ടോ? യെസ്, ഉണ്ട്. നല്ലപോലെ സ്ട്രോങ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പ് അത്യാവശ്യം സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, പ്ലസ് കോൺഫിഡൻസും കൂടി ഉണ്ടെങ്കിൽ ഇയാൾക്ക് പോത്ത് എഴുതാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എത്ര പഠിച്ചിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, ബാക്കി സബ്ജക്റ്റെല്ലാം ഓക്കെയാണ്, എന്താ ചെയ്യുക? ഇയാൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻ്റ് ആണോ? സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടഫായിട്ട് തോന്നാറ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കോറിംഗ് പേപ്പർ, നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ഫസ്റ്റ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഡിസംബർ അറ്റംപ്റ്റിന് അമെൻമെൻറ്റ് ബാധകമാണ്. ലാസ്റ്റ് വന്ന ബഡ്ജറ്റ് ഡിസംബർ അറ്റംപ്റ്റിന് ബാധകമല്ല. ലാസ്റ്റ് വന്ന ബഡ്ജറ്റ് വിൽ ബി അപ്ലിക്കബിൾ ഫ്രം ജൂൺ. സോ അടുത്ത ജൂണിക്ക് DT ആണെങ്കിൽ അമെൻമെൻറ്റ്സ് ഉണ്ട്, DT യും IDT കുറച്ച് അമെൻമെൻറ്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്, അതൊക്കെ ഇനിയിപ്പോൾ അടുത്ത ജൂണിക്കാണ് വരിക. ദെൻ റാഷിയിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ യു ഗോ വിത്ത് ബോത്ത് എഴുതാൻ പോവുക. പക്ഷേ ഞാൻ പറയുന്നത് കുറച്ച് സ്ട്രെച്ച് ചെയ്തിരിക്കണം, കാര്യം കയ്യിൽ കിട്ടും. ഓഡിറ്റ് എന്ന സബ്ജക്റ്റ് പൊതുവേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എഴുതണമെന്ന്. ബട്ട് ചില ക്വസ്റ്റ്യൻസിലുണ്ടല്ലോ അഡ്വാൻറ്റേജ്, സ്കോപ്പ്, ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ, അത് അർത്ഥം മനസ്സിലാക്കി എഴുതാൻ പറ്റുമോ? അതേ വേർഡ് ബൈ വേർഡ് എന്ന രീതിയിൽ, അതുപോലെ ഏത് ക്വസ്റ്റ്യൻ ആണ് വേർഡ് ബൈ വേർഡ് പഠിച്ചെഴുതുക എന്നിങ്ങനെ അറിയാം. ഓഡിറ്റ് ആക്ച്വലി ഫ്രം യുവർ പെർസ്പെക്റ്റീവ്, CMAയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഓഡിറ്റ് ആക്ച്വലി ഇസ് എ ഈസി സബ്ജക്റ്റ്, ഓപ്പൺ ആയിട്ട് പറയാം. CAയുടെ ഏരിയയിൽ വരുമ്പോൾ ഓഡിറ്റ് ഈസ് നോട്ട് എ ഈസി സബ്ജക്റ്റ്, കാരണം കോർ പേപ്പറാണ് CAയിൽ ഓഡിറ്റ്, നിങ്ങൾക്ക് ഇത് കോർ പേപ്പറായിട്ടല്ല വരുന്നത്. ഇനി ഓഡിറ്റ് എന്നുള്ള പേപ്പർ എഴുതുമ്പം ഈ ഓഡിറ്റും ലോക്കും രണ്ടും ഏകദേശം സിമിലർ ടൈപ്പാണെന്ന് പറയാം. അപ്പോൾ ഈ രണ്ടിനും ഒരേപോലെ അതേ വേർഡ് ബൈ വേർഡ് അതേപോലെ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ പോസിബിൾ അല്ല നമുക്ക് അതേപോലെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എത്രത്തോളം ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ വേർഡ്സ് യൂസ് ചെയ്ത് എഴുതുക എന്നുള്ളത്. ദാറ്റ് മീൻസ് ഓരോന്നിനും ഓരോ ഒരു കീ വേർഡ്സ് യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ലോൻ്റെ ലാംഗ്വേജ് ഉണ്ട്, ഓഡിറ്റിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ ഓഡിറ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ട് ഓഡിറ്റിൽ. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന അലേർട്ട് ആവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിന് നമ്മൾ ആ വേർഡിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന അലേർട്ട് ആയിരിക്കണം ഓഡിറ്റർ എന്നുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി, കാരണം അത് തെറ്റാണ്. സംഭവം ശരിയാണെങ്കിലും ആൻസർ തെറ്റാണ്. ആൻസർ അവിടെ യൂസ് ചെയ്യുന്നത് എന്താ, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. മനസ്സിലായി? ഇതാണ് അതിൻ്റെ ട്രിക്ക്. കാരണം ഇങ്ങനത്തെ വേർഡ്സ് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സാമിൻ്റെ ഈ ആൻസറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഇപ്പം കുഴപ്പമില്ലാത്ത ആളാണ്, ഇപ്പം അത്യാവശ്യം ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്ക് വരും. അതുപോലെ തന്നെ തിയറി സബ്ജക്റ്റ് എഴുതുമ്പോൾ, എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഏരിയാസ് അല്ലെങ്കിൽ സെക്ഷൻസ് നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അടിവര ഇട്ട് കൊടുക്കുക. കാരണം പേപ്പർ നോക്കുന്ന ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ അയാളുടെ ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ നന്നായി, ആ ശ്രദ്ധ നേരെ അതിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി വലിയ പാരഗ്രാഫൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് ഡയറക്റ്റ്ലി അയാൾക്ക് ശ്രദ്ധ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് പോകും. ഇതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കാരണം ഞാൻ തിയറി വീക്കാണ്. എനിക്ക് തിയറിയിൽ അത്ര വലിയ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കിട്ടാറില്ല. ഓക്കെ, 1 സെക്കൻഡ്, ഒരു 2 മിനിറ്റ് ഒന്ന് വയ്ക്കാം, ബാങ്ക് കൊടുക്കുന്നുണ്ട്, 2 മിനിറ്റ്.
ഓക്കെ, അപ്പോൾ ലോ പോലത്തെ സബ്ജക്റ്റിൽ എത്ര എഴുതിയാലും ചിലപ്പോൾ മാർക്ക് കിട്ടുന്നില്ല എന്ന് ഇങ്ങനെ തോന്നും. ശരിയല്ലേ? നമുക്ക് ലോ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് എക്സംപ്റ്റഡ് ആയിരിക്കും, കാറ്റൽ വഴി വന്നവർക്ക്. അതല്ലാത്തവർക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ ലോ ഓഡിറ്റൊക്കെ ചിലപ്പോൾ എത്ര എഴുതിയാലും മാർക്ക് അതുകൊണ്ട് വിടുന്നില്ല, അല്ലെങ്കിൽ പ്രതീക്ഷ എത്ര മാർക്ക് കിട്ടുന്നില്ല എന്ന് തോന്നും. അതിൻ്റെ റീസൺ ഇതാണ്, ഓൺ വേർഡ്സിൽ എഴുതാം, പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലോ ഓർ ഓഡിറ്റ്. കാരണം ഞാൻ എഴുതിയാലും ഞാൻ നല്ലോണം അത്രയും ഇതാക്കി എഴുതിയാലേ എനിക്ക് മാർക്ക് കിട്ടാറുള്ളൂ. എനിക്ക് എപ്പോഴും ഞാൻ തോറ്റിരുന്ന സബ്ജക്റ്റ് ലോ ആയിരുന്നു ഇൻ്ററിൽ. പിന്നെ ലോ അല്ല, ലോയും അതേപോലെ ഓഡിറ്റിലായിരുന്നു എപ്പോഴും തോറ്റിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓഡിറ്റ് വെറുതെ ഇങ്ങനെ ഞാൻ കണ്ടമാനം എഴുതുന്നുണ്ട്, ചിലപ്പോൾ ബുക്ക്ലെറ്റൊക്കെ ഫുള്ളാക്കി എഴുതുന്നുണ്ട്, പക്ഷേ കിട്ടുന്ന മാർക്ക് 30 ആയിരിക്കും. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്താ 30 കിട്ടുന്ന എത്ര എഴുതിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ടു ദി പോയിന്റ് ആൻസർ എഴുതിയില്ലെങ്കിൽ മാർക്ക് തരൂല ഇവന്മാർ. ടു ദി പോയിന്റ് സാധനം എഴുതിയില്ലെങ്കിൽ, കീവേഡ്സ് വെച്ച് എഴുതിയില്ലെങ്കിൽ മാർക്ക് തരൂല. സോ അതുകൊണ്ട് തന്നെ ലോ ഓഡിറ്റ് പോലത്തെ സബ്ജക്റ്റ് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ബൈ ഹാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ന്യൂമോണിക്സ് ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. മനസ്സിലായോ? സോ ഞാൻ പറയുന്നത് ബെറ്റർ ഒരു എന്താ പറയുക, കീവേഡ്സ് ഒക്കെ ഞാൻ പിന്നെ ചെയ്തിരുന്ന ഒരു കാര്യം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ഓരോ ചാപ്റ്ററിനും ഓരോ A4 ഷീറ്റ് എന്നുള്ള എന്ത് ചെയ്യും, ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു A4 ഷീറ്റ് ആണെങ്കിൽ എന്നെ 4 മടക്കും ഇതേപോലെ. എന്നിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും, കണ്ടോ? എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞായിട്ട് എഴുതി തുടങ്ങും. അതിൽ ഈ കീവേഡ്സും എനിക്ക് തോന്നുന്ന കുറച്ച്, ഞാൻ ചിലപ്പോൾ എൻ്റെ ഭാഷയിൽ തന്നെ എഴുതും കുറച്ച് കാര്യങ്ങൾ, എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും എഴുതും. എന്നിട്ട് ഞാൻ ഓരോ ചാപ്റ്ററും ചിലപ്പോൾ ഓരോ ഇതേപോലെ A4 ഷീറ്റ് ആക്കി മാറ്റും. എന്നിട്ട് എപ്പോഴും എൻ്റെ കയ്യിൽ ഏതെങ്കിലും ഒരു പേപ്പർ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ എവിടെയെങ്കിലും ട്രാവലിംഗ് ആണെങ്കിൽ വരെ എൻ്റെ പോക്കറ്റിൽ അത് ഉണ്ടാവും. അതിനകത്ത് വെറുതെ കയ്യിൽ വെക്കാൻ, അപ്പോൾ എങ്കിലും ഒന്ന് വെറുതെ ഫോൺ എടുക്കുന്നതിന് വരെ ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കാം. ഇത് മെൻ്റലായിട്ടല്ല, എന്ന് വെച്ചാൽ ആ സബ്ജക്റ്റുമായിട്ടൊന്ന് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആ സബ്ജക്റ്റ് ഇപ്പോൾ ലോ അല്ലെങ്കിൽ ഓഡിറ്റ്, എനിക്ക് പണ്ടേ ഇഷ്ടമല്ല ഈ ലോ തിയറി സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഇഷ്ടമാക്കി എടുക്കുക എന്നുള്ളത് ചെയ്യാല്ല, വേറെ നിവർത്തിയില്ലല്ലോ. സത്യം പറയാം, ഞാൻ ഫൈനലിന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ഇങ്ങനത്തെ പേപ്പറാക്കി വെക്കും. എന്നിട്ട് ഞാൻ ഇപ്പോൾ കല്യാണത്തിന് വരെ പോവുകയാണെങ്കിൽ വരെ ഞാൻ ചിലപ്പോൾ ഈ പേപ്പർ ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടുപോകും. പക്ഷെ ആരും അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ എടുത്തിട്ട് വെറുതെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അപ്പം തന്നെ അങ്ങനെ കത്തും. എന്നിട്ട് ഈ പേപ്പർ ഞാൻ പിന്നെ കൊണ്ടുപോകില്ല, എടുക്കാമെന്നറിയോ? എക്സാമിന് തുണ്ട് വെക്കാനല്ല, എക്സാമിന് തൊട്ട് മുന്നേ കയറുന്നതിന് മുന്നേ ഇങ്ങനത്തെ പേപ്പർ മൊത്തം കയ്യിലെടുത്തിട്ട് ഒരു നോക്കലും നോക്കും. നേരെ എക്സാമിനേഷൻ ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര കോൺഫിഡൻസ് ഉള്ള വേറെ ആരും അവിടെ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം മൊത്തം ഒറ്റ സബ്ജക്റ്റ് ഹാഫ് ആൻ അവർ കൊണ്ട് നോക്കിയിട്ടാണ് ഞാൻ എക്സാമിനോട്ട് കയറാൻ പോകുന്നത്. മൊത്തം ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇതായിക്കൊണ്ട് നിൽക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി തന്നെയാണ് വരുന്നുണ്ടാവുക. അതിങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇങ്ങനെ സാധനം എഴുതിന്ന് പോകുന്നു കഴിഞ്ഞ്. ഇതൊരു നുറുക്ക് വിദ്യയാണ്. വെച്ചാൽ ഇതിങ്ങനെ എനിക്ക് മെമ്മറി പവർ കുറവാണ്. കാരണം ഓർത്തെടുത്ത് എഴുതാങ്ങനെ, നമുക്കിപ്പോൾ ലോ ഓഡിറ്റ് സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താ, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓർത്തെടുത്ത് എഴുതാൻ പറ്റണം. എനിക്ക് ഓർത്തെടുക്കാൻ പറ്റൂല, എന്നാലും എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു പ്രോസസ്സാണ് അത്. കാരണം എനിക്ക് തീരെ തലയിൽ നിൽക്കില്ല, അതെനിക്ക് നന്നായിട്ട് എന്നെ കുറിച്ച് അറിയാം. അപ്പം അതേപോലെ ചെറിയ ഷോർട്ട് നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ആക്കി മാറ്റിൻ്റെ ശേഷം എന്ത് ചെയ്യും, തകർക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി കേച്ചിലാവലുണ്ട്. അതിനുശേഷം കേച്ചിലായിട്ടുണ്ട് തിയറി പോലത്തെ സബ്ജക്റ്റിലൊക്കെ. സത്യം പറയാം അത്. പക്ഷേ ആ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാനുണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു നോട്ട് ഉണ്ടാക്കാൻ ചിലപ്പോൾ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. കാരണം അത് അത്ര ഈസി അല്ല. കാരണം ഓരോ സബ്ജക്റ്റ് അതിന് എടുത്ത് നമ്മളിങ്ങനെ നോട്ടാക്കുമ്പോൾ ചിലപ്പോൾ ആ നോട്ടാക്കാൻ ചിലപ്പോൾ ഒരു ചാപ്റ്ററിന് ചിലപ്പോൾ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ എടുത്തിരിക്കാം. പക്ഷേ അതെടുത്ത് കഴിഞ്ഞാൽ സംഭവം സൂപ്പറായിരിക്കും. ഓക്കെ, അത് ചെയ്യുന്നത് നല്ലതാണ്. പ്ലസ് ഇനി ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, കാരണം ഇതും ക്വസ്റ്റ്യൻസും ചെയ്യണേ. ഈവൻ ദോ തിയറി സബ്ജക്റ്റ് ആണെങ്കിൽ യു ഷുഡ് യൂസ് സ്കാനറോ കമ്പൈലറോ യൂസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. എങ്ങനെയാണ് ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നത്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ പ്രസൻറ്റേഷൻ ഇൻ കേസ് ഓഫ് ലോ ആൻഡ് ഓഡിറ്റ്. ഓക്കെ, സോ ലോ ആൻഡ് ഓഡിറ്റിൻ്റെയും നല്ല ചോദ്യം. ഒരു ദിവസം ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എത്ര ഹവേഴ്സ് പഠിക്കണം? ബോത്ത് ആണെങ്കിൽ ഡസൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഹവേഴ്സ് നോക്കി പഠിക്കരുത്. ഹവേഴ്സ് ഓട്ടോമാറ്റിക്കലി വരേണ്ട കേസാണ്. ഇപ്പം ഞാൻ ഇത്ര മണിക്കൂറാണ് പഠിക്കേണ്ടി, അല്ലെങ്കിൽ ഇത്ര ഹവേഴ്സാണ് പഠിക്കേണ്ടതെന്ന് അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്നതിന് പകരം ഇത്ര ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നതല്ലേ നല്ലത്. നാളെ ഞാൻ 10 മണിക്കൂർ പഠിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നാളെ ഞാൻ DTയിലെ ഇന്ന ഏരിയാസ്, IDTയിൽ ഇന്ന ഏരിയാസ്, അതുപോലെ തന്നെ ഓരോന്നിനും ഇത്ര ഏരിയാസ് പഠിക്കാം എന്നിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതനുസരിച്ച് പഠിച്ചു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 10 ഹവേഴ്സോ 11 ഹവേഴ്സോ 12 ഹവേഴ്സോ ഒക്കെ ആയിട്ടിരിക്കും. സ്പെസിഫിക്കലി ടൈമില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ പഠിക്കുന്നു, ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുന്നു. സോ സബ്ജക്റ്റ് വൈസ് സാധനം തീരും ചെയ്യും. ഹവർ ഇങ്ങനെ അതിനനുസരിച്ച് പൊക്കോളും ചെയ്തോളൂ. ഇൻട്രസ്റ്റിംഗ്ലി പഠിത്തം പോവുകയും ചെയ്യും. ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയിലെ പഠിത്തം ഒരുപാട് ആൾക്കാർ ചോദിച്ചു. എത്ര ഇയറിൻ്റെ എങ്കിലും ചെയ്ത് സ്കാനേഴ്സ് ചെയ്യണം? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ചോയ്സ്. എത്ര ഇയറിൻ്റെ ആയാലും കുഴപ്പമില്ല. അത്രയും കുറേ നേരത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഈ മീറ്റിങ്ങിൻ്റെ റെക്കോർഡിങ്സ് ഉണ്ടാവും. റെക്കോർഡ് ഞാൻ ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ആവുമെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ട് ആയില്ല.
പ്രശ്നം കാര്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, മിക്കവാറും ഉണ്ടാവും, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ലോ ഒന്നും അറിയില്ല, ഇനി ലോ ക്ലാസ് കണ്ടിട്ട് വേണം പഠിക്കാൻ. സോ ഇനിയുള്ള ടൈം അതിൻ്റെ ഉള്ളിൽ പഠിച്ച് പാസ്സാകാൻ പറ്റുമോ? ക്ലാസ് പെട്ടെന്ന് തീർക്കുക, ക്ലാസ് ലാസ്റ്റിലോട്ട് വെക്കരുത്. ക്ലാസ് പെട്ടെന്ന് തീർക്കുക എന്ന് പറയുമ്പോൾ ക്ലാസ് കാണുക പ്ലസ് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുക. അതിന് കുറച്ച് ഇപ്പോൾ ലോ ക്ലാസ് കാണുമ്പോൾ ഒരു ദിവസം കൂടുതൽ ഇമ്പോർട്ടൻസ് ലോ ക്ലാസ് കാണാൻ കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അവസാന മൊമെൻറ്റിലോട്ട് ക്ലാസ് പെൻഡിങ് വെക്കുന്ന ഒരു ടെൻഷനാണ്, മനസ്സിലായി? ഇപ്പോൾ ഈ ഒക്ടോബർ സമയത്തൊക്കെ അല്ലെങ്കിൽ നവംബർ സമയത്തൊക്കെ സ്റ്റിൽ ക്ലാസ് കാണാൻ പെൻഡിങ് എന്ന് പറയുമ്പോൾ അതൊരു ടെൻഷൻ പോലെയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ക്ലാസ്സൊക്കെ കണ്ട് തീർത്തുന്ന ലെവലാക്കി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ലോ കുഴപ്പമില്ല, ലോ ക്ലാസ് കണ്ട് അങ്ങനെ പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഇനിയുള്ള ടൈം കൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പിൽ OPM ആൻഡ് കമ്പനി അക്കൗണ്ട്സ് മാത്രമേ പഠിച്ച് എക്സംഷൻ സ്കോർ ചെയ്യാനുള്ള രീതിയിൽ നോക്കണത് ബെറ്റർ ഓപ്ഷൻ ആണോ? ഐ തിങ്ക് അങ്ങനെ ഒരു എക്സംഷൻ ടാർഗറ്റ് ചെയ്യുന്നത് അത് പേഴ്സണലാണ്. അത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. ഈ എക്സംഷൻ ടാർഗറ്റ് ചെയ്തൊരു ഗ്രൂപ്പിൽ പഠിക്കാനുള്ള അതിനെക്കാട്ടി നല്ലത് ആ ഗ്രൂപ്പ് മൊത്തം പഠിച്ചിട്ട് ചെയ്യുന്നതല്ലേ. എക്സംഷൻ ടാർഗറ്റ് ചെയ്യുന്നത് തെറ്റില്ല, ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈമാണ്. നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗ്രൂപ്പിൽ OPM ആൻഡ് കമ്പനി അക്കൗണ്ട്സ് ഇയാൾക്ക് ടാർഗറ്റ് ചെയ്യാം. എക്സംഷൻ ടാർഗറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല, അങ്ങനെ ചെയ്യാം. പക്ഷേ മറ്റേ പേപ്പേഴ്സ് എഴുതണം, അങ്ങനല്ലേ? മറ്റേ പേപ്പേഴ്സ് എഴുതണം, ഇത് മാത്രം ടാർഗറ്റ് ചെയ്ത് പഠിക്കാം, അതിന് തെറ്റില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ബെറ്റർ ഈ എക്സംഷൻ ടാർഗറ്റിനേക്കാളും ഗ്രൂപ്പ് മൊത്തം എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ ഇങ്ങനെ ഇയാൾ ചെയ്യുന്നത് തെറ്റില്ല എന്ന് ഞാൻ പറയുന്നു. ലോ കൊണ്ട് കുടുങ്ങി ഇരിക്കുന്ന സമയത്ത് കാറ്റ് എക്സംഷൻ കിട്ടിയത്. കാറ്റ് എക്സംഷൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ ഈ പറഞ്ഞ അഗെയിൻ അത് അടുത്ത ചില ഇതിലും കിട്ടും എന്നുള്ളത്. എല്ലാവരും കുറേ ആൾക്കാർ ലോൻ്റെ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി വാങ്ങിയിരുന്നു, ഇവൻ്റോ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കിട്ടിയല്ലോ. സോ കുറേ ആൾക്കാർക്ക് കാറ്റിൽ അങ്ങനെ സമാധാനമായിട്ടുണ്ട് ലോ. പക്ഷേ ഈ കാറ്റുകാർ, ഞാൻ നെഗറ്റീവായിട്ട് പറയില്ല, കാറ്റുകാർ ഇനി കുടുങ്ങാൻ പോകുന്നത് കുടുങ്ങലല്ല, ഒരു കംഫർട്ടബിൾ അല്ലാന്ന് തോന്നൽ ഇനി ഫൈനലായിരിക്കും. കാരണം ലോ ഇവിടെ പഠിച്ച കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ മേ ബി റിപ്പീറ്റ് അടിക്കും. അപ്പം അവിടെ ഫ്രഷ് ആയിട്ട് പഠിക്കേണ്ടി വരും. കാരണം ഇവിടെ ഓൾറെഡി പഠിച്ച ആൾക്ക് പിന്നെ അവിടെ വരുമ്പോൾ കുറേയൊക്കെ ഇറ്റ്സ് ഈസി. നിങ്ങൾ ലോ പഠിച്ചത് എന്താ? കാറ്റിലാകെ ലോ പഠിച്ചത്. അപ്പോൾ കാറ്റിൽ പഠിച്ചത് ഒരു കഥ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനലിൽ ചിലപ്പോൾ ലോ എന്നുള്ള പേപ്പർ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇത് വരാം. അതൊരു നെഗറ്റീവല്ല, അതൊരു പോസിറ്റീവായിട്ട് എടുക്കുക. സാർ ഓഡിറ്റ് വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ മാത്രം സ്റ്റാർട്ട് ചെയ്തു, ബാക്കി ചാപ്റ്ററിൽ സെലക്റ്റീവ് സ്റ്റഡി നടത്താൻ പറ്റുമോ? സെലക്റ്റീവ് സ്റ്റഡീനോടും ഞാൻ തീരെ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. സെലക്റ്റീവ് സ്റ്റഡി ഈസ് നോട്ട് ഗുഡ്. സെലക്റ്റീവ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ഏരിയയിൽ നിന്ന് വരൂലേ എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പ്രത്യേകം അങ്ങനെ പറയാൻ അത്ര വലിയ ഇതില്ല. സോ ബെറ്റർ 100% പഠിക്കുക എന്നുള്ളതാണ്. തീരെ ടൈമില്ലെങ്കിൽ, തീരെ നടക്കത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ സെലക്റ്റീവ് സ്റ്റഡി പാടുള്ളൂ. ടൈം ഉണ്ടെങ്കിൽ ബെറ്റർ യു ഗോ വിത്ത് 100% സിലബസ്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. കാരണം ഇങ്ങനത്തെ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല. ABC അനാലിസിസ് അല്ലെങ്കിൽ മെയിൻ ചാപ്റ്റർ, മോഷൻ ചാപ്റ്റർ അങ്ങനെയുള്ള രീതിയിൽ അത്ര വലിയൊരു തീരെ സെലക്റ്റീവ് സ്റ്റഡി അത് ഡിപ്പെൻസ് ആണ്. എക്സാമിന് മുൻപേ എത്ര ടൈമാണ് റിവിഷൻ ചെയ്യേണ്ടത്? മിനിമം 2, പറ്റുമെങ്കിൽ 3 ചെയ്താൽ നല്ലത്. മിനിമം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എങ്കിലും ചെയ്തിരിക്കണം. 3 ചെയ്താൽ ബെസ്റ്റ്, 4 ചെയ്താൽ അടിപൊളി. സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു സബ്ജക്ട് എക്സാംഷൻ ഉണ്ട്, ബട്ട് ടാക്സ് ഫുൾ മറന്നിക്കണം. സോ വിച്ച് ബോത്ത് ഓർ സിംഗിൾ? ടാക്സ് പഠിക്കാൻ അത്ര വലിയ പ്രശ്നമില്ലല്ലോ. ടാക്സ് മറന്നിക്കണം തന്നെ കഴിഞ്ഞാൽ അത് ഓർമ്മിച്ചെടുക്കാൻ വലിയ ടൈം എടുക്കില്ല. ആരാ ചോദിച്ചത്? ടാക്സ് വലിയ പ്രശ്നം ഉണ്ടാവില്ല, മറന്നിക്കണമെങ്കിലും ഇറ്റ് വിൽ ബി കംഫർട്ടബിൾ, പഠിക്കാൻ പറ്റും. സോ ബെറ്റർ യു ഗോ വിത്ത് ബോത്ത്. CA കോസ്റ്റ് ആൻഡ് ടാക്സ് പഠിച്ച് അത് ഞാൻ പറയാൻ വെച്ചൊരു കാര്യമായിരുന്നു. ഈ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഈ കോസ്റ്റിങ്, ടാക്സ് എന്ന് വെച്ചാൽ DTയും EDTയും അതുപോലെ FM, ഈ സബ്ജക്റ്റുകൾ CAൻ്റെയും കൂടി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ RTPയും MTPയും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള, ഈ സെപ്റ്റംബർക്ക് ഒരു സംഭവം വന്നിട്ടുണ്ട്, കഴിഞ്ഞ മെയ്ക്ക് ഒരു സംഭവം വന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ കഴിഞ്ഞ നവംബറത്തെ അറ്റംപ്റ്റിൻ്റെയും കൂടി RTPയും MTPയും, നമ്മൾ മാർക്ക് ചെയ്ത് പറയുന്ന RTPയും MTPയും ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. കുറച്ചൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറൈറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യനോ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടും. സെയിം കൺസെപ്ച്വലി എല്ലാം സെയിമാണ് ഏകദേശം. കോസ്റ്റ് ഒരു പരിധി വരെ കുറേ കാര്യങ്ങൾ കിട്ടും, FMഉം കിട്ടും ഒരേപോലെ, ടാക്സ് എന്തായാലും ഒരേപോലെ സാധനമാണ്, സോ എന്തായാലും കിട്ടും. സോ ആ CAൻ്റെയും കൂടി ഇത് മാത്രം, വേറെ ഒന്നുമല്ല, ഇത് മാത്രം, അത് RTP MTP മാത്രം, ഇറ്റ്സ് ഇനഫ്, അത് മാത്രം ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി RTPs കഴിഞ്ഞ അറ്റംപ്റ്റത്തൊക്കെ. ലോ എക്സംഷൻ ഫീ അടക്കാത്തവർക്ക് ഈ വട്ടം എക്സംഷൻ ആവില്ല എന്ന് ഷുവറാണ്. യെസ്,
കാറ്റ് ലോൻ്റെ എക്സംഷൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് പോലെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 സിലബസിൽ നിങ്ങൾ ഓൾറെഡി മുമ്പ് നിങ്ങൾ എക്സംഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ എക്സംഷൻ 2022 സിലബസ് ഫുള്ള് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത് ഗ്രാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തന്നത് 10/4/2024 വരെയാണ്. അപ്പോൾ ആ ഓപ്ഷൻ അതുവരെ ഉണ്ടായിട്ട് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഓപ്ഷൻ ചെയ്യാൻ പറ്റില്ല. ആ എക്സംഷൻ ഓപ്ഷൻ എടുക്കുന്ന ആ സംഭവം ഒഴിവാക്കി. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ എക്സംഷൻ എലിജിബിൾ ആയിട്ട് എടുക്കാത്തവർക്ക് മെയിൽ അയച്ചപ്പോൾ വന്ന റിപ്ലൈ ഇങ്ങനെ ആയിരുന്നു, നിങ്ങൾക്ക് എക്സംഷൻ എടുക്കാനുള്ള ഓപ്ഷൻ 10/4/2024 വരെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി എടുക്കാൻ ഓപ്ഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ എത്ര പഠിച്ച് നല്ല കോൺഫിഡൻസിലാണെങ്കിലും വീട്ടുകാരുടെ തളർത്തൽ കാരണം മാർക്ക് കുറയുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാർ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ ചെയ്യണ്ടേ. നമുക്ക് സത്യം പറയാം, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സപ്പോർട്ട് ഫ്രം യുവർ പാരൻസ് ആണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. പാരൻസിൻ്റെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി എ ബേർഡൻ. അപ്പം പുറത്തുനിന്നുള്ള സപ്പോർട്ട് നമുക്ക് വേണ്ട, റിലേറ്റീവ്സ് നാട്ടുകാർ സപ്പോർട്ട് തീരെ വേണ്ട. നമുക്ക് ആകെ വേണ്ടത് പാരൻസ് സപ്പോർട്ടാണ്. ഇത് പാരൻസ് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത്, പാരൻസിൻ്റെ സപ്പോർട്ടാണ് ജനറൽ ഇതിന് വേണ്ടത്. കാരണം ഒരു പ്രഷർ പാടില്ല. പിന്നൊരു പ്രഷർ നമുക്ക് ഇങ്ങനെ വരികയാണ്, ഇത് ആക്ക് അങ്ങോട്ടാക്ക്, ഇത് എങ്ങനെയും പഠിച്ച് ഇതാക്ക് എന്ന് പറയുമ്പോൾ അത് പാടില്ല. ഇതിന് നമ്മളൊരു കൂൾ ഓഫ് മൈൻഡിലായിരിക്കണം ഈ സംഭവം ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ ആക്ച്വലി എന്താ പറയുക കൃതാർത്ഥനാണെന്ന് പറയാം. കാരണം ഞാൻ ഓരോ തവണ തോൽക്കുമ്പോഴും എനിക്ക് ഇവിടുന്ന് പറയുന്നത്, എനിക്ക് ചീത്ത പറയുക അങ്ങനെയൊന്നുമില്ല, എന്നോട് പറയും അടുത്തതിൽ നല്ലോണം ഒന്നും കൂടി നോക്ക്, ഇത് ശരിയാക്കാൻ നോക്ക് എന്നുള്ള രീതിയിൽ പറയും. അത് ആക്ച്വലി അത് എന്താ പറയുക എനിക്ക് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എനിക്കിത് ക്വാളിഫൈ ആവാനുള്ള. സത്യം പറയാം, ഞാൻ ക്വാളിഫൈ ആവുന്നതിൻ്റെ മെയിൻ റീസൺ, അല്ലെങ്കിൽ ഞാൻ അത് ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടാവും ചിലപ്പോൾ, മെയിൻ റീസൺ എൻ്റെ പാരൻസ് ആയിരുന്നു. അവർ തന്ന സപ്പോർട്ടായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നത്, പാരൻസ് സപ്പോർട്ട് ഈസ് റിയലി നീഡഡ്. അത് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾ അവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ എനിക്ക് എൻ്റെ പാരൻസ് കുറച്ച് പഴഞ്ചനാണെങ്കിലും അവർക്ക് പഴഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് ജനറേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവർക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. അവർ ആ കോഴ്സിനെ എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ ഞാൻ തോൽക്കുകയാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പാസ്സായപ്പം അവർക്ക് കിട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു, മക്കളെ അവരുടെ മുഖത്ത്. അത് ആയിരുന്നു എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു തിരിച്ചുള്ള സമ്മാനം. അവരുടെ മുഖത്ത് ഒരു സന്തോഷവും സങ്കടവും ഒക്കെ കൂടി നിറഞ്ഞൊരു സാധനമില്ലേ, ആ സാധനം ശരിക്കും ഞാൻ കണ്ടത് ഈ അറ്റംപ്റ്റ് പാസ്സായപ്പോഴാണ് അവരുടെ മുഖത്ത്. സോ അത് നിങ്ങൾക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് അവരുടെ സപ്പോർട്ട് നിങ്ങൾ എടുക്കുക, അത് പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളെ പാരൻസ് അല്ലേ, പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. പാരൻസ് അല്ലേ, ഫാദറും മദറും അല്ലേ, പറഞ്ഞാൽ മനസ്സിലാവും. സോ ആ കോൺഫിഡൻസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വേണ്ടത് നമുക്കൊരു സപ്പോർട്ടാണ്, അത് വീട്ടുകാരുടെ സപ്പോർട്ടാണ്. ഫ്രണ്ട്സിൻ്റെയോ പുറത്തുനിന്നുള്ള സപ്പോർട്ടോ റിയലി അത് നമുക്ക് അത്ര വലിയ യൂസ്ഫുൾ ആവുന്നില്ല. FM ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് ഫൈനലി ആവശ്യമുണ്ട്. സോ FM ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് റിയലി സിമ്പിൾ. അത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണോ ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ഒരു വീഡിയോ നമ്മളെ സ്റ്റഡി ക്യാമ്പിൻ്റെ യൂട്യൂബിലുണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ് ഫോർ റിവിഷൻ പർപ്പസ്. സെക്കൻഡ് ഗ്രൂപ്പ് ഒരു സബ്ജക്റ്റ് എക്സംഷൻ ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് ടാക്സ് ഫുൾ ശരിക്കും പഠിക്കാനുണ്ട്. ബോത്ത് ഏതാണ് എന്നാണ് വിചാരിക്കുന്നത്. പഠിച്ച് തീർക്കാൻ പറ്റുമോ? യെസ്, പറ്റും. ശരിക്കും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് മൊത്തം കേൾക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇയാൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ടാക്സും DT പ്രത്യേകിച്ച് കുറച്ച് ഫാസ്റ്റാണ്. അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കുറച്ച് ക്ലാസ് കാണുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് തോന്നും. എങ്ങനെയായാലും കുറച്ച് 60 hours പ്ലസ് ഉണ്ടാവും. എങ്ങനെയായാലും 60 മണിക്കൂർ ഇരുന്ന് കാണണ്ടേ, അപ്പോൾ അത് കണ്ട് പഠിക്കണ്ടേ. അപ്പം ഓക്കെ എന്നുവെച്ചാൽ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിവൈസ് ചെയ്യാനുള്ളൂന്നുണ്ടെങ്കിൽ ഫൈൻ, കുഴപ്പമില്ല, സമയമുണ്ട്. ക്ലാസ് കാണുന്നതൊന്നും പഠിക്കുന്നത് വേറെയാണോ? ക്ലാസ് കണ്ടതിന് ശേഷം നമ്മൾ പഠിക്കുന്നത് വേറെതാണ്. ക്ലാസ് കാണുമ്പോൾ തന്നെ നമ്മൾ പഠിക്കില്ല. സാർ MCQ എങ്ങനെ സ്കോർ ചെയ്യാം? മെറ്റീരിയൽ കവർ ചെയ്യണം. MCQ അത് ഞാൻ പറയാം. പല ആൾക്കാരും ഇപ്രാവശ്യം മാർക്ക് കുറയാനുള്ള മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MCQs പ്രോപ്പറായിട്ട് എഴുതാത്തതുകൊണ്ടാണ്. MCQസിൽ പ്രോപ്പറായിട്ട് സ്കോർ ചെയ്യാത്തതുകൊണ്ടാണെന്ന് തന്നെ ഞാൻ പറയാം. കാരണം MCQ സത്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 30 മാർക്കിന് MCQ. ആ 30 മാർക്ക് ശരിക്കും നമ്മൾ പിടിച്ചിക്കണമെങ്കിൽ നമ്മൾ സേഫാണ് ആ സബ്ജക്റ്റ് സേഫ്. കാരണം എങ്ങനെയായാലും ബാക്കി 70 മാർക്കിന് എഴുതി കഴിഞ്ഞാൽ ഒരു 20, 25, 30 നമുക്ക് 20 നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടും. 30 ഇവിടെ സ്കോർ ചെയ്താൽ മതി, 20, 50. 70ന് 20 നേടാൻ പറ്റില്ല, നമ്മൾ അത്രയും പഠിച്ചിട്ടില്ലേ. അപ്പോൾ MCQ ഒരു കാരണവശാലും MCQ തെറ്റിക്കരുത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഒരു കാരണവശാലും MCQ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് വേണം MCQ എഴുതാൻ. നല്ല വായിച്ച് നോക്കി നല്ല നോക്കിയിട്ട് വേണം എഴുതാൻ. 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ യു ആർ ഇൻ സേഫ്, പക്കാ സേഫാണ്. സോ ഭയങ്കര വിജിലൻ്റ് ആയിക്കാണ് എഴുതാൻ. ഇനി MCQ എങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് MCQൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ MCQ എവിടുന്ന് ചോദിക്കാം, നമുക്ക് പ്രത്യേകിച്ച് ഇവിടുന്ന് ചോദിക്കാം അവിടുന്ന് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നവരൊക്കെ പെടാൻ പോകുന്നത് ചിലപ്പോൾ MCQ യിലായിരിക്കും. നിങ്ങൾ ഈ ചാപ്റ്റർ വൈസ് ചില ആൾക്കാർ സ്കിപ്പ് ചെയ്യില്ലേ, ചിലർ സ്കിപ്പ് ചെയ്യില്ല. ആ സ്കിപ്പ് ചെയ്യുന്നത് മെയിൻ ക്വസ്റ്റ്യനിൽ പെടില്ല, പക്ഷെ അത് പെടുന്നത് MCQ യിലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് MCQ പഠിക്കാൻ യു ബെറ്റർ ഗോ വിത്ത് സം MCQ ബുക്ക്ലെറ്റ് ഒക്കെ. അതിൽ ICMA ഇപ്പോൾ ഒരു MCQ ബുക്ക്ലെറ്റ് വെച്ചിട്ടുണ്ട്, അതെന്തായാലും ചെയ്യണം, മസ്റ്റാണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് സിമിലർ ആയിട്ട് വരും, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസിയാണ്. സോ അതെന്തായാലും ചെയ്യണം. MCQ ബുക്ക്ലെറ്റ് ICMA റിലീസ് ചെയ്ത ലേറ്റസ്റ്റ് MCQ ബുക്ക്ലെറ്റ് പ്ലസ് വേറെ ഏതെങ്കിലും സോഴ്സ് നല്ലൊരു MCQ ബുക്ക്ലെറ്റും കൂടി ചെയ്താൽ ഇറ്റ്സ് ഫൈൻ. അതെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് സമയം കണ്ടെത്തല്ല, ഒരു ദിവസത്തിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തു പോവുക, അതാണ് ഏറ്റവും ബെറ്റർ. അതിനായിട്ട് MCQ ബുക്ക്ലെറ്റായിട്ട് ഒരു ദിവസം ഇരുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്താ പറയുക, ഇടയ്ക്കൊക്കെ ഈ സം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്ത് പോവുക, അതാണ് ഏറ്റവും ബെറ്റർ ടു സ്റ്റഡി MCQ. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ മുമ്പൊക്കെ പഠിച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ MCQ ബുക്ക്ലെറ്റ് ചെയ്യാൻ തുടങ്ങുക. ഓരോ സബ്ജക്റ്റ് മിക്സ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, 5 സബ്ജക്റ്റോ 5 ക്വസ്റ്റ്യനോ 10 ക്വസ്റ്റ്യനായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് പോവുക, ഇറ്റ്സ് ബെറ്റർ. MCQ ബുക്കിൽ എത്താം. സാർ ജൂൺ 2024 ഏറ്റവും വലിയ ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു, ഇപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ പെട്ട പോലെ. ഡിസംബർ 24 അതൊരു കോമൺ കാര്യമാണ് കേട്ടോ. ഈ നമ്മളൊരു അറ്റംപ്റ്റിൽ ഒരു സാധനം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്തയിലോട്ട് പോകുമ്പോൾ നമ്മളതൊന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കും. ഒന്ന് കിട്ടിയല്ലേ, ഇനിയിപ്പോൾ അടുത്ത് ഞാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ഭയങ്കര ആപത്താണ് മക്കളെ, അത് ചെയ്ത് കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. കാരണം ഡിസംബർ എങ്ങനെയാണ് ചിലപ്പം പോകും, പിന്നെ അടുത്ത ജൂണിക്ക് പിടിക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കയ്യിൽ ഒതുങ്ങൂല. സത്യം പറയാം, വിഷ്ണു കേൾക്കുന്നുണ്ടെങ്കിൽ, കാരണം ജൂണിൽ ഇപ്പോൾ ഇയാൾ പാസ്സായി ഗ്രൂപ്പ് ക്ലിയർ ചെയ്ത് അടുത്ത അറ്റംപ്റ്റിൽ ഇയാൾ ആ ഒരേ സ്ട്രെച്ചിൽ തന്നെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ജൂണ് പിടിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും, പിടിച്ചാൽ നിൽക്കില്ല. അപ്പോൾ ഇപ്പം തന്നെ ആ ഫ്ലോയിൽ അങ്ങ് പോയി കിട്ടുകയാണെങ്കിൽ ഡിസംബർ കിട്ടും, ഡിസംബർ വേഗം കൈ കിട്ടും. കാരണം ഈ ഡിസംബറിൽ ഇടുന്നതിനേക്കാൾ എഫേർട്ട് ഇയാൾ ഇനി ജൂൺ ഇടേണ്ടി വരും, അത് ആലോചിച്ചാൽ മതി. അനുഭവത്തിൽ നിന്ന് പറയുന്ന എൻ്റെ ഇൻ്ററിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിലെ മിസ്സാവാനുള്ള ഒരു റീസൺ ഇതായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് വേഗം പാസ്സായി എന്നുള്ള രീതിയിൽ 2 അറ്റംപ്റ്റ് ഞാൻ അങ്ങനെ ആ രീതിക്ക് ഒന്ന് എഴുതി നോക്കാം എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് മിസ്സായിട്ടുണ്ട് ഞാൻ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കി എഴുതുന്നത്. അപ്പോൾ അത് വെരി ഡേഞ്ചറാണ്, പിന്നെ നല്ല പാടുപെടേണ്ടി വരും. അതിനോടാണ് ഞാൻ പറയുന്നത്. സോ ഡോണ്ട് മിസ് ദാറ്റ്. ദെൻ ക്വസ്റ്റ്യൻ ഏതാണ്, 3 മന്ത് കൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓ ഡെഫിനറ്റ്ലി 3 മന്ത് ഈസ് ഇനഫ് ഫോർ ഫസ്റ്റ് ഗ്രൂപ്പ്, പറ്റും. സെക്കൻഡ് ഗ്രൂപ്പ് ഫെയിലായി, ബട്ട് OMSM പേപ്പറിന് 60+ ഉണ്ട്. ഈ അറ്റംപ്റ്റ് എക്സംഷൻ ക്ലെയിം ചെയ്യണോ അതോ ഇമ്പ്രൂവ് ചെയ്യണോ? സോ 60+ ഉണ്ടെങ്കിൽ എക്സംഷൻ ക്ലെയിം ചെയ്താൽ 50 വെച്ച് നിൽക്കൂലേ. OPM-SM ഇയാളുടെ കോർ പേപ്പറാണ്, അല്ലെങ്കിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്, നല്ലോണം ഇനിയും സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പേപ്പറാണെങ്കിൽ എക്സംഷൻ മിസ് ചെയ്തിട്ട് മൊത്തം പേപ്പർ അറ്റൻഡ് ചെയ്യുന്നത് നല്ലത്. അതും പേഴ്സണൽ ചോയ്സാണ് ഞാൻ പറയുന്നത്. OPM-SM ഇയാൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ, ഇയാൾക്കൊരു 70+ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പേപ്പർ ആണെങ്കിൽ ബെറ്റർ എക്സംഷൻ ഒഴിവാക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് OPM-SM ഒന്നും കൂടി എഴുതുക, എന്നിട്ട് അടുത്തതിൽ 70+ സ്കോർ ചെയ്യണം. കാരണം അഗ്രിഗേറ്റ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും 2 പേപ്പറിൽ 60+ കയറി കിടക്കണം. അപ്പോൾ അങ്ങനെ കയറി കിടക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇയാൾക്ക് കയറി കിടക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് സാധനമെന്നുണ്ടെങ്കിൽ ബെറ്റർ അത് ഒഴിവാക്കുകയാണ് നല്ലത്. ഓക്കെ, അതും പേഴ്സണൽ നമ്മൾ ചൂസ് ചെയ്യാൻ, നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. ബുക്ക്ലെറ്റ് ഓഫ് MCQ എവിടെ നിന്ന് കിട്ടും? MCQ ബുക്ക്ലെറ്റ് ഈ ICMAയുടെ ഓൾറെഡി അവരുടെ സൈറ്റിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് ഒക്കെ ഇട്ടുണ്ടായിരുന്നു, അത് കിട്ടും. അല്ലാത്ത ബുക്ക്ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇങ്ങനെ വരാറുണ്ട്, ഓരോന്ന് ഇടാറുണ്ട് PDF-കൾ, അത് യൂസ് ചെയ്യാം. എല്ലാം കൂടി ചറ ചെയ്യരുത്, ഏതെങ്കിലും 1-2 ബുക്ക്ലെറ്റൊക്കെ ഫോളോ ചെയ്യുക, ഇറ്റ്സ് ഫൈൻ. ഈ ഡിസംബർ അറ്റംപ്റ്റിൽ ഡയറക്റ്റ് ടാക്സിൽ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് ഉണ്ടോ? ഡയറക്റ്റ് ടാക്സിൽ അമെൻമെൻറ്റ്സ് ഐ തിങ്ക് അമെൻമെൻറ്റ് ബുക്ക്ലെറ്റ് ഒന്നും റിലീസ് ചെയ്തായിട്ട് കണ്ടില്ല. ഏതെങ്കിലും റിലീസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഏതായാലും കാര്യമായ ഭയങ്കര അമെൻമെൻറ്റ്സ് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല അമെൻമെൻറ്റ്സ് ഏതൊക്കെയുള്ളതെന്ന്. ഇല്ല, ഭയങ്കരമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടില്ല ഞാൻ. ഉണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, MCQ പ്രോബ്ലം ആൻസർ ചെയ്യുമ്പോൾ അത് ഫുൾ ചെയ്ത് കാണിക്കാതെ മാർക്ക് കിട്ടും? കിട്ടും. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, എവിടെയോ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച മേജറായിട്ടുള്ളൊരു കേസായിരുന്നു. MCQ 2 മാർക്കിൻ്റെ എക്സ്പ്ലനേഷൻ കാണിക്കണോ കാണിക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയുന്നത് MCQൻ്റെ എക്സ്പ്ലനേഷൻ കാണിക്കണ്ട, അവിടെ പറയുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്പ്ലനേഷൻ കാണിച്ചാൽ മതി എന്നാണ്. ദാറ്റ് മീൻസ് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുകയാണ് യു ഷുഡ് എക്സ്പ്ലെയിൻ ദിസ് എന്ന് സ്പെസിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ആൻസർ മാത്രം എഴുതി വെച്ചാൽ മതി എന്നാണ്. ഓക്കെ, CMA ടെസ്റ്റ് സീരീസ് പറയാം. ക്ലാസ്സൊക്കെ കണ്ട് കൺസെപ്റ്റൊക്കെ റെഡിയാക്കി ഒരു ഗ്രൂപ്പ് പഠിക്കാനുള്ള ടൈം ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 ദിവസം ഉണ്ടെങ്കിൽ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ 20 ദിവസം ഉണ്ടെങ്കിൽ 20 ദിവസം കറക്റ്റ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ലാസ്റ്റ് വെച്ചിട്ടാണ് എല്ലാവരും കൊണ്ടേ കളയുക. ലോയിൽ എക്സാമ്പിൾസ് എഴുതണം. ലോയിൽ എക്സാമ്പിൾസ് ആയിട്ട് എഴുതേണ്ട കാര്യമല്ലാണ്ട് ഇല്ല. ലോ ഇപ്പം
ലോ സപ്പോസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് വരുന്നത് കുട്ടിക്ക്, ഒരു കേസ് സ്റ്റഡി പോലത്തെ ക്വസ്റ്റ്യനാണ് വരുന്നത്. കേസ് സ്റ്റഡി മീൻസ് എ ഉണ്ട്, ബി ഉണ്ട്, ബി അങ്ങോട്ട് എ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യനാണ് തരുന്നതെങ്കിൽ ബെറ്റർ യു റൈറ്റ് വിത്ത് ഫാക്ട്, പ്രൊവിഷൻ, അല്ല പ്രൊവിഷൻ, ഫാക്ട് ആൻഡ് കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ. അതായത് എന്ത് റിലേറ്റഡ് പ്രൊവിഷൻ ആണോ അത് പറയുന്നത് അത് ആദ്യം എഴുതുക ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണോ ക്വസ്റ്റ്യൻ പറയുന്നത്, ക്വസ്റ്റ്യനിലുള്ള സിറ്റുവേഷൻ എന്താണോ അതൊരു സമ്മറി പോലെ നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതുക. ലാസ്റ്റ് ആ സമ്മറിയും ആ ഫാക്റ്റും ആ പ്രൊവിഷനും വെച്ചിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക വാട്ട് വിൽ ഈസ് ദി ആൻസർ എന്നുള്ള രീതിയിൽ. അത്രയാണ് അതിൽ ചെയ്യേണ്ട കാര്യം, ലോയിലൊക്കെ ചെയ്യേണ്ടത്. അതിൽ ഇനി പ്രത്യേക എക്സാമ്പിൾ കൊടുക്കണമെന്നില്ല. അതുപോലെ തന്നെ ഡിസ്റ്റിങ്വിഷ് ഒക്കെ അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ കോളം വരച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോളം വരച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കുക. എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിനിഷൻ പറയുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് വൈസ് എഴുതിയാൽ നല്ലതാണെന്ന് പറയും. ഇത്രയാണ് വരുന്നത്. ദെൻ കഴിഞ്ഞ അറ്റംപ്റ്റ് ലോ എക്സംഷൻ ക്ലെയിം ചെയ്തിരുന്നത് ഡിസംബറിലേക്ക് അത് കിട്ടുമോ? ക്യാറ്റ് എക്സംഷൻ അല്ലേ? കിട്ടും. യെസ് കിട്ടും. ദെൻ പിന്നെന്താ, ഈസ് 1 month ഇനഫ് ടു സ്റ്റഡി FA ഫസ്റ്റ് തൊട്ട് പഠിക്കാണേ? യെസ്, ഫസ്റ്റ് തൊട്ട് പഠിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ FA കുറേ ആൾക്കാർക്ക് ഇത്ര ടഫ് വരുന്നത്? ജനറലി FA അത്രയും വലിയ ടൈറ്റ് പേപ്പറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? FA ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാം. FA നിങ്ങൾക്ക് ഭയങ്കര ടൈറ്റായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് മാനേജബിൾ അപ് ടു യു എന്നുള്ള ഫീലാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ബെറ്റർ യു ഗോ വിത്ത് സം വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോ അല്ല കണ്ടിട്ട് തീർക്കുക. കാരണം ചിലപ്പോൾ അത് ഒറ്റയ്ക്ക് പഠിച്ച് മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. സെൽഫ് സ്റ്റഡി ആകുമ്പോഴേ ബെറ്റർ ഒരു ക്ലാസ് കാണുന്നത് നന്നായിരിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അത്ര വീക്കായിട്ടുള്ള ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ബെറ്റർ ഒരു നല്ലൊരു ലെക്ചർ ഏതെങ്കിലും കണ്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു പ്രൊസീജിയർ ഡ്രിവൺ പോലത്തെ സാധനമാണ്. അപ്പം അത് നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് ചിലപ്പോൾ അത് നല്ല സമയം എടുക്കും. അപ്പോൾ അത്രയും സമയം എടുത്ത് ചിലവാക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ നല്ലതല്ല. അതിനെക്കാട്ടും നല്ലത് ഏതെങ്കിലും ഒരു ക്ലാസ് കണ്ടിട്ട് പോവുകയാണെങ്കിൽ അത്ര സമയം എടുക്കാതെ ഒറ്റയടിക്ക് പരിപാടി കണ്ട് തീരും. പിന്നെ ഒറ്റയ്ക്ക് പഠിക്കാൻ സുഖമായിരിക്കും. സോ ബെറ്റർ എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അത്രയും വീക്കാണെങ്കിൽ യു ഗോ വിത്ത് സം എന്താ പറയുക ഒരു ക്ലാസ് എന്തെങ്കിലും കാണുന്നത് നന്നായിരിക്കും. ദെൻ സെക്കൻഡ് ഗ്രൂപ്പ് അധികം ഒന്നും പഠിച്ചിട്ടില്ല. ഡിസംബർ അറ്റംപ്റ്റിലേക്ക് ഇനി പഠിച്ചെടുക്കാൻ ടൈമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. ടൈമുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ടൈമുണ്ട്. ടാക്സ് എക്സാം പാറ്റേൺ പറഞ്ഞു തരുമോ? ടാക്സ് എക്സാം പാറ്റേൺ എന്താ, 30 മാർക്സിന് എന്തുണ്ടാവും? MCQ ഉണ്ടാവും. അത് 70 മാർക്സിന് DT IDT രണ്ടും കൂടി മിക്സ് ആയിട്ടായിരിക്കും. അതിൽ നമുക്ക് 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 സെലക്ട് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സ്കിപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. ദാറ്റ് മീൻസ് DT കൂടുതൽ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ DT മാത്രം സെലക്ട് ചെയ്ത് എഴുതാം. IDT കൂടുതൽ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ IDT മാത്രം സെലക്ട് ചെയ്ത് എഴുതാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും നല്ലോണം പഠിക്കുക. IDT കൂടുതൽ DT കൂടുതൽ എന്നുള്ളത് പഠിക്കണ്ട. ഡയറക്റ്റ് ടാക്സ് പഠിക്കാൻ വല്ല ടിപ്സ് ഉണ്ടോ? ടാക്സ് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രൊവിഷൻസ് കറക്റ്റ്ലി ഇങ്ങനെ കുറേ വായിച്ച് പോകുന്നതിന് പകരം പ്രൊവിഷൻ ചെയ്യുന്നതിന് പഠിച്ച് കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവുക. ബെറ്റർ യു അമെൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പൈലർ വല്ലതും, ഒരു കമ്പൈലർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് സാലറിനെ വീണ്ടും പറഞ്ഞു ഹൗസ് പ്രോപ്പർട്ടിയിലെ ഏതെങ്കിലും ഒരു സംഭവം ഫുള്ള് പഠിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് പോയി ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രൊവിഷൻ വീണ്ടും തലയിൽ നിൽക്കുക. മനസ്സിലായോ? പ്രൊവിഷൻ തലയിൽ നിൽക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴായിരിക്കും. അപ്പം വെറുതെ നമ്മളിങ്ങനെ ലോ പോലെ വായിച്ചു പോയിട്ട് കാര്യമില്ല. ഇത് പ്രാവർത്തികമാക്കാൻ പഠിക്കണ്ടേ. പ്രാവർത്തികമാക്കാൻ എങ്ങനെ പഠിക്കുക? ക്വസ്റ്റ്യൻ ചെയ്താൽ പഠിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോയും തലയിൽ നിൽക്കും. അത്രേ ഉള്ളൂ. ആ നിയമം തലയിൽ നിൽക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തലയിൽ നിൽക്കും. അതാണ് ഡയറക്റ്റ് ടാക്സ് പഠിക്കാൻ. ഡയറക്റ്റ് ടാക്സും പഠിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാന്നല്ല. അത് ടോപ്പിക് വൈസ് പഠിച്ച് തീരുമ്പോൾ അപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ള രീതിയിൽ ബെറ്ററായിട്ട് അടിപൊളിയായിട്ട് തലയിൽ നിൽക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് നല്ലോണം ബെനിഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. എനിക്ക് ഡയറക്റ്റ് ടാക്സും ഞാൻ ചെയ്തിരുന്നു. ടാക്സ് എക്സാം എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് എക്സാം എഴുതാൻ ഏറ്റവും ബെറ്റർ നോട്ട്സ് വെച്ചിട്ട് എഴുതണം. നോട്ട്സ് വെച്ചിട്ട് തന്നെ എഴുതണം. എന്താ വെച്ചാൽ പ്രൊവിഷൻ കറക്റ്റായിട്ട് എഴുതി കൊടുക്കണം. ടാക്സ് എക്സാം എഴുതുമ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊവിഷൻ എഴുതാന്നുള്ളത്. ഓക്കെ, പ്രൊവിഷൻ എഴുതാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടാക്സ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ. അതിൽ കാരണം നല്ല മാർക്ക് കുറയും ഈ പ്രൊവിഷൻ കറക്റ്റായിട്ട് എഴുതില്ലെങ്കിൽ. കാരണം വെച്ചാൽ ആൻസർ നമ്മൾ കറക്റ്റ്, നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് എഴുതുന്നുണ്ടല്ലോ എന്ന്. ഇല്ലേ, നിങ്ങൾക്ക് തോന്നാറില്ലേ ആൻസർ കറക്റ്റായിട്ട് എഴുതുന്നത് പക്ഷേ മാർക്ക് കിട്ടുന്നില്ലോ എന്നുള്ളത്? ആൻസർ മാത്രം കറക്റ്റായിട്ട് എഴുതിയിട്ട് കാര്യമില്ല. ടു ദി പോയിന്റ് എന്തുകൊണ്ട് ആൻസറിലോട്ട് വന്നു എന്നുള്ളത് എഴുതണം. സോ അങ്ങനെ എഴുതി കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടാക്സിൻ്റെ കേസിൽ. ടാക്സിൽ കുറേ ആൾക്കാർക്ക് മാർക്ക് പോകുന്നതിൻ്റെ റീസൺ അതാണ്, നോട്ട്സ് ചെയ്താത്തതുകൊണ്ടാണ്. നോട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഫൈനൽ ആൻസർ മാത്രമല്ല എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ള റീസൺ കൂടി നമ്മൾ എഴുതി കൊടുക്കണം. അതാണ് നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുക. ദാറ്റ് വിൽ ബി ഓൺ ബേസ്ഡ് ഓൺ ദി പ്രൊവിഷൻ. ഓക്കെ,
ഇനി അടുത്ത പോയിന്റ്, നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ടാക്സിൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ഫോം ആക്കി എഴുതിയാൽ പ്രശ്നമാണോ? ഷോർട്ട് ഫോം ആയതുകൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഈ വേർഡ്സിൻ്റെ ഷോർട്ട് ഫോം ആണോ അതോ വളരെ ഷോർട്ടാക്കി എഴുതരുത്? കാരണം വെച്ചാൽ ടാക്സ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു CMA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളടുത്ത് ഒരു ക്ലയൻറ്റ് വന്നിട്ട് നിങ്ങളോട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നിങ്ങളെ ക്ലയൻറ്റ് ചോദിച്ച ചോദ്യമാണ് കൂട്ടിക്കും. ഈ ക്വസ്റ്റ്യനില്ലേ, നിങ്ങൾക്ക് എക്സാമിനേഷൻ പേപ്പറിൽ തന്ന ക്വസ്റ്റ്യൻ ഒരു ക്ലയൻറ്റ് നിങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ അയാൾക്ക് എങ്ങനെ മറുപടി കൊടുക്കുക? ഒരിങ്ങനെ വേഗമായിട്ടുള്ള മറുപടി കൊടുത്താൽ മതിയോ അതോ ജസ്റ്റ് കറക്റ്റായിട്ട് ടു ദി പോയിൻ്റ് ആൻസർ കൊടുക്കുക? നിങ്ങൾ കാരണമൊക്കെ കാണിച്ചത് എങ്ങനെയാണ് വെച്ചാൽ അയാൾക്ക് ടാക്സിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അയാൾക്ക്. അപ്പോൾ നിങ്ങളെങ്ങനെ ആൻസർ ചെയ്യുക? വെറുതെ അതിങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആൻസർ ചെയ്യുമോ? അല്ലെങ്കിൽ ആൻസർ ഇതാണെന്ന് ഡയറക്റ്റ് കൊടുക്കുമോ? ഇല്ല. നിങ്ങൾ കാര്യങ്ങൾ അനുസരിച്ചല്ലേ നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. ആ ഒരു പോയിന്റിലായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്. കാരണം അതാണ് ഇവിടെ നോക്കുന്നത്. നിങ്ങൾ കണ്ടില്ല, അഡ്വൈസ് ദം അല്ലെങ്കിൽ അഡ്വൈസ് ദീസ് പേഴ്സൺ അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ ആ ആംഗിളിലാണ് ചിന്തിക്കാൻ. അയാൾക്കൊന്നും അറിയില്ല, അയാൾ ഫുള്ള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടൊന്ന് എഴുതി നോക്കിയേ, പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ പറ്റും. മനസ്സിലായോ? നിങ്ങളെല്ലാവരും ചെയ്യുന്ന എന്താ, ഈ ഒരു ബേസിലാവും ചെയ്യുക, ഡയറക്റ്റ് ആൻസർ എഴുതി പോകും. അങ്ങനെയല്ല, ടാക്സൊക്കെ ആ രീതിക്ക് ചിന്തിച്ചാൽ മതി. കുറച്ച് ബേസ് ഉള്ളൂ എങ്കിൽ ഇനി വരുന്ന അറ്റംപ്റ്റിലേക്ക് ബോത്ത് ത്രൂ പോസിബിൾ ആണ്. അതിപ്പോൾ എങ്ങനെ പറയാം, കുറച്ച് ബേസ് ഉള്ളൂ. ബേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി കൺസെപ്ച്വലി സ്ട്രോങ് ആയിരിക്കണം. ഞാനത് ഇപ്പം എങ്ങനെ പറയാം, ബോത്ത് എഴുതാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഞാൻ പറഞ്ഞില്ലേ, ബോത്ത് എഴുതണമെങ്കിൽ ഇറ്റ്സ് പോസിബിൾ. കൺസെപ്ച്വലി സ്ട്രോങ് ആണ്, കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ വിത്ത് ബോത്ത്. ഓഡിറ്റിൽ ഇപ്പോൾ എക്സാമ്പിൾ ഇൻഹെറിൻ്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ് എന്ന ടോപ്പിക് പഠിക്കുമ്പോൾ ആദ്യം കൺസെപ്റ്റിൽ നോട്ട് ചെയ്ത് വെച്ച് മനസ്സിലാക്കുക, ഒപ്പം കീവേഡ്സ് ബൈ ഹാർട്ട് ചെയ്യുക എന്ന സ്ട്രാറ്റജി വർക്കാവുമോ? യെസ്, വർക്കാവും. കൺസെപ്റ്റിൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുക. കീവേഡ്സ് ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം യൂസ് സം ഷോർട്ട് നോട്ട്സ് കൂടി ആണെങ്കിൽ, ബൈ ഹാർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഷോർട്ട് നോട്ട് ചെയ്താണെങ്കിൽ പെർഫെക്റ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഒക്കെ എത്ര നല്ലപോലെ എഴുതിയാലും സ്കോർ കിട്ടുന്നില്ല. ഇനി ടിപ്പ് ഫോർ ദാറ്റ്. ഫസ്റ്റ് ഗ്രൂപ്പ് എത്ര ഡേയ്സ് ഓരോ പേപ്പറിന് കൊടുക്കേണ്ടത് അത് ഞാൻ പറയില്ല. ഓരോ പേപ്പറിന് എത്ര ഡേയ്സ് കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. അതൊക്കെ അത് പറയുന്നതൊക്കെ എന്താ പറയുക, ഞാൻ പറഞ്ഞാൽ അത് ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ആയിരിക്കും. അപ്പം ഞാനാണ് ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കോറായിട്ട് വെക്കുന്ന പേപ്പർ ടാക്സ് ആയിരിക്കും. ടാക്സിൽ ഞാൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 60+ സ്കോർ ചെയ്തിരിക്കും ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഗ്രൂപ്പ് പാസ്സാവണമെങ്കിൽ 60+ മിനിമം ഒന്നിലെങ്കിലും അല്ലെങ്കിൽ രണ്ടെണ്ണത്തിലെങ്കിലും മിനിമം കയറി കിട്ടണം. സോ അതുകൊണ്ട് തന്നെ ടാക്സിലുള്ള എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആയിരിക്കും. എവിടെയും മുക്കും മൂലയും തൊട്ടിട്ടേക്കാളും ഞാൻ ടാക്സ് പ്രിപ്പയർ ചെയ്യും. കാരണം എൻ്റെ ടാർഗറ്റ് പേപ്പർ അതാണ്. അതുപോലെ തന്നെ ഞാൻ ടാർഗറ്റ് വെക്കുന്ന മറ്റൊരു പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരിക്കും. കാരണം കുറച്ചും കൂടി എനിക്ക് ടാക്സ് പോലെ തന്നെ കുറച്ചും കൂടി നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ എനിക്ക് അറിയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. സോ ഈ രണ്ട് പേപ്പറും നോ മേഴ്സി, ഒരു സ്കിപ്പും ഇല്ല, ഒന്നുമില്ല, 100% എഫേർട്ട് ഇട്ട് രണ്ടും ഏതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് ഫുൾ പെർഫെക്റ്റ് ആക്കി വെക്കും. പിന്നെ വരുന്ന ലോ കമ്പാരിറ്റീവ്ലി എനിക്ക് എന്താ പറയുക, എനിക്ക് അത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പേപ്പറല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേപ്പർ ഞാൻ ആ രീതിക്കായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. 40+ കിട്ടിയേ പറ്റൂ, അത് 50 ആക്കാൻ നോക്കും എന്നുള്ള രീതിക്കാണ് എൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ ഞാൻ 60+ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60ൽ നിർത്തൂല. എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്കോർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാൻ ടാക്സ് പഠിക്കുക. എക്സാം എഴുതുമ്പോൾ എൻ്റെ ചിന്ത അതായിരിക്കും, ഇതിൽ എനിക്ക് സ്കോർ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലേക്കാണ് എൻ്റെ ചിന്ത. ഈവൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓൾസോ. കോസ്റ്റും അതേപോലെ തന്നെ. കോസ്റ്റ് എനിക്ക് അത്ര കംഫർട്ടബിൾ പേപ്പർ അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ അതിൻ്റെ ആ രീതിക്കായിരിക്കും ഞാൻ മാനേജ് ചെയ്യുക. ടൈം കൊടുക്കുന്നത് വരെ അതനുസരിച്ചായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ ടൈം കൊടുക്കുന്നത്. എത്ര ഒരു സബ്ജക്റ്റ് എങ്ങനെ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ യു ഷുഡ് ഫൈൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ്. എല്ലാ സബ്ജക്റ്റും 4 സബ്ജക്റ്റ് എല്ലാവർക്കും ഓക്കെ ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് കോസ്റ്റിംഗ് ആയിരിക്കും ഭയങ്കര പെർഫെക്റ്റ് സബ്ജക്റ്റ്. സോ യു ഷുഡ് ടാർഗറ്റ് 60+ അല്ലെങ്കിൽ 70+ ടാർഗറ്റ് ചെയ്യണം കോസ്റ്റിംഗിൽ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വേറെ ഒന്നും ചിന്തിക്കരുത്. അതിൽ അത്ര സ്കോർ ചെയ്തേ പറ്റുമോ, അതിന് അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കണത്. ഓക്കെ, സോ അങ്ങനെ ആയിരിക്കും ഡേയ്സ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത്ര ഡേയ്സ് ഒരു സബ്ജക്റ്റിനൊന്നും ഇല്ലടോ. മനസ്സിലായി? അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കുറച്ച് ഡേയ്സ് മതി, അതൊക്കെ ആയിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ടാക്സിന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് എനിക്ക് അത്രയും ഈസി പേപ്പർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേപ്പറാണ്. അപ്പോൾ അതിലെനിക്ക് ചിലപ്പോൾ കുറേ ഡേയ്സ് ഒന്നും വേണ്ടി വരില്ല. കുറച്ച് ഡേയ്സ് കൊണ്ട് എനിക്കത് ഓക്കെ ആക്കി വെക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് കൊടുത്താൽ മതിയോ. പക്ഷേ ലോ പേപ്പർ പഠിക്കുമ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ ഡേയ്സ് വേണ്ടി വരും. മനസ്സിലായി? അപ്പം അങ്ങനെയാണ് നമ്മൾ ഡേയ്സ് കണക്കാക്കുന്നത്. ആർട്ടിക്കിൾഷിപ്പ് ടൈമിൽ ഞാൻ പറയാം. ആർട്ടിക്കിൾഷിപ്പ് ടൈമിന് ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂട്യൂബിൽ നല്ല ക്ലാസ് ഏതാണെന്ന് അറിയോ? അതെനിക്കറിയില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഏതാ അറിയില്ല. യൂട്യൂബിൽ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. നല്ല ക്ലാസ് ഉണ്ടോ നോക്കിയാൽ മതി. ആരെങ്കിലും ഗ്രൂപ്പിൽ ആരെങ്കിലും ചോദിച്ചാലും മതി. ഗ്രൂപ്പിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും. ഷോർട്ട് നോട്ട്സ് മീൻസ് നമ്മളിങ്ങനെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതേപോലെ ഒരു ഷോർട്ട് നോട്ട്സ് ഇതേപോലെ പേപ്പറിൽ ഇങ്ങനെ A4 ഷീറ്റ് ഇങ്ങനെ മടക്കി ഞാൻ എൻ്റെതായ വേർഡ്സ്, ഇയാൾ കീവേഡ്സ് ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ, കീവേഡ്സ് ഒരു പേപ്പറിൽ എഴുതിയാൽ മതി. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ആയി. കൺസെപ്റ്റ് നോട്ട് പോലെ മലയാളത്തിൽ മനസ്സിലാവുന്ന രീതിയിലുള്ള നോട്ട്സിനെയാണ് ഷോർട്ട് നോട്ട്സ്. മലയാളത്തിൽ ഇത് എങ്ങനെ എഴുതാം, പക്ഷേ ആൻസർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
ആ ആരോ പറഞ്ഞു എമീസ് ഓൺ വേൾഡ് ഉണ്ട്, FAക്ക് എമീസ് ഓൺ വേൾഡ്, അത് ചെക്ക് ചെയ്തുകൊണ്ടുവന്ന. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എമീസ് ഓൺ വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ യു ഷുഡ് ചെക്ക് ദാറ്റ്. ഓക്കെ, ദെൻ എന്താ പറഞ്ഞത്, കൺസെപ്റ്റൽ നോട്ട് പോലെ മലയാളത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ നോട്ട്സിനെയാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ട്സ് പക്ക യുവർ നോട്ട് ആടോ, അയാൾക്ക് എങ്ങനെ ചെയ്തത് ഇന്ന രീതിയിൽ അങ്ങനെ എങ്ങനെയൊന്നുമില്ല, അയാൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഷോർട്ട് നോട്ട്സ് ചെയ്താൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് ഏകദേശം നിങ്ങളെ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ അങ്ങനെ ആൻസർ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതായിരുന്നു, പക്ഷേ അതിന് പകരം നിങ്ങൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത്, കുറേ ആൾക്കാർ ചോദിച്ച CMA ടെസ്റ്റ് സീരീസ്. ബിഫോർ ദാറ്റ് ഞാൻ കുറേ ആൾക്കാർ റിപ്പീറ്റഡ് ചോദിച്ച ചോദ്യമായിരുന്നു ഈ ട്രെയിനിങ്ങിൻ്റെ കൂടെ പഠിത്തം എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹഡിൽ ആക്ച്വലി. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ, ട്രെയിനിങ് എന്ന് പേരാണെങ്കിലും വി ആർ ജസ്റ്റ് ലൈക്ക് എ സ്റ്റാഫ്. നമ്മൾ സ്റ്റാഫ് പോലെ തന്നെയാണ്, നല്ല പണിയെടുക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. സാർ IDT ക്ലാസ് സൂപ്പർ, താങ്ക് യു. IDT ഇനിയും ക്ലാസ് ഇടുന്നുണ്ട്. IDT നിങ്ങൾ ഇനി ബേജാറാണ്. IDT എങ്ങനെയായാലും യൂട്യൂബിൽ ബാക്കി ക്ലാസ്സസ് എന്തായാലും ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് തന്നെ എല്ലാ ടോപ്പിക്സും IDTൻ്റെ ഇടും. പറ്റുമെങ്കിൽ DT ഇടണമെന്നുണ്ട്, ടൈമിൻ്റെ അവൈലബിലിറ്റി കൊണ്ടാണ് DT ഇടാൻ പറ്റാത്തത്. പറ്റുമെങ്കിൽ DT ഇടും. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൺ ടൈം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, ഓക്കെ, നമ്മൾ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ അത് ശരിക്കും എനിക്കും എൻ്റെ ട്രെയിനിങ് പീരീഡിൽ എനിക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് കൊണ്ട് മാത്രമല്ല, സം പേഴ്സണൽ ഇഷ്യൂസ് കൂടി ഉണ്ടായതുകൊണ്ടായിരുന്നു എനിക്ക് ട്രെയിനിങ്ങിൻ്റെ കൂടെ പഠിക്കാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഫൈനൽ പഠിക്കാൻ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് അതിൻ്റെ എങ്ങനെയൊക്കെ ആണ് സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് സെക്കൻഡ് ഗ്രൂപ്പ് ആ ടൈമിൽ ഞാൻ ക്ലിയർ ചെയ്തെടുത്തത്. അപ്പോൾ ട്രെയിനിങ് രാവിലെ നമ്മൾ 10 തൊട്ട് അല്ലെങ്കിൽ 9 തൊട്ട് വൈകുന്നേരം 5 വരെ ഇരിക്കുന്നത് കൂലിപ്പണിക്ക് പോകുന്നതിനേക്കാളും നല്ല പാടാണ്. കാരണം ലാപ്പിൻ്റെ മുന്നിൽ കുറേ നേരം ഇരിക്കാമെന്ന് പറയുമ്പോൾ വൈകിട്ട് എത്തുമ്പോൾ നല്ല ടയർഡായിരിക്കും. എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കാം. അപ്പം അത് ഇറ്റ്സ് നോട്ട് ഈസി, അതത്ര ഈസി അല്ല. അപ്പോൾ അതിനെ മാനേജ് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ വിൽ പവർ അനുസരിച്ചാണത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എങ്ങനെയായാലും ട്രെയിനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. വീട്ടിലെത്തിയിട്ടുള്ള സമയം, ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നിലുള്ള സമയമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം. ആ ടൈം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. രാവിലെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ രാവിലെ നേരത്തെ ഇരുന്ന് പഠിക്കുക, രാത്രി നല്ലോണം ഉറങ്ങുക. ദെൻ രാത്രി എത്രയും ഇരിക്കാം, രാവിലെ കുറച്ച് ഉറങ്ങണം എന്നുള്ളതാണെങ്കിൽ രാത്രി കുറച്ച് കൂട്ടിയിരിക്കാം, ഒരു 3-3:30 എന്നുള്ള രീതിയിൽ കുറച്ച് അധികം ടൈം ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുക. കാരണം നമുക്ക് രാവിലെ ഇവിടെ പഠിക്കാനുള്ള സമയമില്ല. സോ അതുകൊണ്ട് തന്നെ രാത്രി ഇരുന്ന് പഠിച്ചേ പറ്റൂ എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ആ സമയത്ത് ഇരുന്ന് പഠിക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ആ സമയം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തേ പറ്റും. ഇനി അതിൽ ടയേർഡ്നെസ് എങ്ങനെ മാറ്റാമെന്നുള്ളത്, ഇപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ടയേർഡായിരിക്കും. സോ ഡെഫിനറ്റ്ലി ആ ടയേർഡ് മാറ്റാൻ ഏറ്റവും നല്ല മാർഗ്ഗം യു ഷുഡ് സ്ലീപ്പ്. ചെറിയൊരു നാപ്പ് എടുക്കുക. ആ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ രാവിലെ വരെ ആവരുത് ആ നാപ്പ്. കിടന്നിട്ട് രാവിലെ എന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആവരുത്. ഒരു അരമണിക്കൂർ ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി നോക്കുക. അത് ആദ്യ കാലങ്ങളിൽ കുറച്ച് പ്രശ്നമായിരിക്കും. പക്ഷെ അന്ന് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശീലമാവും. ആൻഡ് സം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുക വന്നു കഴിഞ്ഞിട്ട്. കാരണം നല്ല ടയേർഡായിരിക്കും. കാരണം ലാപ്പിൻ്റെ മുന്നിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി അല്ല, നല്ല ടയേർഡായിരിക്കും. പിന്നെ ഒരു സജഷൻ ഉള്ളത്, നമ്മൾ ഈ യൂസ് സം കണ്ണടയില്ലേ, ലാപ്പ് ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ കണ്ണട യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ആ ലെൻസ് മറ്റേ സംഭവമുള്ള ആ സ്ക്രീൻ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു സാധനമില്ലേ, അങ്ങനത്തെ ഒരു കണ്ണട യൂസ് ചെയ്യുന്നത്, ഗ്ലാസ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ കുറേയൊക്കെ ക്ഷീണം മാറും. കാരണം എനിക്കൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ടാവും. കാരണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര സുഖകരമല്ല ഈ ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുള്ള ആ ഒരു നല്ല ടയേർഡായിരിക്കും. അപ്പോൾ ആ ടയേർഡ് ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനിരിക്കാൻ. വെറുതെ ടയേർഡ് തന്നെ ആ ഒരു ഇതിൽ തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, അത് എഫക്റ്റീവ് ആവില്ല. പഠിക്കുമ്പോൾ എഫക്റ്റീവായിട്ട് പഠിക്കണ്ടേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ബ്ലൂ കട്ട് ക്ലാസ് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. യൂസ് കണ്ടിന്യൂസ്ലി അത്രയും ലാപ്പിൻ്റെ മുകളിൽ അത്രയും ഇരിക്കുന്നവരാണെങ്കിൽ യൂസ് ദാറ്റ് ക്ലാസ്, ഇറ്റ്സ് ബെറ്റർ. അത് അൾട്ടിമേറ്റ്ലി നിങ്ങളെ കണ്ണിന് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കൊന്നും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കൊക്കെ വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം അത്യാവശ്യം പൈസ ഉണ്ട് തോന്നി കേട്ടോ, അത് ഈസി അല്ല. അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ്, ആ ക്ലാസ് അങ്ങനെ വെക്കുന്നത് നല്ലതാണെന്ന് പറയും. ഇനി സമയം യൂട്ടിലൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ്, രാത്രി സമയം യൂട്ടിലൈസ് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ രാവിലെയും സമയം യൂട്ടിലൈസ് ചെയ്തേ പറ്റൂ. ഓക്കെ, സോ അത് നിങ്ങൾക്ക് 600 കിട്ടും ക്ലാസ്. ഓക്കെ, എന്നാൽ 600 ക്ലാസ് വാങ്ങുന്നത് നന്നായിരിക്കും തോന്നുന്നു. കുറച്ച് ക്വാളിറ്റി ഉള്ളതിനെ വാങ്ങിയാൽ നന്നായി. ഓക്കെ, അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് റിയാലിറ്റി ഞാൻ പറഞ്ഞു, കാരണം ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്തേ പറ്റൂ, വേറെ സമയം അവിടെ ഇല്ല. പിന്നെ ഹോളിഡേയ്സ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോളിഡേയ്സിൽ റെസ്റ്റ് എടുക്കരുത്. ഹോളിഡേയ്സ് ആണ് പിന്നെ കിട്ടുന്ന ആകെ ഒരു ക്വാളിറ്റി ഉള്ളത് 1000 സംതിങ്. ഓക്കെ, അത് ഡിപ്പെൻസ് ഏതാ വെച്ചാൽ വാങ്ങുക. അപ്പം ഈ ഹോളിഡേയ്സ് വല്ലതും എന്തെങ്കിലും അവധി കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അവധി യൂട്ടിലൈസ് ചെയ്തേ പറ്റൂ ട്രെയിനിങ്ങിന് പോകുന്ന ആൾക്കാർ. കാരണം
നിങ്ങളുടെ റിയാലിറ്റി അതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മറ്റുള്ളവർ ഇരിക്കുന്ന പോലെയുള്ള സമയം നമുക്കില്ല ഈ ട്രെയിനിങ്ങിന് പോകുന്ന ആൾക്കാർക്ക്. അതുപോലെ തന്നെ ബോത്ത് ഗ്രൂപ്പും പാസ്സാവാതെ ട്രെയിനിങ്ങിന് പോകുന്നവർ ജസ്റ്റ് അത്യാവശ്യം നല്ലോണം മെനക്കെടേണ്ടി വരും. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഒരു ഗ്രൂപ്പെങ്കിലും കിട്ടിയിട്ട് ട്രെയിനിങ്ങിന് പോകുന്നത് നല്ലത് എന്നുള്ളത്. ഏറ്റവും ബെറ്റർ രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് പോകുന്നത് ഏറ്റവും സൂപ്പർ. രണ്ടും കിട്ടാതെ ഫൗണ്ടേഷൻ ബേസിൽ ട്രെയിനിങ്ങിന് പോകുന്നത് ഞാൻ അന്നേ പറഞ്ഞത് കുറച്ച് ഡേഞ്ചറാണ്, പക്ഷെ മാനേജബിൾ ആണ്. പക്ഷെ അത് നല്ലോണം എഫേർട്ട് നമ്മൾ കൂടുതൽ ഇടേണ്ടി വരും. അപ്പോൾ അധികം എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പ് മാത്രം പെൻഡിങ് വെച്ചിട്ട് ഈ കാര്യങ്ങൾ ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ടാവാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് മാനേജബിൾ. ആക്ച്വലി മാനേജബിൾ ആണ്. അത് അത്ര വലിയ എന്താ പറയുക ഭയങ്കര ഹഡിൽ എന്നല്ല. നമ്മൾ പ്രോപ്പർ ആ കൺസിസ്റ്റൻസി ഇല്ലേ, ഇപ്പോൾ ഡെയിലി വീട്ടിൽ നിന്ന് വരുന്നു, ഒരു ആപ്പ് എടുക്കുന്നു, പഠിക്കുന്നു, ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം എന്നും. അതിലൊരു ഇതും പാടില്ല. പിന്നെ ഹോളിഡേ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കല്യാണത്തിന് പോകാതെ നമ്മൾ ആ ഹോളിഡേയും യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് വേറെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് വിത്തൗട്ട് മച്ച് എന്താ പറയുക അതില്ലാതെ തന്നെ പെൻഡിങ് ഇല്ലാതെ തന്നെ നമുക്ക് ആ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ തന്നെ പാസ്സാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇരിക്കാൻ, അപ്പോൾ വീണ്ടും സമയം പോകും. ബെറ്റർ ട്രെയിനിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ആ ഗ്രൂപ്പ് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. സമയം ലാഭിക്കാം, അല്ലെങ്കിൽ സമയം കൊണ്ട് പോകും. ഈ ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ ക്ലാസ് യൂസ് ആക്കുമ്പോൾ ഐസ് ടൈം കുറയുമ്പോൾ അത് വേണമെന്നില്ല. ഓൺലൈൻ ക്ലാസ് നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന പോലെ അത്രയും ഹവേഴ്സ് ഒന്നും വർക്ക് ചെയ്യുമ്പോൾ അറിയാതെ ഇരുന്ന് പോടാം. അറിയാതെ നമ്മൾ അത്രയും ഹവേഴ്സ് ഇരുന്ന് പോകും. 10 to 5 ഇടയിൽ ഗ്യാപ്പ് അങ്ങനെ ഉണ്ടാവില്ല. ഓൺലൈൻ ക്ലാസ് കാണുന്ന പോലെ അല്ല വർക്ക് ചെയ്യുമ്പോൾ. അത് എൻ്റെ അനുഭവം കൊണ്ടാണ്. ആ അനുഭവം എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല. അധികം ആൾക്കാരും ഈ ലാപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണിൻ്റെ പ്രശ്നം അതാണ്. ആ ഒരു കണ്ണിൻ്റെ അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും പഠിക്കാനുള്ളതല്ലേ വീട്ടിൽ വന്നിട്ട്, അപ്പോൾ കണ്ണ് യൂസ് ചെയ്യണ്ടേ. അപ്പം അത് ഞാൻ പറഞ്ഞ ആ ക്ഷീണം കുറേയൊക്കെ മാറുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ട്രെയിനിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ്. ഇനി ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെസ്സേജ് വാട്സപ്പ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആയിരിക്കും ബെറ്റർ. അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പായിരിക്കും. അത് നമ്മുടെ ഓരോന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഓരോ ഇഷ്യൂസ് ഉണ്ടാവും ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ പഠിക്കുന്നതിൻ്റെ. സോ യു ക്യാൻ ജസ്റ്റ് വാട്സപ്പ് മീ, വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. എക്സാം ഡേയ്സിൽ ടെൻഷൻ കൊടുക്കാൻ കോൺഫിഡൻസ് കിട്ടാനും എന്താ ചെയ്യേണ്ടതെന്നോ? അത് കിട്ടിയേ പറ്റൂ. കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിപ്പോൾ പഠിക്കുന്നതൊക്കെ എന്തിനാണ്? ഇപ്പം നിങ്ങൾ ഇത്രയും ഹവേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സൊക്കെ കവർ ചെയ്ത് ഇത്രയും മെനക്കെട്ടിരുന്ന് പഠിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താ? ആ 3 മണിക്കൂർ എക്സാം നന്നായിട്ട് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നതൊക്കെ വേസ്റ്റ് അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഹവേഴ്സ് യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചേ പറ്റൂ. വേറെ ഓപ്ഷൻ അതിനില്ല. മനസ്സിലായി? അപ്പം ആ അത്രയും ഹവേഴ്സ് നിങ്ങളിരുന്ന് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, അപ്പം അത് ആ 3 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആ 3 മണിക്കൂർ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചതൊക്കെ വേസ്റ്റ് അല്ലേ? അപ്പോൾ ആ ടൈമിൽ ഒരുപാട് ആൾക്കാർക്ക്, എസ്പെഷ്യലി ഞാൻ വീണ്ടും പറയുന്നത് ഗേൾസിന്, ലാസ്റ്റ് 10 ദിവസത്തിലുണ്ട് ഒരു ടെൻഷൻ അടിച്ചിട്ട് അല്ലെങ്കിൽ പാനിക്കായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ആൾക്കാർ വരെയുണ്ട്. പാനിക്കായിട്ട് ടെൻഷൻ കയറി പ്രഷറായിട്ടൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ആൾക്കാർ വരെയുണ്ട്. സോ അങ്ങനെ ആവരുത് എന്ന് പറയും. അത് കുറക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്കിന് ടെൻഷൻ നല്ലതാണ്, അല്ലെങ്കിൽ എളുപ്പം. അത് ശരിയാണ്. നോർമൽ ടെൻഷൻ ഫൈൻ, അത് എല്ലാവർക്കും ഉള്ളത് തന്നെ. അപ്പോൾ ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് റിസൾട്ട് വരുമ്പോഴൊക്കെ ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലയെന്ന് ഓരോ അറ്റംപ്റ്റ് എഴുതുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടാവലുണ്ട്. പക്ഷേ ആ ടെൻഷൻ ഞാൻ ഒരിക്കലും എൻ്റെ എക്സാം ആ പേപ്പറിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. എക്സാം പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ, ആ 3 മണിക്കൂർ ഞാൻ ഇതുവരെ പഠിച്ച് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അത് മാത്രം എൻ്റെ ചിന്ത. ആ 3 ഹവേഴ്സ് ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് എങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റും, എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും നോക്കും. അതാണ് എൻ്റെ ചിന്ത. ആ പേപ്പർ കൊളായാൽ കഴിഞ്ഞടാ, നമ്മൾ അത്രയും പഠിക്കുന്നത് ആ 3 മണിക്കൂർ നന്നായിട്ട് എഴുതാനാണ്. അപ്പോൾ അത് കൊളായാൽ തീർന്ന്, പിന്നെ പഠിച്ചതൊക്കെ വേസ്റ്റാണ്. അപ്പോൾ പഠിക്കാഞ്ഞിട്ടാണെങ്കിൽ ഫൈൻ, ഓക്കെ. പക്ഷെ പഠിച്ചിട്ടും അത് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് വലിയ മണ്ടത്തരമായി പോകും, എന്ത് വലിയൊരു മിസ്റ്റേക്കാണ്. സോ അതൊരിക്കലും ചെയ്യരുത്. അപ്പോൾ ടെൻഷൻ വേണം, പക്ഷെ അത് ഓവർ ടെൻഷൻ ആയിട്ട് നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? തോൽക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? എന്നോർത്ത് വെച്ച് കാണാം, അത്രയല്ലേ ഉള്ളൂ. പഠിക്കുന്നുണ്ടല്ലോ നമ്മൾ, ആ ഗിൽറ്റി ഫീൽ നമുക്കില്ല. എന്ത് പഠിച്ചിട്ടില്ല എന്നുള്ള ഫീൽ നമുക്കില്ല. ആരും പഠിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുന്നുണ്ട്, ഇറ്റ്സ് ഫൈൻ. ബാക്കി പോയി എക്സാം ചെയ്താൽ പിന്നെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അതിനാ പറഞ്ഞ പാരൻസ് സപ്പോർട്ട് എടുക്കുക എന്നുള്ളത്. നമ്മളിപ്പം ചില പാരൻസിനോട് എനിക്ക് ഇപ്പോഴത്തെ മനസ്സിലായത്, അത് എല്ലാ പാരൻസും ഒരുപോലെ അല്ല. കാരണം ചില ആൾക്കാർ നന്നായിട്ട് വാശി പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് എന്താ പറയുക ഇതിനെ ഇല്ലേ ഒരു ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് 1-2 ആൾക്കാരുടെ പേഴ്സണൽ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ഫാമിലീസും ഒരുപോലെ അല്ല, അല്ലെങ്കിൽ ചിലർക്ക് എന്താ പറയുക നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളെ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ഇത് പ്രഷർ ചെയ്യുമ്പോൾ നമുക്ക് അത്ര കംഫർട്ടായി തോന്നില്ല. നമുക്ക് വേണ്ടത് ഒരു സപ്പോർട്ടാണ്.
ഈവൻ ദോ ഫെയിലാണെങ്കിലും സാരമില്ല അടുത്തതിൽ നോക്കാം എന്നുള്ളത് ആ ഒറ്റ പറച്ചിൽ മതി ഒന്ന് റെഡി ആവാൻ. പക്ഷെ അത് പ്രഷറായിട്ട് കൊടുക്കുമ്പോൾ അതത്ര നല്ലതല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ നിങ്ങളെ പാരൻസിനെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളോട് പറയും. എന്താണ് പാരൻസ്, റിലേറ്റീവ്സ്, നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ട് നമ്മളോട് പറയും ഇത് വേണോ നിർത്തല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയാം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു റിലേറ്റീവും, എസ്പെഷ്യലി നാട്ടുകാരെക്കാളും, ഒരു റിലേറ്റീവും നമ്മൾ നന്നാവണമെന്ന് ഇപ്പോഴത്തെ കാലത്ത് ആലോചിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഏത് ഫംഗ്ഷന് കയറിയാലും എന്തിന് പോകാന്നുണ്ടെങ്കിലും ഒരു റിലേറ്റീവിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം നമ്മളോട് എന്തായിരിക്കും, അല്ലേ? നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയും ഇന്ന കാര്യം ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ അയാൾ ചോദിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യം ആവില്ല. ജനറലി എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യമോ അങ്ങനത്തെ എന്തെങ്കിലും കൊണഷ്ടായിരിക്കും ചോദിക്കുക. അപ്പം ഞാൻ പാസ് ഔട്ട് ആയതിനു ശേഷം, ക്വാളിഫൈ ചെയ്തതിന് ശേഷം, ക്വാളിഫൈ ആയി എന്ന് പറഞ്ഞപ്പം എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്, ഇതിപ്പോൾ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ, ഇതിനിപ്പോൾ നല്ല ജോലി കിട്ടുമോ, ഇവൻ്റെ അവർക്ക് അറിയുന്ന കാര്യമാണ്, എന്നിട്ട് വെറുതെ ചോദിക്കന്നെ ഇത് കാര്യമുണ്ടോ, ഇതിപ്പോൾ വലിയ സംഭവമാണോ എന്നുള്ള രീതിയിൽ ആ രീതിക്ക് ചോദിക്കുന്നവരെ ആൾക്കാരുണ്ട്. അപ്പം ഒരാളും ഇല്ല. അവർ സത്യം പറയാം, ഒരു റിലേറ്റീവ്സ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ബെനിഫിറ്റ് അല്ലേ, ഇപ്പം നമ്മൾ ജോലി കിട്ടിയാൽ തന്നെ ചോദിക്കും എത്ര ഇത് വലിയ കാര്യമുണ്ട്, ഭയങ്കര ജോലിയാണോ, ഇതെന്താ അത് അങ്ങനെ എന്നിട്ടുള്ള, അല്ലെങ്കിൽ വേറെ ആളെ വെച്ച് കമ്പയർ ചെയ്യും നമ്മളെ. എന്ന് വെച്ചാൽ ഇതേ പൊസിഷനിലുള്ള വേറെ ആൾ ഇത്ര ഇങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ എന്ന് വെച്ച് കമ്പയർ ചെയ്യും. ഓക്കെ, സോ അത് ഞാൻ പറയുന്ന റിലേറ്റീവ്സ് എടുക്കുന്ന വാക്കുകൾ കേട്ടിട്ട് ഒരു കാര്യമില്ല, അത് വെറുതെ വേസ്റ്റാണ്. അങ്ങനെ റിലേറ്റീവ്സിനെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോട്ട് ചെയ്ത് വെച്ച് അവർക്കൊക്കെ നല്ല ക്വാളിഫൈ ചെയ്തതിന് ശേഷം അവർക്കൊക്കെ പോയിട്ട് വീടുകളൊക്കെ കൊടുത്ത് ഇതായിപ്പോയി. അപ്പം അത് റിലേറ്റീവ്സ് ആരും നമ്മളെ നല്ലത് ആഗ്രഹിക്കുന്നവർ വളരെ വളരെ റയറാണ്, കുറവായിരിക്കും. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. പാരൻസ് നമ്മളെ നല്ലതിന് തന്നെ ആഗ്രഹിക്കുന്നു. പക്ഷെ പാരൻസ് ഈ റിലേറ്റീവ്സ് നാട്ടുകാരും പറയുന്ന വാക്കുകൾ ചിലപ്പം കേൾക്കും. അപ്പോൾ അവർ കേൾക്കുമ്പോൾ അവർക്കത് ചിലപ്പം ഹേർട്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, അവർ ചിലപ്പോൾ നമ്മളിലേക്കാരം അത് എഫക്റ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുന്നത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാര്യം. മെയിൻ പ്രോബ്ലം പാരൻസ് പാസ്സായ ഫ്രണ്ട്സും ആയി നല്ല കമ്പാരിസൺ ഒരിക്കലും പാടില്ല കേട്ടോ. ഇപ്പം ഈ കുറേ പാരൻസിന് ആ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ മക്കളുമായിട്ട് വേറെ മക്കളായിട്ട് കമ്പയർ ചെയ്യാം, അത് പാടില്ല. ഓരോ ഇൻഡിവിജ്വലും എല്ലാവരും സെപ്പറേറ്റ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ക്യാപ്പബിലിറ്റീസാണ്, ഓരോരുത്തർക്ക് ഓരോ ലൈഫാണ്, ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷനാണ്. സോ അത് ഒരിക്കലും പാടില്ല കമ്പാരിസൺ. ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വളരെ തെറ്റ്. അതിപ്പോൾ പ്രൊഫഷൻ ആണെങ്കിലും അടക്കം, ഈവൻ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഏതാണെന്നെങ്കിലും ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് തീരെ ശരിയല്ല. സ്റ്റുഡൻസിൻ്റെ കേസിൽ തീരെ ശരിയല്ല. കാരണം എല്ലാവരും ഓരോരോ ഇൻഡിപെൻഡൻ്റ് അല്ലേ ഓരോ പേഴ്സൺ. സോ ഓരോ പേഴ്സൺ ഓരോ കഴിവുണ്ട്, ഓരോ സംഭവമുണ്ട്. സോ അത് കമ്പയർ ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? സോ ഡെഫിനറ്റ്ലി പാടില്ല. അപ്പോൾ കുറേ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഒരേ മുന്നിൽ പാസ്സായി കാണിക്കാൻ ഇപ്പോൾ ഒരു വഴിയായി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, വീട്ടുകാരുടെ സപ്പോർട്ട് നമുക്കിപ്പോൾ എടുക്കാതെ എന്താ പറയുക, ഞാൻ ഒരിക്കലും വീട്ടുകാരുടെ സപ്പോർട്ട്, ഞാൻ എപ്പോഴും പറയുന്നത് വീട്ടുകാരുടെ സപ്പോർട്ട് വേണമെന്ന് പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വീട്ടുകാരായിരിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ആരിട്ടേച്ച് പോയാലും വീട്ടുകാരെന്തായാലും ഇട്ടേച്ച് പോകില്ല. അപ്പോൾ എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴും സപ്പോർട്ടിനായിട്ട് നമുക്ക് വീട്ടുകാരുണ്ടായാൽ പറ്റൂ. ആരുണ്ടെങ്കിലും നമ്മളെ പാരൻസ് അൾട്ടിമേറ്റ്ലി നമ്മളെ പാരൻസ് തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ ടു ടേക്ക് ദാറ്റ് സപ്പോർട്ട് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ. പിന്നെ റിലേറ്റീവ്സ് നാട്ടുകാരും പറയുന്നത് തീരെ എടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ആരും നല്ലത് ആഗ്രഹിക്കുന്നവരില്ല. ആരും നമ്മളെ നല്ലത് ആഗ്രഹിക്കുന്നത്, നമ്മൾ നല്ലത് നമ്മൾ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന സംഭവമായിരിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ ആഗ്രഹിക്കുക. വേറെ ആരും നമ്മളെ നല്ലത് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല. എൻ്റെ പേഴ്സണൽ അനുഭവത്തൊന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ അത് ആലോചിച്ചിട്ടുള്ള ബേജാറാവണ്ട. ഈ പാരൻസ് അങ്ങനെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. യു ഓൺലി ഹാവ് യു ഓൺലി, ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉള്ളൂ അൾട്ടിമേറ്റ്ലി. ഓക്കെ, സോ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഓരോ ബിസിനസ് ഡാറ്റ അല്ലെങ്കിൽ നോട്ട്സ് ഉണ്ടോ? നോട്ട്സൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. ഐ തിങ്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ്, CMA ടെസ്റ്റ് സീരീസ്. ഒരുപാട് ആൾക്കാർ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് CMA ടെസ്റ്റ് സീരീസിനെ കുറിച്ചുള്ള കാര്യം. ഈ ടെസ്റ്റ് സീരീസിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അന്ന് ആ പോഡ്കാസ്റ്റിൽ ടെസ്റ്റ് സീരീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ചാടിക്കേറി ഈ പരിപാടി ചെയ്യണം അങ്ങനെയെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളിത് ചാടിക്കേറി എല്ലാ സബ്ജക്റ്റും ടെസ്റ്റ് സീരീസൊക്കെ ചെയ്ത് പോകണമെന്നില്ല. മനസ്സിലായോ? അത് ഡേഞ്ചറാണ്. അതിനുള്ള സമയമില്ല ആക്ച്വലി ടെസ്റ്റ് സീരീസ് എല്ലാ സബ്ജക്റ്റും ചെയ്യാൻ. അപ്പം ഇത്തവണ IDT 40+ ഉണ്ടാവില്ലേ? 40+ മീൻസ് പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ആണോ ഉണ്ടാവും? 50 അല്ലേ? 50 അല്ലേ? 40+ അങ്ങനെയുള്ള IDT ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എവിടെ നമ്മൾ
ടർബോ 40 ഓക്കെ അത് ഉണ്ടാവും ടർബോ 40 സംതിങ് ഉണ്ടാവും എന്തായാലും 40 ക്വസ്റ്റ്യൻസോ ഉണ്ടാവും, റിവിഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എഡിറ്റഡ് എല്ലാം എക്സാം സമയത്ത് എന്തായാലും ചെയ്യണം, അതൊന്നും പേടിക്കണ്ട. ദെൻ എന്താ പറഞ്ഞത്, CMA ടെസ്റ്റ് സീരീസ്. അപ്പോൾ ഞാൻ ഈ എൻ്റെ അനുഭവം പറയാം ടെസ്റ്റ് സീരീസിൻ്റെ. അത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെ വന്നെന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആവും. എൻ്റെ അനുഭവം ഇതായിരുന്നു. എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ പ്രശ്നം വന്നില്ല. ഫസ്റ്റ് ഗ്രൂപ്പിൽ AFM എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്. പണ്ട് SFM ആയിരുന്നു, ഇപ്പോൾ AFM ആയി. അപ്പം ഈവൻ ദോ ഞാൻ FM ഫാക്കൽറ്റി ആയിരുന്നു കുറച്ച് കാലം. ബിഫോർ IDT ഐ വാസ് ടേക്കിംഗ് FM. കുറേ ആൾക്കാർക്ക് അത് അറിയുണ്ടാവും FM നടത്തിയിരുന്നത്. ഈവൻ ദോ ഞാൻ FM ഫാക്കൽറ്റി ആയിരുന്നു, പക്ഷേ എനിക്ക് AFMൽ മാർക്കില്ല. ഞാൻ AFM നന്നായിട്ട് എഴുതുന്നുണ്ട്, പേപ്പറൊക്കെ വെച്ച് നന്നായിട്ട് എഴുതുന്നു, പക്ഷെ മാർക്ക് കിട്ടുമ്പോൾ അൾട്ടിമേറ്റ്ലി 35-40 ഉള്ളിൽ കിട്ടിയ 40 എന്നുള്ള രീതിയിലായിരുന്നു പോയിരുന്നത്. സോ എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ പേപ്പർ ഇവൻ ദോ ഓടിത്തടക്കം ഞാൻ പാസ്സാവുന്നുണ്ട്, AFM തോൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ പഠിച്ചോളൂ, എന്താ ഇതിൽ മാത്രം ഇങ്ങനെ ഇത്ര പ്രശ്നം വരുന്നത്? കാരണം ഞാൻ പഠിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ മാർക്ക് വരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പം എനിക്കിത് എന്താ പ്രശ്നം എന്നുള്ളത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് ടെസ്റ്റ് സീരീസ് എന്നുള്ള കാര്യം അന്നാണ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒന്ന് ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ അവർ കമൻറ്റ് ചെയ്യുമ്പോൾ അറിയാലോ എന്താണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെ ഞാൻ ടെസ്റ്റ് സീരീസിന് അന്ന് എന്തോ 1000 രൂപ ആയിരുന്നു, പക്ഷേ 50% ഓഫ് കിട്ടി. വുമൻസ് ഡേ ഓഫർ അങ്ങനെ എന്തോ വന്നപ്പം അന്നാണ് ഞാൻ എടുക്കുന്നത്. എന്തോ ഓഫർ കിട്ടി. അപ്പോൾ 500 രൂപയ്ക്ക് സാധനം കിട്ടി. ചാപ്റ്റർ വൈസ് ആയിരുന്നു സാധനം. എന്നുവെച്ചാൽ ഓരോ ചാപ്റ്ററിലും പാറ്റേൺ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഓരോ ചാപ്റ്ററിനും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചാപ്റ്റർ പഠിക്കുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഒരു ദിവസത്തിനുള്ളിൽ അവരെന്ത് ചെയ്യും, ആ സ്കാൻ ചെയ്ത സാധനം തിരിച്ച് റിമാർക്സ് അടക്കം എന്തൊക്കെ കമൻറ്റ് എന്നുള്ള കമൻറ്റൊക്കെ ഇട്ടിട്ട് അവരെന്ത് ചെയ്യും, റിപ്ലൈ തരും. അപ്പം എനിക്ക് ഫസ്റ്റ് ഒരു ചാപ്റ്റർ എനിക്ക് അയച്ചപ്പോൾ അവർ തന്ന റിപ്ലൈ ഇതായിരുന്നു: നിങ്ങൾ കൺസെപ്ച്വലി ശ്രീല സ്ട്രോങ് അല്ല, കൺസെപ്ച്വലി ഒരു കുന്തം നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ കമൻറ്റ്. വലിയ ലോങ് കമൻറ്റ് എന്ന് വെച്ചാൽ കൺസെപ്ച്വലി സ്ട്രോങ് അല്ല, അവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം, കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ആൻസർ തെറ്റാണ്. ഈവൻ ദോ എഴുതുന്നെങ്കിലും എനിക്ക് കൺസെപ്ച്വലി സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്ന ആൻസർ തെറ്റാം. ഓക്കെ, സോ ഞാൻ അതിലോട്ടെത്താം. അപ്പം അതുകൊണ്ടായിരുന്നു എനിക്കവിടെ മാർക്ക് കുറയുന്നതെന്നുള്ള ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ബാക്കി എന്നിട്ട് ഓരോ ചാപ്റ്ററിനെ എഴുതുമ്പോൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങി. ഓരോ ചാപ്റ്ററും ഞാനിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. ഞാൻ അത് വെച്ചിട്ടാണ് പിന്നെ ഈ ലാസ്റ്റ് മെയ് അറ്റംപ്റ്റിൽ ഞാൻ ഫൈനൽ ചെയ്താൻ പോയത്. എനിക്ക് AFMൽ കഴിഞ്ഞ പ്രാവശ്യം AFM ഈസ് ലിറ്റിൽ ബിറ്റ് വാല്യൂഷനൊക്കെ ഈസിയാന്ന് തോന്നുന്നു. എന്നിരുന്നാൽ ഞാനൊരു 50+ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്രാവശ്യം 68 മാർക്ക് എനിക്ക് കിട്ടി AFMൽ. എനിക്ക് എപ്പോഴും കിട്ടിയിരുന്നത് 30-something 40 ഉള്ളിലായിരുന്നു. അതിനപ്പുറം ക്രോസ് ചെയ്തിട്ടില്ല സത്യം പറയാം. അപ്പം ടെസ്റ്റ് സീരീസ് കൊണ്ടാണോ ബെനിഫിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ടെസ്റ്റ് സീരീസ് എനിക്ക് കോൺഫിഡൻറ്റ് തന്നു എങ്ങനെ എഴുതേണ്ടി എന്നുള്ളത്. എനിക്ക് അവിടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി തന്നു. പക്ഷേ ഞാൻ എല്ലാ സബ്ജക്റ്റും എഴുതാൻ നിന്നോ? ഇല്ല. എല്ലാ സബ്ജക്റ്റും ഇന്ന് മണ്ടത്തിൽ തീരൂല. എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് എഴുതാൻ നിന്നാൽ ഞാൻ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് സീരീസ് സംഭവം ഇതാണ്. എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സൈറ്റ്, ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പല പാക്കേജും ഉണ്ട് അവിടെ. ഏതും എടുക്കാം. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ അവർ തരും, ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ ആൻസർ നമ്മൾ പേപ്പറിൽ എഴുതുക, സ്കാൻ ചെയ്യുക, ഇവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഒരു ദിവസത്തിനുള്ളിൽ റിപ്ലൈ കിട്ടും. റിപ്ലൈ എന്ന് പറഞ്ഞാൽ ആ പേപ്പർ തന്നെ തിരിച്ച് വാല്യൂ ചെയ്തിട്ട് തരും. ആ തരുന്ന പേപ്പറിൽ തന്നെ കമൻറ്റ് ഉണ്ടാവും എന്തൊക്കെയാണ് എവിടേക്കാണ് പ്രശ്നം എന്നുള്ളത്. ഇതാണ് ടെസ്റ്റ് സീരീസ്. ഓക്കെ, ഇതാണ് ടെസ്റ്റ് സീരീസ്. അപ്പം ഇത് എല്ലാ പേപ്പറും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത് ഡേഞ്ചറാണ്, വേണ്ട. ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല, അത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുക, ഇത്ര കിട്ടും, നല്ല നോളജ് ഉണ്ട്, മാർക്ക് കിട്ടുന്നില്ല, അങ്ങനെ ഏതെങ്കിലും ഒരു പേപ്പർ ഉണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ. ഞാൻ പറഞ്ഞ യു ക്യാൻ ട്രൈ. എഴുതിയിട്ട് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഫീൽ ഉണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദാറ്റ് പേപ്പർ. ഏതെങ്കിലും ഒരു പേപ്പർ ഇങ്ങനെ ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കാം. അതെല്ലാം കൂടി ചെയ്യുന്നതിന് അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത്. വേണ്ട, അതിനുള്ള സമയമില്ല. സോ ഏതെങ്കിലും ഒരു പേപ്പർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് ആക്ച്വലി. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു പേപ്പർ വാല്യൂഷൻ എക്സ്പീരിയൻസ് ഇല്ല, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ പറയും. അത് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഇപ്പോൾ ഞാൻ കണ്ടത് ഒരു CA ടെസ്റ്റ് സീരീസ് എന്നുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. പേര് അതാണെങ്കിലും CMAയുടെ ടെസ്റ്റ് സീരീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈറ്റിൻ്റെ പേര് CA ടെസ്റ്റ് സീരീസ് എന്നാണ്. പിന്നെ ഒരു പ്ലാറ്റ്ഫോം ഞാൻ കണ്ടത് GM ടെസ്റ്റ് സീരീസ് എന്നുള്ള ഒരു സംഭവം കണ്ട്. വേറെ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളുണ്ട്, യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. CMA ടെസ്റ്റ് സീരീസ് എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാട് കിട്ടും. ഏതായാലും മതിയോ, ജസ്റ്റ് ആൻ എക്സ്പീരിയൻസ്, അത്രയേ ഉള്ളൂ. ആ ഒരു സംഭവം എവിടേക്കാണ് പ്രശ്നം പറ്റുന്നത് എന്നുള്ളതൊരു സംഭവം കിട്ടൂലേ, അതാണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് CMA ടെസ്റ്റ് സീരീസ്. ഞാൻ അതിനെക്കുറിച്ച് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സ്ആപ്പ് മീ. ടെസ്റ്റ് സീരീസിൻ്റെ ബാക്കി എന്തെങ്കിലും കാരണങ്ങൾ അത് പറയാം. ടെസ്റ്റ് സീരീസ് ഈസ് പെയ്ഡ്. ടെസ്റ്റ് സീരീസ് ഒക്കെ പെയ്ഡാണ്. അത് ഇത്ര എമൗണ്ട് പേ ചെയ്യണം, അല്ലാതെ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. പെയ്ഡ് ആയിക്കോട്ടെ, ഇവൻ എന്തോ പെയ്ഡ് ആണെങ്കിലും ഒരു സബ്ജക്റ്റൊക്കെ 500-1000 ഒക്കെ അല്ലേ, ജസ്റ്റ് മാനേജ് ഇറ്റ്. മനസ്സിലായോ?
അപ്പം ഞാൻ പറഞ്ഞ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ചെയ്യണ്ട, ഒരു സബ്ജക്റ്റൊക്കെ ജസ്റ്റ് ചെയ്ത് നോക്കുക. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യും വേണം. ഞാൻ പറയും, നിങ്ങൾ സീരിയസ് എടുത്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ വേസ്റ്റാണ്. അപ്പം യൂട്ടിലൈസ് ചെയ്യും വേണം, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത് ചെയ്യുമ്പോൾ. പിന്നെ അതിൽ തന്നെ ഒരു കാര്യം കാണാം, ഷെഡ്യൂൾഡ് എന്നും കാണാം, അൺഷെഡ്യൂൾഡ് എന്നും കാണാം. ഷെഡ്യൂൾഡ് എന്ന് പറയുമ്പോൾ ആ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിൽ പോയിട്ട് എഴുതുന്ന പരിപാടിയാണ്. അൺഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഷെഡ്യൂളൊന്നുമില്ല. ബെറ്റർ അൺഷെഡ്യൂൾഡ് എടുക്കുക എന്നുള്ളത്, നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എഴുതിയിട്ട് പേപ്പർ അപ്ലോഡ് ചെയ്യാം. സോ ബെറ്റർ യു ടേക്ക് അൺഷെഡ്യൂൾഡ്. ഇപ്പോൾ ഇതിൽ ഈ സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അൺഷെഡ്യൂൾഡ് കാണാം. അപ്പം അൺഷെഡ്യൂൾഡ് എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ വിഷ്ണു ചോദിച്ച ചോദ്യം, സാർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഗ്രൂപ്പ് 2 ക്ലിയർ ചെയ്യാൻ December 2024 അറ്റംപ്റ്റ്, നോ പ്രീവിയസ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് ടൈം ക്ലാസ്സസ്, കറക്റ്റ് സിറ്റുവേഷൻ FM നമ്പർ 80% ക്ലാസ് കണ്ടുള്ളൂ, ബാലൻസ് സബ്ജക്റ്റ് പെൻഡിങ്, ഓൺലി 2 months ലെഫ്റ്റ്. പറ്റായികയില്ല. കമ്പാരിറ്റീവ്ലി ഗ്രൂപ്പ് 2 ഈസിയാന്ന് പറയും ഫസ്റ്റ് ഗ്രൂപ്പിനേക്കാളും എല്ലാവരും പാസ്സാവാൻ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ FM ആൻഡ് MA ഒക്കെ 80% ക്ലാസ് കണ്ടതല്ലേ. സോ ബാക്കി സബ്ജക്റ്റ് കമ്പനി അക്കൗണ്ട്സ് ഒക്കെ മാനേജബിളാണ് ആൻഡ് ഓഡിറ്റ് മാനേജബിളാണ്. പിന്നെ FM മാനേജബിൾ ഇയാൾ കഴിഞ്ഞതാണ്. OPM SM പിന്നെ ഡിപ്പെൻസ് ആണ്. OPM SM പേഴ്സൺ ടു പേഴ്സൺ. ചില ആൾക്കാർക്ക് നല്ല ഈസിയാണ് OPM SM, ചില ആൾക്കാർക്ക് നല്ല ടൈറ്റാന്ന് പറഞ്ഞേക്കാം OPM SM. ഒരു സ്റ്റാറ്റി പോലത്തെ ഒരു സാധനമല്ലേ. സമയമുണ്ട്, 2 months ലെഫ്റ്റ് ഈസ് ഇനഫ്, മതി, കുഴപ്പമൊന്നുമില്ല, പോസിബിളാണ്. വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെച്ച് ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് FM ഇതുവരെയും ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല, ബോർഡ് ഗ്രൂപ്പ് എടുത്തോണ്ട് ഇനി പഠിച്ച പാസ്സാകാൻ കഴിയുമോ? അയ്യോ, ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡാണ് ആ സമയം കൊണ്ട് തീർക്കാൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് FM ഒക്കെ ക്ലാസ് കാണാമെന്ന് പറയുമ്പോൾ അത് ഇരുന്ന് കാണണ്ടേ. എങ്ങനെയാലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് FM ഒക്കെ കൂടി ഒരു 100 മണിക്കൂറിൻ്റെയൊക്കെ മുകളിൽ പോകും. അപ്പോൾ അതിനായിട്ട് കണ്ടു തീർക്കുമ്പം അത് ചിലപ്പം സമയം ഒരുപാട് വേണം. അപ്പോൾ ബോത്ത് ഗ്രൂപ്പ് എഴുതാൻ ചിലപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്, ചിലപ്പോൾ അത് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് എടുക്കാൻ പഠിച്ചാൽ തീരുമോ എന്നുള്ളൊരു സംശയം. പഠിക്കണ്ടേ, ക്ലാസ് കണ്ട് പഠിക്കണ്ടേ. അപ്പോൾ ക്ലാസ് കാണും വേണം, പഠിക്കും വേണം, അതിന് സമയം വേണ്ടേ. DETൻ്റെ എക്സാമിന് നോട്ട്സ് കൊടുക്കാം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുമോ? എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ഇപ്പോൾ ഒരു എക്സാംഷൻ്റെ DETയിൽ ഇപ്പോൾ എന്താ, DETയുടെ എക്സാമ്പിളാണ് പറഞ്ഞത്. DETയിൽ ഇപ്പോൾ സാലറിയുടെ ഒക്കെ വല്ല ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ വേണ്ട, PGVPയോ എന്തെങ്കിലും അലവൻസോ, PGVPയിൽ എന്തെങ്കിലും അലവൻസോ അല്ലെങ്കിൽ ഡിസലവൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ, ഇപ്പോൾ അലവൻസോ ഡിസലവൻസോ നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടായി, ഏത് സെക്ഷൻ അനുസരിച്ചായി എന്നുള്ള താഴെ നോട്ട് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. DET ഒക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് പേപ്പർ എഴുതുമ്പോൾ നമ്മൾ അഡ്വൈസ് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു ക്ലയൻറ്റാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ, എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത്. ആ രീതിക്കായിരിക്കണം പേപ്പർ പ്രസൻറ്റേഷൻ. മനസ്സിലായി? വി ആർ പ്രൊഫഷണൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആൻസർ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ പോരാ, ഇതെന്തുകൊണ്ടെന്തായി എന്നുള്ളതിൻ്റെ റീസണും കൂടി കൊടുക്കണം. അപ്പോൾ അതിനാണ് DETയുടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ്, സെക്ഷൻസും പ്രൊവിഷൻസും ആണ് അവിടെ കൊടുക്കേണ്ടത്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ലാസ്റ്റ് ഡേ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണോ അല്ലേ? ലാസ്റ്റ് ഡേ റിവിഷൻ, LDR, ലാസ്റ്റ് ഡേ റിവിഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി ഞാൻ പറയാം. നിങ്ങളിപ്പോൾ പഠിക്കുന്നതൊക്കെ ആക്ച്വലി ലാസ്റ്റ് ഡേ റിവിഷന് വേണ്ടിയാണ്. ലാസ്റ്റ് ഡേ റിവിഷൻ സൂപ്പർ ആയില്ലെങ്കിൽ പണി പാളും. ലാസ്റ്റ് ഡേ റിവിഷൻ ഇല്ലേ, എക്സാമിൻ്റെ തൊട്ട് തലേന്ന്, എക്സാം നടക്കുന്ന വരെ ആ ടൈം വരെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം, യൂട്ടിലൈസ് ചെയ്തിരിക്കണം. സോ ആ സമയം നല്ലതാണ്. അതൊക്കെയാണ് പല ആൾക്കാരും മിസ്ഔട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ദിവസം വെച്ചിട്ട് ഒന്നും പഠിക്കും, തല കയറുന്നില്ല, അങ്ങോട്ട് ടെൻഷൻ അത് ഇത് എന്ന് കേൾക്കും. സോ മൊത്തം കഴിഞ്ഞു പോകും. സോ ലാസ്റ്റ് റിവിഷൻ സൂപ്പറായിരിക്കണം, മൊത്തം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ പഠിത്തം പോയിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ പഠിക്കുന്ന സാധനം മൊത്തം ഓടിച്ച് വിടണമെങ്കിൽ ഞാൻ അത്രയും പാക്ഡ് ആയിരിക്കണം ആ സബ്ജക്റ്റ്. ഇപ്പോൾ DT സബ്ജക്റ്റ് തലേ ദിവസം പഠിക്കണമെങ്കിൽ ഒക്കെ ഇങ്ങനെ നോക്കി വരണ്ടേ. അപ്പോൾ ആ സ്പീഡ് കിട്ടണമെങ്കിൽ അത്രയും ടൈം റിവൈസ് ചെയ്താൽ മാത്രമേ ലാസ്റ്റ് ഡേയിൽ എനിക്ക് അത്രയും സ്പീഡിൽ നോക്കി വരാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഗുട്ടൻസ്. മനസ്സിലായി? അപ്പം കുറേ തവണ റിവൈസ് ചെയ്തൊരു സബ്ജക്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഡേ റിവിഷൻ വെരി ഈസി ആയിരിക്കും, പെട്ടെന്ന് നോക്കി പോരാൻ പറ്റും. കുറച്ച് നോക്കിയ സബ്ജക്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഡേയിൽ നല്ല പാടായിരിക്കും. അതാ പറഞ്ഞ റിവിഷൻ കൂട്ടാൻ, നമ്പർ ഓഫ് റിവിഷൻസ് കൂടുന്നതിനനുസരിച്ച് ഉഷാറാവും. 3 months കൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലാസ് റെക്കോർഡഡ് കാണലും പഠിക്കലും നടക്കും. December അറ്റൻഡ് ചെയ്താൽ പറ്റും. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമാണെങ്കിൽ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നല്ലോണം സ്ട്രെച്ച് ചെയ്തിരിക്കണം. ലാവിഷായിട്ടിരുന്ന് കണ്ട് തീർക്കാനുള്ള സമയമില്ല. സ്പീഡപ്പായിട്ട് കണ്ടിട്ട് ഒപ്പം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ
അറ്റംപ്റ്റിൽ കിട്ടും, എഴുതാൻ സമയമുണ്ട്. ഓക്കെ. വേറൊരു കാര്യം പറയാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർ എക്സാം എഴുതിയപ്പോൾ ഈ എക്സാം എഴുതുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനൊരു തെറ്റ് വന്നിട്ടുണ്ട്. അത് തെറ്റെന്ന് തന്നെയാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഒഫൻഡ് ചെയ്തിട്ടുള്ളൊരു മറുപടി എനിക്ക് വേറെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരാൾ പറയുകയും ചെയ്തു. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയത് കണ്ടിന്യൂസ്ലി ഒരു 10-20 ആളെങ്കിലും ഈ പറഞ്ഞ മിസ്റ്റേക്ക് കൊണ്ട് മാർക്ക് കുറഞ്ഞവരുണ്ട് സബ്ജക്റ്റിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 എൻ്റെ അടിയിൽ എയും ബിയും ഉണ്ടാവും. അല്ല, മെയിൻ ക്വസ്റ്റ്യൻ 2, അതിൻ്റെ സബ് ക്വസ്റ്റ്യനാണ് എയും ബിയും. 7 മാർക്കായിരിക്കും. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 2A എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ 2B അവിടെ എഴുതുന്നില്ല, പിന്നെ 3 അല്ലെങ്കിൽ 4 എഴുതുന്നു, 2B കൊണ്ട് വേറെ എവിടെയെങ്കിലും എഴുതുന്നു. അതെനിക്ക് തോന്നുന്നില്ല ഉചിതമാണെന്ന്. കാരണം ക്വസ്റ്റ്യൻ നമ്പർ 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ 2ൻ്റെ എയും ബിയും ഒരുമിച്ച് എഴുതണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കാരണങ്ങൾ കൊണ്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു നല്ലോണം എഴുതിക്കുന്നു സാറേ, പക്ഷെ മാർക്ക് കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീൽ അതായിരുന്നു, കണ്ടിന്യൂസ്ലി ഒരേ എല്ലാവരും ഇതേ തന്നെ സാധനം പറയുന്നത്, എഴുതുന്നുണ്ട് മാർക്ക് കാണുന്നില്ല. അപ്പം അവരൊക്കെ ചെയ്തിരിക്കുന്നത് ആ സബ്ജക്റ്റിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ ഈ രീതിക്ക് ചെയ്തുകൊണ്ടാണ് അവർക്ക് മാർക്ക് കുറഞ്ഞതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളാരും ഇങ്ങനെ ചെയ്യാറില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ നമ്പർ 2 എടുത്തു കഴിഞ്ഞാൽ എയും ബിയും ഒരുമിച്ച് എഴുതും. ഇനിയിപ്പോൾ ബി അറിയില്ലെങ്കിൽ എന്താ ചെയ്യുക, സ്പേസ് വിടും, ദെൻ 3 പോകും, എന്നിട്ട് പിന്നെ ഒന്ന് സ്പേസ് ഫില്ല് ചെയ്യും. ദാറ്റ്സ് ഓൾ. മനസ്സിലായി? അപ്പം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എഴുതണ്ടേ. അപ്പം സ്റ്റാൻഡേർഡായിട്ട് ഏറ്റവും സ്റ്റാൻഡേർഡ് മെട്രിക് ഏതാ? ഈ ക്വസ്റ്റ്യൻ നമ്പർ 2 എയും ബിയും എഴുതി, പിന്നെ 3 എയും ബിയും എഴുതി, അങ്ങനെ പോകുന്നതല്ലേ. ഈ ഓർഡർ എങ്ങനെ മാറ്റാം? 2, 3, 4 ആ ഓർഡർ എങ്ങനെ മാറ്റാം? 4 എഴുതാം, പിന്നെ 1 എഴുതാം, 2 എഴുതാം, എങ്ങനെ എഴുതാം. പക്ഷേ അതിനുള്ളിലുള്ള ഓർഡർ മാറ്റരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അത് കുറേ ആൾക്കാർ ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഓർഡർ മാറ്റിയിട്ട് പ്രശ്നം വെച്ച് മാർക്ക് കുറഞ്ഞവർ ഒരുപാട് ആൾക്കാരുണ്ട്. സോ അതും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയാനുണ്ട്. ഓക്കെ. സോ പറയാൻ ഉദ്ദേശിച്ച കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിനൊക്കെ മറുപടി തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ സ്പേസ് വിട്ടിട്ട് എഴുതാതിരുന്ന കുഴപ്പമില്ല, അത് മാർക്ക് കിട്ടില്ലല്ലോ, എങ്ങനെ ആയാലും കിട്ടില്ല. അത് കട്ട് ചെയ്യുന്ന അവരെങ്ങനെയാലും കട്ട് ചെയ്യുക, ആ ഏരിയ കട്ട് ചെയ്തിട്ട് കാര്യം വാല്യൂ ചെയ്യുക. എഴുതാതിരുന്ന പ്രശ്നമില്ല. വേറെ എവിടെയെങ്കിലും കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ വാല്യൂ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 2A എഴുതി, പിന്നെ 2B ലാസ്റ്റ് കൊണ്ട് എഴുതുന്നെങ്കിൽ 2B വാല്യൂ ചെയ്യുമെന്ന് സംശയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ വേറെ ആൾ എന്നോട് ഒഫൻഡ് ചെയ്തിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ അങ്ങനെ എഴുതിയിട്ടും അയാൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു. ഇപ്പോൾ ഏതായാലും സർട്ടിഫൈഡ് കോപ്പീസ് ഓരോരുത്തർ തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വേറെ അത് വാല്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് കുറച്ചും കൂടി പ്രൊഫഷണൽ വേ ഒരുമിച്ച് എഴുതുന്നതാണ് ഞാൻ പറയുന്നത്. കുറച്ചും കൂടി നല്ലതല്ല. എന്ന് വെച്ചാൽ നോക്കുന്ന ആൾക്കും കുറച്ചും കൂടെ ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഞാനൊക്കെ അങ്ങനെ തന്നെ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ എഴുതുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ഇങ്ങനെ എഴുതുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു ആക്ച്വലി അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എഴുതണ്ടെന്നുള്ളത്. ഓക്കെ. സോ ഇനി എന്തെങ്കിലും? സാർ ഇപ്പോൾ FM എടുക്കുന്നുണ്ട്, ഞാനിപ്പോൾ FM എടുക്കുന്നില്ല. ഇപ്പോൾ FM എടുത്തിട്ട് കുറേ ആയി. ഇപ്പോൾ ഓൺലി കോൺസെൻട്രേറ്റഡ് IDT. FM എടുക്കാൻ പറ്റായികയല്ല, എടുക്കും. IDT കുറച്ചും കൂടി ഇൻട്രസ്റ്റ്, കുറച്ചും കൂടി ഇഷ്ടമുള്ള സബ്ജക്റ്റ് ടാക്സാണ്. അപ്പോൾ പിന്നെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതല്ലേ കുറച്ചും നല്ലത്. പിന്നെ ടാക്സ് എടുക്കണം. വേറെ എന്തെങ്കിലും ചോദ്യം? ആരെങ്കിലും വോയിസ് ആയിട്ട് എന്തെങ്കിലും ചോദ്യം എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ വോയിസ്. റിസൾട്ട് ഇൻകംപ്ലീറ്റ് എന്ന് കണ്ടിട്ട് മൈൻഡിൽ കൺഗ്രാജുലേഷൻ വരുന്നില്ല. ഇൻകംപ്ലീറ്റ് എന്ന് CAയിൽ പണ്ടത് പാസ് ഫെയിൽ എന്നായിരുന്നു 4 അക്ഷരം. ഇപ്പോൾ അവർ മാറ്റിയിട്ട് സക്സസ്ഫുൾ അൺസക്സസ്ഫുൾ എന്നാക്കിയിരിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് റിസൾട്ട് നോക്കിയപ്പം ആദ്യം നമ്മളതല്ല നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് സക്സസ്ഫുൾ എന്ന് കണ്ടപ്പം പെട്ടെന്ന് നോക്കിയാണ് ഇപ്പുറത്ത് UN എങ്ങാനും ഉണ്ടോ എന്നുള്ളത്. അതേപോലെ പറയുന്നത്. കാരണം വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഞാൻ ഫെയിൽ എന്നാണ് കാണുന്നത്. അപ്പം ഇല്ലടോ, ഒരു മൊമെൻ്റ് എത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു മൊമെൻ്റ് എത്തുമ്പോൾ എന്തായാലും പാസ്സാവും. അത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസമായിരുന്നു. ഞാൻ ഇതുവരെ മെയ് അറ്റംപ്റ്റ്, CAയിൽ മെയ് നമ്പറാണല്ലോ, മെയ് അറ്റംപ്റ്റ് ഇതുവരെ ഞാൻ പാസ്സായിട്ടില്ല. എൻ്റെ ചരിത്രത്തിൽ ഞാൻ ഇതുവരെ മെയ് അറ്റംപ്റ്റ് പാസ്സായിട്ടില്ല. ഒക്കെ ഞാൻ നവംബർ അറ്റംപ്റ്റിലാണ് പാസ്സായത്. ഇപ്രാവശ്യം മെയ് അറ്റംപ്റ്റ് എഴുതിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഉറപ്പിച്ചിട്ട് കാര്യമാണ്, മെയ് അറ്റംപ്റ്റാണ് ഇപ്രാവശ്യം. മെയ് അറ്റംപ്റ്റിൽ അതുവരെ പാസ്സായ ചരിത്രമില്ല, ഇപ്രാവശ്യം കിട്ടുമെന്നാവുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ കിട്ടി. അത് ഞാൻ പറഞ്ഞില്ലേ, 40 മാർക്സ് ഇൻ ഓഡിറ്റിലേക്ക് കറക്റ്റ് 40ആണ്. എങ്ങാനും കറക്റ്റ് 40ക്കൊന്നും ഞാൻ അങ്ങനെ എനിക്ക് 30+ അല്ലെങ്കിൽ 35+ സ്കോർ ചെയ്തപ്പോൾ 40 ഇട്ടിട്ട് പാസ്സാക്കിയിട്ടേ മറ്റ് 2 പേപ്പറിൽ മാർക്ക് ഉണ്ടായിരുന്നു. സോ ആ മൊമെൻറ്റ് എനിക്ക് എത്തിയപ്പോൾ ആ മൊമെൻറ്റ് ഞാൻ CA ആവാനുള്ള മൊമെൻറ്റ് എത്തിയപ്പോൾ ഞാൻ CA ആയി. അതുവരെ മെനക്കെടാം, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ വെയിറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മിസ്റ്റേക്ക് ഉടക്കാൻ നോക്കണം, അതനുസരിച്ച് തിരുത്തുക, അടുത്ത അറ്റംപ്റ്റ് കയറി പോരുക. അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് സാധനം.
എന്നുവെച്ചാൽ ആ ലൂപ്പിൽ പെടരുത്. എന്ന് വെച്ചാൽ പഠിക്കുന്നു ഫെയിലാവുന്നു, വീണ്ടും പഠിക്കുന്നു ഫെയിലാവുന്നു, ഇങ്ങനെ ആ ലൂപ്പിൽ ഇങ്ങനെ പെട്ടുപോകരുത്. അപ്പോൾ ഫെയിലായി കഴിഞ്ഞാൽ പ്രോപ്പർ റീസൺ കണ്ടെത്തണം എന്തുകൊണ്ട് ഫെയിലായി എന്നുള്ളത്. കണ്ടെത്തിയേ പറ്റൂ. അത് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. അതിനായിട്ടൊന്ന് ഇരുന്ന് കണ്ടെത്തണം. വൈ യു ഫെയിൽഡ്, എവിടെയാണ് ആ പ്രശ്നം പറ്റിയത്, ഏത് സബ്ജക്റ്റിലെ പ്രശ്നം വെച്ച് പഠിച്ചു കൊടുത്താണോ എഴുതി കൊടുത്താണോ മൊത്തം നോക്കണം. വാട്ട്, വെന്ന്, ഹൗ, വൈ ഒക്കെ നോക്കണം. എവിടെയാണ് പ്രശ്നം വെച്ച് ഞാൻ ഈ പഠിച്ചു കൊടുത്തുള്ള മിസ്റ്റേക്കാണോ അതിന് എഴുതി കൊടുത്തുള്ള മിസ്റ്റേക്കാണോ. അപ്പോൾ അത് നോക്കാൻ ഞാൻ പറഞ്ഞേ, പഠിച്ചിട്ടുണ്ട് എഴുതി കൊടുത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ യു ക്യാൻ ചെക്ക് ബൈ സർട്ടിഫൈഡ് കോപ്പി, ICMA സർട്ടിഫൈഡ് കോപ്പി RTI അപേക്ഷിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എഴുതിയ പേപ്പർ ഇടാം, നിങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ എവിടെയാണ് പ്രശ്നം വന്നതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് തിരുത്തുമ്പോൾ ആ തെറ്റ് പിന്നെ അടുത്ത അറ്റംപ്റ്റ് ചെയ്യൂല, നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യൂല. നിങ്ങൾ കാണുകയാണ് നിങ്ങളെ തെറ്റെന്താണെന്നുള്ളത്. മനസ്സിലായോ? സോ അൾട്ടിമേറ്റ് ഇമ്പോർട്ടൻ്റ് അതാ. ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ വൈ ഫെയിൽഡ്, ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്ന് പറയും. ആ ലേൺ ചെയ്യണം മിസ്റ്റേക്സ് ഒന്ന്. ആ ലേൺ ചെയ്യാൻ പഠിച്ചേ പറ്റും. അല്ലെങ്കിൽ ആ ഫെയിലിയറിൻ്റെ ലൂപ്പിൽ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കും. എല്ലാ പേപ്പറിലും നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഒന്നിൽ മാത്രം ബിലോ 40 കിട്ടിയാൽ ഇത് ഇട്ട് തരും എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതെ, അതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ക്ലാസിക് എക്സാമ്പിൾ. ഒരു ബുക്ക് 2 തവണ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 40 ബിലോ 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ക്രോസ് ചെയ്തിരിക്കണം മിനിമം. 30 ക്രോസ് ചെയ്താൽ പോരാ, 35 36 ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 40 ആക്കി തരും. മറ്റ് 2 പേപ്പറിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ, മറ്റേൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ. യെസ്, അതൊരു ഫാക്റ്റാണ്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ. വേറെ എന്തെങ്കിലും ഡൗട്ട്? ആരെങ്കിലും എന്തെങ്കിലും വോയിസോ എന്തെങ്കിലും സംതിങ്? ഒന്നുമില്ല. സോ മീറ്റിംഗ് മൈൻഡപ്പ് ചെയ്താലോ എന്നാൽ? വേറെ ഒന്നും ഞാൻ പറയാൻ വിട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഊഹം. ശരിയാണെന്ന് ഞാൻ എല്ലാം പറഞ്ഞു. ടെസ്റ്റ് സീരീസ് ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നു. പിന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോസ്റ്റിംഗ് സ്കോർ ചെയ്യാൻ ടിപ്സ്. സാർ IDT ക്ലാസ്സസ് ഫുൾ പ്രൊവൈഡ് ചെയ്യുന്നു. IDT ക്ലാസ്സസ് ഇപ്പോൾ ഏകദേശം കുറേയൊക്കെ യൂട്യൂബിൽ ഓൾറെഡി ലേറ്റസ്റ്റ് അപ്ലോഡഡാണ്. നമ്മൾ സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, കോമ്പോസിഷൻ സ്കീം ഒക്കെ അപ്ലോഡഡാണ്. ബാക്കി ഇനി റിവേഴ്സ് ചാർജ്, ITC ഒക്കെ ഇനി ഫർദർ ഉടൻ അടുത്ത വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഒരു നോട്ട് ഇറക്കാനുള്ള പ്ലാനുണ്ട്. ബുക്ക്, ഫുൾ ബുക്ക് ഒക്കെ എന്നാ പബ്ലിഷ് ചെയ്യുന്നത്? അതെ, ബുക്കിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ഒരു എന്ന് വെച്ചാൽ CMA, പ്യുവർലി ഫോർ CMA ഇൻ്റർമീഡിയറ്റ്, CA-ക്കാർക്കൊന്നുമല്ല, പ്യുവർലി ഫോർ CMA ഇൻ്റർമീഡിയറ്റ്. CMAൻ്റെ ഒറ്റ ബുക്കിൽ തന്നെ മൊത്തം സർക്കുലറും നോട്ടിഫിക്കേഷനും MCQസും ക്വസ്റ്റ്യൻസും എല്ലതും ഒറ്റ ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞ പോലെ ഒറ്റ ബുക്കിൽ തന്നെ. എന്നിട്ട് ആ ബുക്ക് ഫോളോ ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോസും കണ്ടിട്ട് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള IDT ബുക്കിലിട്ട് ഒരു സംഭവം. MCQസും അതിലുണ്ടാവും, ക്വസ്റ്റ്യൻസും അതിലുണ്ടാവും, എല്ലതും കൂടി ഒന്ന് തന്നെ ഒറ്റ ബുക്ക്. പ്ലാൻ ഉണ്ട് ഉടനെ തന്നെ ഇൻഷാ അല്ലാഹ്. അത് ഈ സെപ്റ്റംബർ മാസം തന്നെ ചെയ്താലോന്നുണ്ട്. അതിൻ്റെ ഒരു ഇതും കൂടിയാണ്. അതിൻ്റെ ഒരു തിരക്ക് വേറെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ചില ആൾക്കാർക്ക് മെസ്സേജസിന് റിപ്ലൈ എത്താൻ പറ്റാൻ. വെരി സോറി ഫോർ ദാറ്റ്. ആൻഡ് വേറെ എന്തെങ്കിലും? ഈ ഒരു മീറ്റപ്പ് കൊണ്ട് കോൺഫിഡൻസ് കിട്ടിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്നാൽ പറ്റുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഓഫ്ലൈൻ ഒരു ഓൺലൈൻ ക്ലാസ്, അത് ഞാൻ പറഞ്ഞില്ലല്ലേ, ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ക്ലാസ് ആണോ നല്ലതെന്നല്ല. അതും പേഴ്സൺ ടു പേഴ്സണാണ്. നിങ്ങൾക്ക് വീട്ടിൽ എന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. കാരണം ഈ റെക്കോർഡ് ഈ കമ്പ്യൂട്ടറിൽ ഇരുന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ചിലപ്പം എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഓരോ ഇഷ്ടമാണത്. ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ വീട്ടിലെ ഫുഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നല്ല രസമല്ലേ, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് വീട്ടിൽ ഫുഡൊക്കെ അടിച്ചിട്ട് ഇതാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്. പെൺകുട്ടികൾക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല. കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വീട്ടിലെ പണി ചിലപ്പോൾ എടുക്കേണ്ടി വരും. ശരിയല്ലേ? വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. പെൺകുട്ടികൾക്ക് എനിക്ക് തോന്നുന്നത് ബെറ്റർ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും. അങ്ങനെ വീട്ടിൽ നമ്മളിങ്ങനെ വെറുതെ കാണുമ്പോൾ അവർക്ക് തോന്നി നമ്മൾ പഠിക്കാൻ തോന്നില്ല. ചിലപ്പോൾ അവർ വീട്ടിലാരെ നമ്മളെ ഒന്ന് അടിച്ചു വരിത്താ ഒന്ന് തുടച്ചാന്ന് പറയും. അപ്പോൾ നമ്മളതിനപ്പോൾ അതിന് വേണ്ടി വരും. വീട്ടിൽ നിന്നാ സീനാണ്. പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് അതില്ല. ആൺകുട്ടികൾക്കാകുമ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കാം, പ്രശ്നമില്ല. പെൺകുട്ടികളാകുമ്പോൾ ചിലപ്പം വീട്ടിലത്തെ പണിയെടുക്കേണ്ടി വരും. അത് മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടും ബെസ്റ്റ് ഫാക്കൽറ്റി സജസ്റ്റ് ചെയ്യാമോ? ഐ തിങ്ക് അങ്ങനെ ബെസ്റ്റ് ഒന്നുമില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് അല്ലേ. അപ്പം എനിക്ക് തോന്നുന്നത് അജ്മൽ സാർ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. അജ്മൽ സാർ ക്ലാസ് നല്ല ക്ലാസ്സാണ്. CA-CMA കേരളത്തെ അജ്മൽ സാർ ക്ലാസ്. പിന്നെ റമീ സാറുണ്ട്, ലുക്മാൻ സാറുണ്ട്, ഒരുപാടുണ്ട്. ഏത് കാണാന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ആദ്യം ഞാൻ പറയാം, ഏത് റെക്കോർഡ് വാങ്ങാന്നുണ്ടെങ്കിലും ബെറ്റർ യു ചൂസ് ഫ്രം എ ഡെമോ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാൻ വാങ്ങുക. മനസ്സിലായോ? ഡെമോ നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ വാങ്ങുക, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, എല്ലാവർക്കും എല്ലാ ഫാക്കൽറ്റീസിനും ഇഷ്ടമാവണമെന്നില്ല, അങ്ങനെയുണ്ട്. അതൊരു പേഴ്സണൽ കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് IDT, പക്ഷേ എൻ്റെ IDT ക്ലാസ് ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. എല്ലാവർക്കും എല്ലാ ഫാക്കൽറ്റീസിനെ സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം അങ്ങനെയുണ്ട്.
അപ്പോൾ അത് അങ്ങനെ ചൂസ് ചെയ്തെടുക്കുക. സബ്ജക്റ്റ് വൈസ് നിങ്ങൾ റെക്കോർഡഡ് ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചൂസ് ചെയ്തെടുക്കുക. ദെൻ എന്താ, ഒറ്റയ്ക്ക് പഠിക്കും എന്നുള്ളവർക്ക് ഓൺലൈൻ ബെറ്റർ ആണ് തോന്നുന്നു. യെസ്, ഒറ്റയ്ക്ക് പഠിക്കാൻ, അതെ ഈ ഗ്രൂപ്പായിട്ട് ആരും വേണ്ട, ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം എന്നെ പോലത്തെ ഒരാൾ, എനിക്ക് ശരിക്കും ആരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നത് ഇഷ്ടം. അപ്പോൾ എനിക്കൊക്കെ ബെറ്റർ എന്താ ഓഫ്ലൈൻ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഓഫ്ലൈനേക്കാൾ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായി തോന്നിയത് യൂട്യൂബിലൊക്കെ ക്ലാസ് കണ്ടിട്ട് പഠിക്കുന്നതാണ് എനിക്ക് ബെറ്ററായി തോന്നിയിട്ടുള്ളത്, വീട്ടിലിരുന്നിട്ട് പഠിക്കുന്നത്. ഫൈനലിൽ പഠിക്കുമ്പോൾ എനിക്ക് ഓഫ്ലൈനൊന്നും പോയിട്ടില്ല ഫൈനലിൽ. ദെൻ സാർ സബ്ജക്റ്റ് വൈസ് കിട്ടുന്ന ബട്ട് അഗ്രിഗേറ്റ് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണ് ടിപ്പാണ് ഞാൻ പറഞ്ഞത്. അഗ്രിഗേറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അഗ്രിഗേറ്റ് കിട്ടണമെങ്കിൽ മിനിമം 2 സബ്ജക്റ്റ് 60+ ടാർഗറ്റ് ചെയ്തിരിക്കണം. മിനിമം 2 സബ്ജക്റ്റ്. നമ്മളെ സ്ട്രെങ്ത് സബ്ജക്റ്റ് ഏതൊക്കെ 2 കണ്ടെത്തിയിട്ട് അതിൽ 60+ സ്കോർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അഗ്രിഗേറ്റിൽ കിടന്ന് കളിക്കും. മനസ്സിലായോ? അപ്പോൾ 60+ ടാർഗറ്റ് വേണം 2 സബ്ജക്റ്റ്. ദെൻ ക്ലാസ് കാണാൻ മടിയുള്ളവർക്ക് ഓഫ്ലൈൻ പറ്റും. ക്ലാസ് അതാ പറഞ്ഞത്, ക്ലാസ് കാണാൻ മടി, വീട്ടിലിരിക്കാൻ മടി, അങ്ങനെയുള്ളവർക്ക് ഓഫ്ലൈനാണ് ബെറ്റർ. ഓഫ്ലൈൻ ആകുമ്പോൾ കുറച്ച് ഓളുണ്ടാവും, ആ ഒരു ഓളത്തിൽ നല്ല രസമല്ലേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. വരുമ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് കാണണം, പ്രത്യേകിച്ച് ഓളൊന്നും ഉണ്ടാവില്ല. അപ്പുറത്ത് സാർ ഇങ്ങനെ ഓരോന്ന് പറയും, നമ്മളിങ്ങനെ കേൾക്കുന്നു, അങ്ങനെ പോകും. ഓഫ്ലൈൻ ആകുമ്പോൾ ആ ഒരു കളി ചിരിയിലൊക്കെ പോകും, പക്ഷേ കളി ചിരിയിൽ മാത്രമായി പോവുകയും ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഓഫ്ലൈനായിട്ട് നല്ല ഏതെങ്കിലും റെസിഡൻഷ്യൽ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. റെസിഡൻഷ്യൽ ബാച്ച് ഒരുപാടില്ല ഇപ്പോൾ, ഏതൊക്കെ പാസുകളുണ്ട്, APS, അതിനകത്ത് ഈഗിൾ, അതേപോലെ ഈഗിൾ ഉണ്ടോയെന്ന് അറിയില്ല, അതേപോലെ ഓഡയർ, അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. റെസിഡൻഷ്യൽ ക്രാഷ് ഉണ്ടെന്ന്, റെസിഡൻഷ്യൽ ബാച്ച് ഉണ്ട്, ക്രാഷ് ബാച്ച് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലയിടത്ത് റെസിഡൻഷ്യൽ ആയിട്ടുള്ള സൗകര്യം ഉണ്ടാവും, ഒരു മെൻറ്ററും ഉണ്ടാവും. ക്ലാസ് ആയിട്ടുള്ളത് എനിക്കറിയില്ല. പാസുകൾ ഉണ്ടെന്ന് തോന്നുന്നു, പാസുകളിൽ എന്തോ ഒരു പരസ്യം കണ്ടിരുന്നു. ഓക്കെ, സോ എനി അതർ തിങ്സ്? അവിടെ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല മോട്ടിവേഷൻ അവിടെ ഞാനിവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഐ ആം ജസ്റ്റ് ആൻ ആവറേജ്. ഞാൻ പാസ്സായെന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാർക്കും വിശ്വസിച്ചിട്ടില്ല, കുറേ കുടുംബത്തിലുള്ള കുറേ ആൾക്കാർ. കാരണം അവരാരും വിചാരിച്ചിട്ടില്ല ഞാൻ പാസ്സാവുന്നു. കാരണം എൻ്റെ ഒരു ലെവൽ, പിന്നെ ഞാൻ ഈ ഓഫീസ് അത് ഇതെന്ന് പറഞ്ഞ് ക്ലാസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടുന്നു, ഇതിൻ്റെ എവിടെയെങ്കിലും അപ്പം പഠിക്കുന്നു എന്നുള്ള രീതിയാണ്. കാരണം അങ്ങനെ തന്നെ ആയിരുന്നു, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഓടുമായിരുന്നു. അത് കഴിയുമ്പോൾ ഇപ്പോൾ ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതിലുണ്ടാവും. ട്രെയിനിങ്, ഞാൻ പറഞ്ഞില്ല, ട്രെയിനിങ്ങും ജോലിയൊക്കെ ആണെങ്കിൽ യു ക്യാൻ മാനേജ് ദാറ്റ്. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ. പിന്നെ എൻ്റെ ഓഫീസും ഒക്കെ കൂടി, ഞാൻ ഓഫീസിലാകിയ സ്റ്റാഫൊന്നുമില്ല, ആകെ ഒരു സ്റ്റാഫാണല്ലേ, ഒക്കെ കൂടി മാനേജ് ചെയ്തിട്ടാണ് പോകുന്നത്. ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. എൻ്റെ ആ മെയ് എക്സാമിൻ്റെ ആ തൊട്ട് തലേ മാസം എന്ന് വെച്ചാൽ ഏപ്രിൽ മാസത്താണ് ഞാൻ അമെൻമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബിൽ. അപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഒക്കെ മാനേജ് ചെയ്ത് നമുക്കെല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഇറ്റ്സ് അപ് ടു യു. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ വിചാരിക്കണം ഇതാവണം, നമ്മളെ മൈൻഡ് ഓക്കെ. ഞാൻ എപ്പോഴും മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഫൈനൽ പാസ്സായിട്ട് വേറെ പരിപാടിയുള്ളൂ, ഫൈനൽ പാസ്സാവണം, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേറെ കാര്യമുള്ളൂ എന്നുള്ള മൈൻഡ് വെച്ചിരുന്നു. അപ്പം അങ്ങനെ മൈൻഡിൽ വെക്കണം. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ഹാർഡിൽസ് എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതൊക്കെ തട്ടി മാറ്റി പോകും. ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടു, സത്യം പറയാം, ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നിർത്തിപ്പോയിക്കോ, അല്ലെങ്കിൽ ഇത് എന്താ പറയുക, എക്സെപ്റ്റ് പാരൻസ്, എന്താ പറയുക, ഗൾഫ് പോയിക്കോ, നീ ഗൾഫ് പോകണം നല്ലത്, അല്ലെങ്കിൽ ഇനി വേണ്ട അത് മതിയാക്കിക്കോ, ഇതിപ്പോൾ പഠിച്ചിട്ട് ഇപ്പം എന്താ, അതിപ്പോൾ കിട്ടുമൊന്നുമില്ല, ആർക്കും കിട്ടലൊന്നുമില്ല, പാസ് പെർസെൻറ്റേജ് കുറവില്ല, അത് ഇത് പറയുന്നവരോട് പറയട്ടെ. നമുക്ക് നമ്മളെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റും. എക്സാം പാസ്സായിട്ട് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതാണ് നല്ലത്, ബെറ്റർ. അത് കൂളായിട്ട് ചെയ്യാം, സമാധാനത്തോടു കൂടി ചെയ്യാം ആർട്ടിക്കിൾഷിപ്പ്. പ്ലസ് അതിൻ്റെ കൂടെ ഫൈനലിൽ ഇങ്ങനെ പഠിച്ചാൽ നല്ല രസമായിരിക്കും. ആർട്ടിക്കിൾഷിപ്പിൻ്റെ കൂടെ ഇപ്പോൾ ഇൻ്റർ പാസ്സായി, ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ ഫൈനൽ പഠിക്കുന്നത് നല്ല രസമായിരിക്കും, അടിപൊളിയായിരിക്കും ഫീല്. സെക്ഷൻ ബിയിൽ 5 ക്വസ്റ്റ്യൻ അല്ലേ, സെക്ഷൻ ക്വസ്റ്റ്യൻ 2A or B ഏതെങ്കിലും അറിയുന്നെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. ഇല്ല, എക്സ്ട്രാ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നതിൽ കാര്യമില്ല. 5 തന്നെ എഴുതിയാൽ മതി. ഒന്നും ഒരു വാല്യൂ ഇല്ല. അതിപ്പോൾ അവർ എല്ലാം വാല്യൂ ചെയ്തിട്ട് ബെസ്റ്റ് ഇടുമോ, അങ്ങനെ ചെയ്യില്ല. ദിസ് ഈസ് എ പ്രൊഫഷണൽ എക്സാം. സോ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. 5 പറയുമ്പോൾ 5. എക്സ്ട്രാ ചെയ്യുന്നതിൽ കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർക്ക് തരൂല. ഇനി അതർ തിങ്, എടാ ഈ ഒരു മീറ്റപ്പ് കൊണ്ട് ഉപകാരപ്പെട്ടോ? വാട്ട് യു തിങ്ക്? അല്ല, ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു വൈ യു മേക്കിംഗ് ലൂസേഴ്സ് മീറ്റപ്പ്, എന്തുകൊണ്ടാണ് ലൂസേഴ്സ് മീറ്റപ്പ് എന്ന് സംഭവം ചെയ്തതെന്നുള്ളത്. കാരണം ആ ഫെയിലിയറിൻ്റെ ആ സംഭവം എനിക്ക് നന്നായിട്ട് അറിയാം. ദാറ്റ്സ് ദ റീസൺ. അത് കവറപ്പ് ചെയ്ത് പോരുന്നത് അത്ര ഈസി അല്ല, പക്ഷെ കവറപ്പ് ചെയ്ത് പോരാൻ പറ്റും. അതാണ് എൻ്റെ ഫാക്ട്. ഓക്കെ, സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ബൈ വോയിസ്, ബൈ ടെക്സ്റ്റ്, ആൻഡ് വി ക്യാൻ വൈൻഡ് അപ്പ് ദി സെഷൻ. 2 മണിക്കൂറായി നമ്മൾ ഇരിക്കുന്നു, എഴുതി തുടങ്ങിയല്ലേ. എനിത്തിങ് എല്ലാം പറഞ്ഞു തോന്നുന്നു, ആർക്കൊന്നും വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ. ഓക്കെ, വേറൊന്നും ഇല്ലല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
സോ എനിത്തിങ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സപ്പ് മീ. അഥവാ ഞാൻ റിപ്ലൈ തരുന്നില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് അഗെയിൻ എന്നെ റിമൈൻഡ് ചെയ്യുക. എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ഞാൻ കാണില്ല, മെസ്സേജസ് താഴെ പോകുന്നതുകൊണ്ടാണ് കാണാത്തത്. മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതല്ല, എല്ലാവർക്കും റിപ്ലൈ തരുന്നതെന്ന് തന്നെ ആഗ്രഹം. ആദ്യമൊക്കെ ഞാൻ വേഗം റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ മെസ്സേജ് താഴെ പോകുമ്പോൾ ചിലപ്പോൾ എത്തിപ്പെടില്ല. അപ്പം ഞാൻ താഴെ പോയിട്ട് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അപ്പം എല്ലാ മെസ്സേജും കാണാത്തതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. സോ വേറെ ഒന്നും വിചാരിക്കരുത് അതിന്. ആൻഡ് അഥവാ ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് അഗെയിൻ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുക. സാർ എന്ന് പറയും, സാർ അല്ലെങ്കിൽ ബ്രോ എന്ന് പറയാം. സാറിന് വേണമെന്നില്ല, ബ്രോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക. അപ്പോൾ ഞാൻ അലേർട്ടോ. ഓക്കെ, സോ ഇനിയും നമുക്ക് കാണാം. എന്താ പറയുക, ഇനി ഒരു സക്സസ് മീറ്റപ്പ് ഇവിടെ വന്ന എല്ലാവരും ഒരു സക്സസ് മീറ്റപ്പ് നമുക്ക് അടുത്ത അറ്റംപ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായിട്ട് മെനക്കെടുക. ആൻഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ക്ലാരിറ്റി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. ആൻഡ് താങ്ക് യു ഫോർ ബുക്ക് പ്രിപ്പറേഷൻ അടിപൊളിയാക്കും. ഗീവ് അവേ ഉണ്ട്. ബുക്ക് പ്രിപ്പറേഷൻ ആദ്യത്തെ 10 5 അങ്ങനെ ഗീവ് അവേ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് ബുക്ക് ഉഷാറാക്കണം എന്നുണ്ട്. വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു ബുക്ക് ചെയ്യാന്നുള്ളത്. സോ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. ആൻഡ് വേറെ ഒന്നുമില്ല. ആൻഡ് എന്താ 7 ക്വസ്റ്റ്യൻസ് 2 സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതിൽ സബ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ പറ്റും. അതെനിക്ക് മനസ്സിലായില്ല. 7 ക്വസ്റ്റ്യൻസ് 2 സ്കിപ്പ്, മെയിൻ ക്വസ്റ്റ്യൻ 2 സ്കിപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. സബ് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. 5 എന്താ 2 3 4 5 6 7 8 അങ്ങനെ എന്തോ ഇല്ലേ, അതിൽ 2 ഒഴിവാക്കിയിട്ട് ബാക്കി ചെയ്താം അങ്ങനെ. ഓക്കെ, ആൻഡ് സോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. എല്ലാവരും ഇത്രയും ആൾക്കാർ ഇത്രയും നേരം വെയിറ്റ് ചെയ്തു. 2A ചെയ്ത് 4A സ്കിപ്പ് ചെയ്യുക അങ്ങനെ പറ്റില്ല. 2 എടുത്താൽ 2Aയും B എഴുതണം, 4 എടുത്താൽ 4Aയും B എഴുതണം. ഓഡിറ്റിന് ഒരു ഫാക്കൽറ്റിനെ സജസ്റ്റ് ചെയ്യാമോ? പക്ഷേ ഓഡിറ്റിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടോ? കൊടുക്കുന്നതായിട്ട് ആരും കണ്ടില്ല എന്ന് തോന്നുന്നു ഞാൻ. ബെറ്റർ യു ആസ്ക് ഇൻ ഗ്രൂപ്പിൽ ആസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ റിപ്ലൈ തരും. ആരെങ്കിലും കേൾക്കുന്നവരോ കണ്ടുന്നവരോ ഞാൻ കണ്ടില്ല ആരും പോസ്റ്റർ ഓഡിറ്റ് മാത്രമായിട്ട് കൊടുക്കുന്നത്. ഐ തിങ്ക് അഫ്സൽ ആലെങ്കിൽ സാറ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത് 40 hours പ്ലസ് എങ്ങാനും ഉണ്ട് തോന്നുന്നു ക്ലാസ്. 40 മണിക്കൂറിൻ്റെ മുകളിലുണ്ടാവും ഓഡിറ്റിൻ്റെ ക്ലാസ്. ആരോ പറഞ്ഞിരുന്നു എന്നോട് അഫ്സൽ ആലെങ്കിൽ സാറിൻ്റെ ക്ലാസ് ഉണ്ട് എന്നുള്ളത്. അത് മാത്രമേ ഞാൻ കേട്ടത്, ബാക്കി ഞാൻ ആർട്ടും കണ്ടില്ല. ഓഡിറ്റ് അധികവും സെൽഫ് സ്റ്റഡിയാണ്. അധികം ആൾക്കാർ ഒറ്റയ്ക്കാണ് പഠിക്കുക ഓഡിറ്റ്. സെൽഫ് സ്റ്റഡി സാധനം ഓഡിറ്റ്. സെൽഫ് സ്റ്റഡി പോസിബിൾ അല്ലെങ്കിൽ യു ഷുഡ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, എനിത്തിങ് അതർ? അഫ്സൽ സാറിൻ്റെ ക്ലാസ് ഉണ്ട് ഓഡിറ്റിങ്ങിന്. ഉണ്ടല്ലേ ഹർഫാൻ? ഓക്കെ. ഞാൻ ആരോ പറഞ്ഞു കേട്ടിരുന്നു അഫ്സൽ സാറിൻ്റെ ക്ലാസ് ഓഡിറ്റിനുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് വേറെ ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സപ്പ്. ഓക്കെ, സോ വേറെ ആരൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ഓൾ ദി ബെസ്റ്റ് ഫോർ യു ഫ്യൂച്ചർ ലൈഫ്. താങ്ക് യു സോ മച്ച് സാർ. ഇത് റെക്കോർഡാണ് വീഡിയോ. റെക്കോർഡ് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നിൽ. റെക്കോർഡ് ആവുകയാണെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. റെക്കോർഡ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ. ഓക്കെ, യെസ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യു ഓൾസോ. എല്ലാവരും നന്നായി പഠിക്കുക. മെനക്കെട്ട് എന്തായാലും പാസ്സാവണം. നമ്മൾ ജെന്യൂൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പാസ്സായിരിക്കും. അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. ഞാൻ പറയും, ജെന്യൂൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി റിസൾട്ട് കിട്ടിയിരിക്കും. നോ വറീസ്. ഓക്കെ, സോ ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓൾവേസ് സപ്പോർട്ട് നമ്മളുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. ബൈ. ശരി, താങ്ക് യു.